അത് ആ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മന്ത്രി കെ രാധാകൃഷ്ണൻ അവർക്ക് തന്നെയാണ് അത് ഹാൻഡ് ഓവർ ചെയ്തത്. അതിനുശേഷം തൃശ്ശൂർ ജില്ലയുടെ ഇനീഷ്യലി തുടങ്ങിയപ്പോൾ 2030 വിഷൻ 2030 എന്നുള്ളതായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ആരംഭിച്ചത്. എന്നാൽ പിന്നീട് അതിനെ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന 2047 വരെ അപ്പോൾ എന്തായിരിക്കണം തൃശ്ശൂരിന്റെ വികസന കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നുള്ളതിലേക്ക് ഒരു ഡയറക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. അപ്പോഴാണ് ഇതിന്റെ കൺവീനറായിട്ടുള്ള തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഈ പ്രോജക്റ്റിന്റെ വിഷൻ 2047 കൺവീനർ ആയിട്ടുള്ള ഡോക്ടർ അജിത് കാളിയത്തിന്റെ കിലയിലെ അർബൻ അഫയേഴ്സ് പ്രൊഫസറും കൂടാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവിലാണ് SPA ഭോപ്പാലുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ SPA ഭോപ്പാലിലെ സ്റ്റുഡൻസ് ഇവിടെ വന്ന് ഏകദേശം 30 സ്റ്റുഡൻസും ഫാക്കൽറ്റി മെമ്പേഴ്സും തൃശ്ശൂർ ജില്ലയിൽ വന്ന് 2 ആഴ്ച ഇവിടുത്തെ എല്ലാ ബ്ലോക്കുകളും വിസിറ്റ് ചെയ്ത് ദീർഘമായിട്ടുള്ള പഠനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയും അനലൈസ് ചെയ്ത് അവർ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും അതിൻ്റെ പ്രസൻറ്റേഷന് നമ്മളുടെ പ്ലാനിംഗ് ബോർഡ് മെമ്പറായിട്ടുള്ള ഡോക്ടർ ജിജു പി അലക്സ് സാറ് ഭോപ്പാലിൽ അവിടെ നടന്നതായിട്ടുള്ള ഇതിൻ്റെ പ്രസൻറ്റേഷനിൽ എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആയിട്ട് എക്സാമിനറായിട്ട് പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെമിനാറാണ് ഇതെന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധികളെ എല്ലാവരെയും വിളിച്ച് ഇത് പ്രസന്റ് ചെയ്യുകയും അതിൻ്റെ വിവിധ വശങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രോജക്റ്റിൻ്റെ ഈ സെമിനാറിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ പ്രോജക്റ്റിൽ TMAയോടൊപ്പം സഹകരിച്ച എല്ലാ ഏജൻസികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കില ഡോക്ടർ ജോയി എളമൻ സാർ ഇതിന് വേണ്ടതായിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരികയും ഡയറക്ഷൻസ് തരികയും ഗൈഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതിൽ പ്രത്യേകമായിട്ട് കിലയോടുള്ള നന്ദി സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻറ് വിസിറ്റിന് വേണ്ടതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റേഷനും വിസ ഫൗണ്ടേഷൻ്റെ ടീം അതിന് വേണ്ടതായിട്ടുള്ള ഫെസിലിറ്റേഷൻ ചെയ്തു. സോ ഐ പേഴ്സണലി appreciate the efforts of SPA, the students and faculties, for coming down to Thrissur and conducting this study. It came out very well and now it is our responsibility to take it forward. So വളരെ നല്ല ചില നിർദ്ദേശങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിന് നമ്മളുടേതായിട്ടുള്ള ഒത്തിരി സാധ്യതകൾ ഉള്ളതായിട്ടുള്ള ഒരു ജില്ലയാണ്. കേരളത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മളെല്ലാം അഭിമാനത്തോടു കൂടി പറയുന്ന കൾച്ചറൽ സാംസ്കാരിക നഗരം, സാംസ്കാരിക ജില്ല, സാംസ്കാരിക തലസ്ഥാനം. ഇന്നിപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ അല്ലെങ്കിൽ തൃശ്ശൂർ നഗരത്തിന് ഒരു വൈജ്ഞാനിക നഗരം എന്നുള്ളതായിട്ടുള്ള പദവി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ സ്വർണ്ണ വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്രമാണ്, അല്ലെങ്കിൽ സ്വർണ്ണ ആഭരണങ്ങളുടെ നിർമ്മാണത്തിൻ്റെ കേന്ദ്രമാണ് തൃശ്ശൂർ അറിയപ്പെടുന്നത്. സ്മോൾ ടൗൺസിൽ, ഇന്ത്യയിലെ ചെറിയ പട്ടണങ്ങളിൽ 4 ബാങ്കുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ഏക സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ കുറിക്കമ്പനികൾ, ഇന്ത്യയിൽ തന്നെ കുറിക്കമ്പനികൾ, ചിട്ടി കമ്പനികളുടേതായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ തന്നെ രൂപപ്പെട്ടു വന്നതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരിലാണ്. വലിയ ഒരു ലാർജ് NBFCs ഉള്ളതായിട്ടുള്ള, അപ്പോൾ ബാങ്കിങ്ങിൻ്റെ തലസ്ഥാനമാണ്, വ്യാപാരത്തിൻ്റെ തലസ്ഥാനമാണ്. അങ്ങനെ ഒത്തിരി നേട്ടങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അവകാശപ്പെടാനായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ആ നേട്ടങ്ങളുടെ അല്ലെങ്കിൽ ആ സ്ട്രെങ്ത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം അടുത്ത 2047 ആകുമ്പോൾ നമ്മുടെ ജില്ലയിൽ ഉണ്ടാകാവുന്നതായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ജനങ്ങളുടെ ഡെമോഗ്രാഫിക്കിൽ ഉണ്ടാകുന്നതായിട്ടുള്ള മാറ്റങ്ങൾ, സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള മാറ്റങ്ങൾ. ഇന്ന് വികസനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഒരു സുസ്ഥിര വികസനമായിരിക്കണം, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വികസനത്തിന് മാത്രമാണ് അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണെന്ന് ലോകം മുഴുവനായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഈ വിഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ടുള്ളത് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എങ്ങനെയാണ് നമുക്കത് മീറ്റ് ചെയ്യാനായിട്ട് UN അംഗീകരിച്ചിട്ടുള്ള 2030 നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഗോൾസ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ആ സുസ്ഥിര വികസന സൂചികകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മാർഗനിർദ്ദേശ രേഖയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ഡീറ്റെയിൽഡ് പാനൽ ഡിസ്കഷൻസ് നമുക്കിവിടെ ഉണ്ട്.
റിപ്പോർട്ടുകൾ ഇന്നിവിടെ വന്നിട്ട് ഈ റിപ്പോർട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ പഞ്ചായത്തുകളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ അർബനൈസേഷൻ നടക്കുന്നതായിട്ടുള്ള പട്ടണങ്ങളാണ് കൊച്ചിയും കോഴിക്കോടും തിരുവനന്തപുരവും കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത, തൃശ്ശൂരിൻ്റെ ചെറിയ നഗരങ്ങൾ പോലും, നമ്മുടെ മുനിസിപ്പാലിറ്റീസും നമ്മുടെ പഞ്ചായത്തുകൾ പോലും ഇന്ന് നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ലൈമറ്റ് ചേഞ്ച്, അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളൊക്കെ ഇന്നിപ്പോൾ ദൈനംദിനം എന്നോണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അതിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ റിവറിൻ്റെ പൊള്യൂഷൻ, കൃഷി നിലങ്ങളുടെ സംരക്ഷണം, കോൾ നിലങ്ങളുടെ സംരക്ഷണം, അതിനെന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ കരകൗശല ഉൽപ്പന്നങ്ങളുടെ നെയ്ത്ത്, ഇതിനെയൊക്കെയുള്ള അതിനെ എങ്ങനെ സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും, അതുപോലെ ഇത്തരം സൂചികളുടെ അടിസ്ഥാനത്തിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് തൃശ്ശൂരിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് ഈ പഠനത്തിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചർച്ചകളിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും ഇവിടുത്തെ നമ്മളുടെ എല്ലാ റിസോഴ്സ് പേഴ്സൺസും ഇതിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കും. ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മളുടെ LSTD ഡയറക്ടർ ശ്രീ രാജമാണിക്യം സാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാനിംഗ് ബോർഡിൽ നിന്നുള്ള ജിജു പി അലക്സ് സാറ് ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കിലയുടെ ഒരു നേതൃത്വവും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള പ്രപ്പോസൽസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീർച്ചയായിട്ടും സഹായമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ നിന്നുള്ളതായിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രിയും MLA-മാരും എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇത് TMA-യുടെ ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്തു എന്ന് ഞങ്ങൾ കരുതുന്നു. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഈ റിപ്പോർട്ട് ഇന്ന് ഗവൺമെന്റിന് സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ റിപ്പോർട്ട് ഞങ്ങൾ ഇന്നിപ്പോൾ വെലങ്ങൻകുന്നിന് വേണ്ടി ഉണ്ടാക്കിയതായിട്ടുള്ള മാസ്റ്റർ പ്ലാനിൽ ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി MLA പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ തൃശ്ശൂർ വിഷൻ 2047 ഇനിയും അങ്ങോട്ട് ഓരോ ബ്ലോക്കിനും വേണ്ടതായിട്ടുള്ള ഇതിലുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ബ്ലോക്കിൻ്റെയും ഒരു പ്ലാനുകൾ ഇതുപോലൊരു നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ലോങ് ടേം പ്ലാന് ഒരു വിഷൻ ഉണ്ടാക്കുകയും അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു വിഷനിലോട്ട് പോവുകയും ചെയ്താൽ അതിനെ ദീർഘകാല അടിസ്ഥാനത്തിൽ വെച്ചിട്ടുള്ളതായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് തൃശ്ശൂർ ജില്ലയ്ക്ക് ഇടയാവട്ടെ അതിനായിട്ട് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 450 പ്രൊഫഷണൽ മാനേജേഴ്സിൻ്റെ സേവനം ജില്ലയ്ക്ക് ലഭ്യമാണ്. പല മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചതായിട്ടുള്ള ആളുകൾ ദീർഘകാലം വിവിധ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകൾ നിരവധി പേരുണ്ട്. അവരൊക്കെ ഇന്ന് ജില്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ട് തയ്യാറാണ്. ഗവൺമെന്റും ബഹുമാനപ്പെട്ട മന്ത്രിയും MLA-മാരും ഒക്കെ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും TMA കിലയുമായിട്ട് ചേർന്ന് അത് ഫെസിലിറ്റേറ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആമുഖ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Paul sir. May I now request Dr. J. Alamon, Director General Kila, to address the gathering. Minister. May I now request Shri K. Radhakrishnan, Honorable Minister for Welfare of Scheduled Castes, Scheduled Tribes and Backward Classes and Devasams, to address the gathering. ബഹുമാനായ യോഗാധ്യക്ഷൻ, നമ്മുടെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ PK ഡേവിസ് മാസ്റ്റർ, അതുപോലെ തന്നെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച മാനേജ്മെന്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീ മനോജ് കുമാർ, ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ച മാനേജ്മെന്റ് അസോസിയേഷൻ്റെ ഭാരവാഹിയും ഇസാഫിൻ്റെ CEO ആയിട്ടുള്ള ശ്രീ പോൾ തോമസ്, മറ്റ് വേദിയിൽ സന്നിധരായിരിക്കുന്ന നമ്മുടെ കിലയുടെ ഡയറക്ടർ
ശ്രീ ഡോക്ടർ ജോയ് ഇളമൻ, അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന പ്ലാനിംഗ് ബോർഡ് മെമ്പർ ഡോക്ടർ ലിജു പി അലക്സ്, ഈ ചടങ്ങിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന LSDയുടെ ഡയറക്ടറും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പിൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ രാജമാണിക്യം IAS, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്ന വടക്കാഞ്ചേരിയുടെ ബഹുമാന്യ MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ മേഖലയിലുള്ള വിദഗ്ധരെ, മറ്റ് ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മറ്റ് പ്രിയപ്പെട്ട നേതാക്കളെ, നമ്മുടെ തൃശ്ശൂർ മാനേജ്മെൻറ്റ് അസോസിയേഷനും അതുപോലെ തന്നെ കിലയും ഇസാഫും അതുപോലെ തന്നെ മറ്റ് വിവിധ സംഘടനകളും ചേർന്നുകൊണ്ട് നമ്മുടെ തൃശ്ശൂരിൻ്റെ വികസന സാധ്യതകളെക്കുറിച്ചുള്ള പഠനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുക. ആദ്യമായി തന്നെ ഇത്തരമൊരു പരിപാടിക്ക് മുന്നോട്ട് വന്ന തൃശ്ശൂർ മാനേജ്മെൻറ്റ് അസോസിയേഷനെയും ഇസാഫിനെയും അതുപോലെ കിലയെയും മറ്റ് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ജില്ലയുടെ വികസന സാധ്യത എന്ന് പറയുന്നത് കേവലം ഒരു ജില്ലയുടെ വികസന കാര്യങ്ങൾ മാത്രമല്ല, അത് നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഓരോ ജില്ലയുടെയും വികസനം സാധ്യമാകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ടാകും. അത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. പ്ലാനിംഗ് ബോർഡിൻ്റെ മെമ്പർ ലിജി അടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ വികസനത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം, അധികാരവും സമ്പത്തും വികേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പം നേരത്തെ മുതൽ തന്നെ നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതിൻ്റെ ഫലമായിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള വികസനങ്ങൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ ലോക്കൽ ബോഡികളിലെ അധികാരവും സമ്പത്തും എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച നല്ലപോലെ നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അല്ലെങ്കിൽ ഡീസെൻട്രലൈസ് പ്ലാനിങ്ങിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 9ാം പഞ്ചവത്സര പദ്ധതിയോടുകൂടി തന്നെ വികസന രംഗത്തൊരു പൊളിച്ചെഴുത്ത് വേണം എന്ന് നമ്മൾ കണ്ടെത്തിയത്. ആ പൊളിച്ചെഴുത്ത് 25 വർഷം മുമ്പേ നമ്മൾ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാടിൻ്റെ വികസന പ്രക്രിയകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പം ആ ഒരു അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. 25 വർഷക്കാലത്തെ അനുഭവമുണ്ട്. അതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ വികസന മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ത്രിതല പഞ്ചായത്തുകൾ നടപ്പിലാക്കിയ പദ്ധതികൾ, അതുവഴി ഉണ്ടാക്കിയ നേട്ടങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ നാടിൻ്റെ വികസന പ്രക്രിയകൾ ഇനിയും മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട് നേരിടുന്ന വികസനപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്താണെന്ന് നല്ലപോലെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞതിൽ നിന്നും ഇനി നമുക്ക് പ്രായോഗികമായിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയണം എന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഫോട്ടോയിലൂടെ നമ്മുടെ ജില്ലയുടെ ഓരോ ബ്ലോക്കിൻ്റെയും സ്ഥിതിഗതികളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഓരോ ബ്ലോക്കിലെയും സാധ്യതകളെക്കുറിച്ചും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ആ സാധ്യതകളെ എങ്ങനെ ഫലപ്രദമായിട്ട് ത്രിതല പഞ്ചായത്തുമായിട്ട് യോജിച്ചുകൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും, അതിന് നമുക്കെന്ത് പദ്ധതിയാണ് തയ്യാറാക്കേണ്ടത്. ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ ഉണ്ട്. ആ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ എങ്ങനെ നമ്മുടെ ഈ വികസനം അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ പദ്ധതി രേഖയുമായി മുന്നോട്ട് പോകാൻ കഴിയും.
തീർച്ചയായിട്ടും അത്തരം ഒരു ചർച്ചയും തീരുമാനമാണ് ഇതുപോലുള്ള വേദികൾ ഉണ്ടാകേണ്ടത് എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള വലിയ സങ്കല്പമാണ് നമുക്കുള്ളത്. അപ്പം ആ സങ്കല്പത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഉള്ള മാർഗത്തെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഭോപ്പാലിലെ കുട്ടികളടക്കം വന്ന് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ റിപ്പോർട്ടുകളെല്ലാം നമുക്ക് എങ്ങനെ പ്രായോഗികമാക്കി നടപ്പിലാക്കാൻ കഴിയും. അതാണ് മാനേജ്മെന്റ് അസോസിയേഷനും കിലയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫും എല്ലാം ചേർന്ന് തയ്യാറാക്കേണ്ടത്, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് തയ്യാറാക്കേണ്ടത്. ഓരോ രംഗത്തും നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയും അത് നമുക്ക് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയും ഉണ്ടാകണം. പല പദ്ധതികളിലെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലതാമസം നേരിടുകയാണ്. ഇപ്പോൾ ഇവിടെ കാർഷിക മേഖലയിലാണെങ്കിലും വ്യവസായ മേഖലകളിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പല മേഖലകളിലാണെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും കാലതാമസങ്ങൾ ഉണ്ടാകുകയാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു പ്രശ്നമാണ്. കാലതാമസം എത്ര കണ്ട് ലഘൂകരിക്കാൻ കഴിയും, എത്ര പെട്ടെന്ന് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും, പക്ഷെ അത് നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. കാലതാമസമാണ് ഒരു പ്രധാനമായി നമ്മുടെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത്. അപ്പം ആ കാലതാമസങ്ങൾ മാറ്റി സമയബന്ധിതമായിട്ട് ഓരോ പദ്ധതിയും പൂർത്തീകരിക്കുന്നതിന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. പലപ്പോഴും ഒരു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമാകുമ്പോഴേക്കും വർഷങ്ങൾ നീണ്ടു നിൽക്കുകയാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ചും വ്യവസായങ്ങളുടെ ഒരു കാര്യത്തിൽ നമുക്കത് നല്ലപോലെ മനസ്സിലാക്കാൻ കഴിയും. അത് ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള നല്ല നടപടികൾ നമ്മുടെ ഗവൺമെൻറ് സ്വീകരിച്ചു. നമ്മുടെ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ സാധ്യതയില്ല എന്നുള്ള പ്രചാരവേലയൊക്കെ തന്നെ ഒരു കാലത്ത് ശക്തമായി വന്നിരുന്നു. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ആ സാധ്യത കുറവല്ല എന്നും അത് നല്ലപോലെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഇപ്പം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തെളിയിച്ചു. ഒട്ടേറെ സംരംഭകർ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. ഇൻവെസ്റ്റ് ചെയ്താൽ അത് നഷ്ടപ്പെടുമെന്നുള്ള ഒരു ചർച്ചയും നേരത്തെ നടന്നിരുന്നു. എന്നാൽ ഇൻവെസ്റ്റ്മെന്റിനും പറ്റിയ ഭൂമികയായിട്ട് കേരളം മാറുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ എല്ലാ സാധ്യതകളെയും പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യം. ഇവിടെ കണ്ടെത്തിയ കാര്യങ്ങളിൽ എവിടെയെങ്കിലും കുറവുണ്ടോ എന്ന് കൂടി ഒന്ന് പരിശോധിച്ച് പോകേണ്ട അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഇവിടെ കൃഷിയുണ്ട്, വ്യവസായമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം സാധ്യതകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നമ്മുടെ പരമ്പരാഗത വ്യവസായം കുറെ കൂടി ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. ഉദാഹരണം കളിമൺ വ്യവസായം, കളിമൺ പാത്ര നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതിന് കൂടുതൽ സാധ്യതയുള്ളൊരു മണ്ണാണ് തൃശ്ശൂർ ജില്ല. അപ്പോൾ കളിമൺ പാത്ര നിർമ്മാണം, കളിമൺ വ്യവസായം അത് പുരോഗതിയിലെത്തിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാർ തലത്തിൽ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിമൺ വ്യവസായത്തെയും കളിമൺ പാത്ര നിർമ്മാണ രംഗത്തെയും അതിൻ്റെ വിപണന രംഗത്തെയും നമുക്ക് മെച്ചപ്പെടുത്താൻ എന്താണ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മളെ ഈറ്റ, മുള ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ദിവസം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി നമ്മുടെ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 13ാം സ്ഥാനത്ത് A++ വാങ്ങിയ യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി മാറി. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ 44 ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നുകൊണ്ട് അവിടെ റിസർച്ചേഴ്സ് ഫെസ്റ്റ് നടത്തുകയുണ്ടായി. ഈ 19 മുതൽ 22 വരെ. അപ്പോൾ ഓരോ റിസർച്ച് വിങ്ങും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രദർശനവും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായി. അതിൽ അവിടുത്തെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയ ഒരു ബൃഹത്തായ പദ്ധതിയായിരുന്നു മണിത്തൂക്കി എന്ന് പറയുന്ന ട്രൈബൽ ഏരിയയിൽ. അവിടെ അവർ ആ ജനവിഭാഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അവർ നിർമ്മിച്ചിരുന്ന ഈറ്റ കൊണ്ടും മുള കൊണ്ടൊക്കെ നിർമ്മിച്ചിരുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. അത് അവർ ഏറ്റവും വൈവിധ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും അതിന് അവിടുത്തെ തൊഴിലാളികളെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ മണിത്തൂക്കി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ അതിനെ മോഡിഫൈ ചെയ്തു. അത് നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും പ്രയോജനകരമായി മാറും എന്നുള്ള കാര്യം തർക്കമല്ലാത്ത കാര്യം. എന്തുകൊണ്ടെന്നാൽ അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു. യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസിൽ ആദിവാസി ജനവിഭാഗങ്ങളാണ്. അത് വലിയ രീതിയിലാണ് അവിടെ വിറ്റഴിഞ്ഞത്.
ഒരു ദിവസം കൊണ്ട് തന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വിറ്റഴിയുന്ന സ്ഥിതി. അപ്പം അതിൻ്റെ വലിയ മാർക്കറ്റിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ്. അപ്പം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമ്പരാഗതമായ രീതിയിൽ ഉണ്ടാക്കിയിരുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് കുറച്ചും കൂടി മോഡേണൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല വിപണി കണ്ടെത്താനുണ്ട്. ഒരുപക്ഷെ അന്തർദേശീയ വിപണി തന്നെ നമുക്ക് കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ ഇവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഈ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകത എന്താണ്, അതുകൂടി നമ്മൾ നമ്മുടെ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രാദേശികമായിട്ടുള്ള നമ്മുടെ കരകൗശല വസ്തുക്കൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈറ്റ, പനമ്പ്, മുള ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതുപോലെ കൈതോല ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, വാഴനാര് ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, പാള ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതിനൊക്കെ ഒരുപക്ഷെ നമുക്ക് വലിയ സാധ്യത ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ എല്ലാം പിന്നെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റ് എല്ലാം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിന് ബദലായിട്ട് നമുക്ക് ഉയർത്തിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ ബദൽ എന്ത് എന്നുള്ളത് കണ്ടെത്തി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബദൽ കണ്ടെത്തുന്നതിൽ നമ്മുടെ കേരളം മോഡലാണ്, ബദൽ കണ്ടെത്തുക. അപ്പോൾ ഓരോ കാര്യത്തിനും ബദൽ കണ്ടെത്താനുള്ള ഒരു അന്വേഷണം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും, അത് പഠിച്ചു വെച്ചാൽ പോരാ. അവിടെ ഞാൻ പിന്നെ റിസർച്ചേഴ്സ് കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതവിടെ ഷോക്കേഴ്സിലിരിക്കുകയാണ്. അങ്ങനെ ഷോക്കേഴ്സിൽ വെക്കേണ്ടതല്ല, അത് നമുക്ക് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നതായിട്ട് മാറും. എങ്കിൽ മാത്രമാണ് സമൂഹത്തിന് അതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. നമ്മൾ പഠിച്ച് ഇതെല്ലാം ഷെൽഫിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം നമ്മുടെ സമൂഹത്തിന് കിട്ടും. അപ്പം അത് പ്രായോഗികമാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഗവൺമെൻറ് തലത്തിൽ ഈ കാര്യങ്ങൾക്കെല്ലാം നല്ല പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ഇപ്പോൾ നിറയെ മനുഷ്യനെ എംപവർ ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കും. അപ്പോൾ ആ എംപവർമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഈ പദ്ധതികളെ അതിനോട് ലിങ്ക് ചെയ്യാൻ കഴിയും, ആ രീതിയിൽ നമ്മൾ എല്ലാ രംഗത്തും, ഇപ്പോൾ കൃഷിയുണ്ട്, വ്യവസായമുണ്ട്, ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, മറ്റ് പല മേഖലകളുണ്ട്, ടൂറിസം ഉണ്ട്, അങ്ങനെ പല പല മേഖലയുണ്ട്. അതിനെയൊക്കെ അതിൻ്റെ സാധ്യതകളെ നല്ലപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ടൂറിസം ആൻഡ് മാപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് പിലിഗ്രിം ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള ഒരു ജില്ല കൂടിയാണ് നമ്മുടെ ജില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. ഏറ്റവും കൂടുതൽ പിലിഗ്രിം ടൂറിസത്തിൻ്റെ സാധ്യതയുണ്ട് നമുക്ക്. അത് വേണ്ടത്ര നമ്മുടെ ഈ റിപ്പോർട്ടിൽ കണ്ടില്ല എന്നാണ് തോന്നുന്നത്, പിലിഗ്രിം ടൂറിസത്തിൻ്റെ. അപ്പോൾ ആ പിലിഗ്രിം ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടൽ കൂടി നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ അതും വലിയൊരു മുതൽക്കൂട്ടായി മാറും. പിലിഗ്രിം ടൂറിസത്തിന് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഫണ്ട് മാത്രമല്ല, സെൻട്രൽ ഫണ്ട് കൂടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെയുള്ള സാധ്യതകളെ മുഴുവൻ മൈന്യൂട്ടായിട്ട് ഓരോ പ്രദേശത്തിൻ്റെയും സാധ്യതകൾ കണ്ടെത്താനും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനും നമുക്ക് കഴിയേണ്ടത്. അതിനുവേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും ത്രിതല പഞ്ചായത്തുകൾ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, വിവിധ ഏജൻസികൾ എല്ലാം ചേർന്നുകൊണ്ട് എങ്ങനെ നമുക്ക് സമയബന്ധിതമായി നമ്മുടെ ജില്ലയെ എല്ലാ അർത്ഥത്തിലും വികസിത മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു അന്വേഷണവും കണ്ടെത്തലും, അത് കണ്ടെത്തിയാൽ പോരാ, അത് നടപ്പിലാക്കുകയും ചെയ്യണം. അത് നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ് തലത്തിൽ സാധ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും നടത്തും എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ പദ്ധതി തയ്യാറാക്കുമ്പോൾ ഇവിടെ കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി അവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയണം. പദ്ധതി ആസൂത്രണം ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ പഞ്ചായത്തിൻ്റെയും സാധ്യതകൾ ഇവിടെ കണ്ടെത്തിയതും അവർ കണ്ടെത്തിയതുമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ ഏതാണോ അത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണമെങ്കിൽ പദ്ധതി ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ പദ്ധതികളിൽ കുറച്ച് കൂട്ടിച്ചേർക്കൽ കൂടി നടത്താൻ വേണ്ടി കഴിഞ്ഞാൽ അതും നല്ലതായി. പിന്നെ മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് മാലിന്യം നമ്മുടെ നാട്ടിൽ കുമിഞ്ഞുകൂടുകയാണ്. മാലിന്യം കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന നമ്മൾ അത് ആ ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ്, അതിൻ്റെ അപ്പുറത്ത് വേണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, നമുക്കതിൽ നല്ല കാഴ്ചപ്പാടുണ്ടാകും. അപ്പം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും, ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്നതിന്, ജൈവ മാലിന്യം സംസ്കരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിന്യങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഡംപ് ചെയ്യാൻ കൊണ്ടുചെല്ലുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലത്തിൽ വരവൂര്, അവിടെ കോഴി വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് വളമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ തീറ്റയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ആദ്യഘട്ടത്തിൽ എല്ലാവരും അംഗീകരിച്ചു. പക്ഷേ അവിടേക്ക് ഇപ്പോൾ ആ പ്രോജക്റ്റുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ പ്രതിഷേധമാണ്. ആ പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ആളുകളല്ല, നമ്മുടെ സ്റ്റേറ്റിലെ മുഴുവൻ ആളുകളും അങ്ങോട്ട് എത്തുകയാണ്.
അത് തന്നെ ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും അതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. ഇപ്പം ഞാനിതിങ്ങനെ പ്രസംഗിക്കുന്നു കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അവിടെ ഇപ്പോൾ വരവൂർക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ പ്രശ്നം ഉണ്ടാക്കും. ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ വേസ്റ്റ് എങ്ങനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് പല ചിന്തകളും ഉണ്ട്. വേസ്റ്റ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചെല്ലുമ്പോൾ അവരൊരു എതിർപ്പുണ്ടാവും. അപ്പോൾ ഉറവിടത്തിൽ തന്നെ പരമാവധി മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും അത് ആ പ്രദേശത്ത് തന്നെയാണ് അത് സംസ്കരിക്കേണ്ടുള്ള ബോധത്തിലേക്കും നമുക്ക് സമൂഹത്തെ എത്തിക്കാൻ കഴിയണം. ഇപ്പൊ ചില ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു വ്യവസായമാണ്. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടേയിരിക്കുക സമയത്ത് അത് കുറഞ്ഞു വന്നതാണ്, വീണ്ടും വരികയാണ്. അപ്പം അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളുടെ പുറകെ പോയതുകൊണ്ട് നമ്മുടെ നാടിന് വലിയ നേട്ടമില്ല എന്നുള്ളത് തിരിച്ചറിയണം. അതുകൂടിയുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലപാടിലേക്കും പോകുന്നുണ്ട് വലിയ രീതിയിൽ, അല്ലേ? അതൊരു മാലിന്യമാണ്, അടിഞ്ഞുകൂടുകയാണ് നമ്മുടെ മനസ്സിൽ. ഇപ്പോൾ ഒരു തൊപ്പി എന്ന് പറഞ്ഞൊരുത്തനെ അറസ്റ്റ് ചെയ്തല്ലോ. എന്തെല്ലാം വൃത്തികേട് പറയുകയും ചെയ്യാണ്. അങ്ങനെ വൃത്തികേട് പറയുകയും ചെയ്യുന്ന ആളുകളെ അംഗീകരിക്കുന്ന സമൂഹമായിട്ട് കേരളീയ സമൂഹം മാറുക. നമ്മൾ പ്രബുദ്ധരാണെന്ന് പറയുകയും ചെയ്യുക, എല്ലാ വൃത്തികേടുകളും ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് നമ്മളവിടെ കാണുകയാണ്, അല്ലേ? ചെറുപ്പക്കാരെ 2-3 മണിക്കൂർ ബ്ലോക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് ഈ വൃത്തികേട് ചെയ്ത ആളുകൾക്ക് കൂട്ടാൻ കഴിയുന്നു എന്നുള്ള പ്രത്യേകത കൂടി നമ്മൾ കാണണം. ഇതൊക്കെ നമ്മുടെ വികസനത്തിന് തടസ്സമായി വരുന്ന ഘടകങ്ങളാണെന്ന് കണ്ടുപോകണം. അപ്പം ആ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന ഓരോ ഘടകങ്ങളും എങ്ങനെ ഇല്ലാതാക്കാം, ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടൽ കൂടി നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം. അപ്പം മാലിന്യമുക്തമാക്കുക എന്നുള്ള സന്ദേശം നല്ലതാണ്. അങ്ങനെ ആ സന്ദേശം നമ്മൾ ഉയർത്തുന്നതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും മനസ്സിൽ അടിഞ്ഞുകൂടിയ മാലിന്യം കൂടി മാറ്റിയെങ്കിൽ മാത്രമാണ് ശരിയായ വികസനം സാധ്യമാവുക എന്നുള്ളത് നാം തിരിച്ചറിയണം. ഓരോരുത്തരുടെയും മനസ്സിൽ അടിഞ്ഞുകൂടിയ മാലിന്യം ഉണ്ടോ, അത് മാറ്റാതെ സമൂഹത്തിലെ മാലിന്യമൊന്നും മാറ്റാൻ പറ്റില്ല. ചില ആളുകളുടെ മനസ്സ് മാലിന്യം നിറച്ചു വെച്ചിട്ട് സമൂഹത്തിന്റെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. അതിങ്ങനെ കുത്തി നിറച്ചു വെച്ചിരിക്കുക. ഒരു സിനിമയിൽ ഞാനൊരു കാര്യം കണ്ടു. അതായത് ഒരു ഫ്ലാറ്റിലെ സെക്രട്ടറിയാണ്. അപ്പോൾ മാലിന്യം അവിടെ ശേഖരിക്കുന്നതിനെ കുറിച്ചും അത് ഡിസ്പോസ് ചെയ്യുന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കും. അവസാനം അദ്ദേഹത്തിന്റെ മാലിന്യങ്ങളെല്ലാം കൂടി ഒരു സഞ്ചിയിൽ നിറച്ച് വെച്ച് എന്നിട്ട് കാറിൽ കയറി പതുക്കെ ഇങ്ങനെ പോയി റോഡിൽ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ അറിയാത്ത പോലെ ഈ മാലിന്യം റോഡിലേക്ക് തട്ടും. അങ്ങനെ തട്ടിയ മാലിന്യം ഒരു കെട്ടാണ്, ഒരു വലിയ ചാക്കാണ്. അപ്പൊ തൊട്ട് പുറകിൽ വരുന്ന ആള് ആ ചാക്കെടുത്ത് ഇയാളുടെ ഫ്ലാറ്റിൽ തന്നെ പോയി ബെല്ലടിച്ച് പിന്നെ ഈ സാധനം കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ സൂക്ഷിക്കണം, ഇങ്ങനെ കളഞ്ഞു പോകേണ്ട സാധനമല്ല, ഇത് നിങ്ങൾ സൂക്ഷിക്കാതെ സാധനങ്ങളൊക്കെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നത് ശരിയാണോ? അങ്ങനെ ഈ ഉടമയ്ക്ക് തന്നെ അങ്ങ് കൊടുത്തു. ഈ മാലിന്യം കൊണ്ട് കളഞ്ഞ ആളുടെ വീട്ടിൽ തന്നെ ഈ മാലിന്യം എത്തിച്ചു. അതിലൊരു സന്ദേശമുണ്ട്. ഈ മാലിന്യം ഉൽപ്പാദിപ്പിച്ച ആളുടെ ചുമതലയും ഉത്തരവാദിത്തമാണ് ഈ മാലിന്യം സംസ്കരിക്കേണ്ടതെന്നുള്ള ഒരു സന്ദേശം അതിലുണ്ട്. ആ രീതിയിലുള്ള ഇടപെടൽ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതാണ്. കേവലം ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാതെ ചെയ്യുക മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യന്റെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഇടപെടൽ കൂടി നമുക്ക് നടത്തിയെങ്കിൽ മാത്രമാണ് ശരിയായ വികസനം ആർക്ക് എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്യാം. വികസനത്തിന്റെ നേട്ടം എങ്ങനെ പോകണം, ആ വികസനത്തിന്റെ നേട്ടം നമ്മുടെ സമൂഹത്തിന് മുഴുവൻ ആളുകൾക്കും ലഭ്യമാകാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളുടെ ഗുണം നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും ലഭ്യമാക്കാൻ കഴിയും. അതിന് തീർച്ചയായിട്ടും നമ്മുടെ മാനേജ്മെന്റ് അസോസിയേഷൻ, ഇവിടെ നമ്മുടെ ഇസാഫിന്റെ CEO പറഞ്ഞു, പിന്നെ മാനേജ്മെന്റ് അസോസിയേഷനിൽ 400-ലധികം വിവിധ മേഖലയിൽ നിന്നും പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളുണ്ട്. അവരുടെ സേവനം ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞു. അവരുടെ സേവനം നല്ലപോലെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അവരുടെ സേവനം മാത്രമല്ല, ഇനിയും ഇതുമായിട്ട് സഹകരിക്കാൻ കഴിയുന്ന വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളെ എല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ നല്ല സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിട്ട് കൂടി വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അങ്ങനെയും വേണം. വികസനം വരുമ്പോൾ ആ വികസനത്തിന്റെ നേട്ടം എങ്ങനെ നമ്മുടെ സമൂഹത്തിനാകെ ലഭ്യമാകണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട്, നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ തൃശ്ശൂർ ജില്ല അത് വളർച്ചയുടെ വികാസത്തിന്റെ ഒരു ജില്ല കൂടിയായി മാറണം. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും ഗവൺമെന്റ് ഭാഗത്തുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി വമ്പിച്ച വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ പ്രാഥമിക ആലോചന യോഗം അത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് എൻ്റെ സംഘാടകരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രിക്കും മറ്റു വിശിഷ്ട വ്യക്തികൾക്കും വിഷൻ 2047 ഡോക്യുമെന്റ് കൈമാറുന്നതിനായി ശ്രീ പോൾ തോമസ് സാറിനെയും ഡോക്ടർ ജോയ് സാറിനെയും ഡോക്ടർ അഷ്ഫാഖ് ആലം സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. തൃശൂർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഡേവിസ് മാഷിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാന്യനായ ഉദ്ഘാടകൻ മന്ത്രി കെ രാധാകൃഷ്ണൻ, ഇവിടെ MLA-യും വേദിയിലെ ഏറ്റവും ബഹുമാന്യരെ, മന്ത്രി ഇപ്പോൾ പോകുന്ന വരവൂരെ പരിപാടിയിലും ഞാൻ അധ്യക്ഷനാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സംസാരത്തിലേക്ക് കൂടുതൽ കടക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത് ഏറ്റവും ശരിയായ ഒരു ചുവടുവെപ്പാണ്. തൃശ്ശൂരിൻ്റെ ഭാവി വികസനത്തെ സംബന്ധിച്ച ഒരു ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് ഇത് എന്ന് കാണുമ്പോൾ നന്നായി നമുക്ക് വിലയിരുത്താൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. അതിന് മുൻകൈയെടുത്ത എല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട പേപ്പറിൽ ഇതിൻ്റെ ചില ഹെഡിങ്സ് ഉണ്ട്. വികസനത്തെ സംബന്ധിച്ച് ഡീറ്റെയിലായ റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക് കടന്ന് പോകുമ്പോൾ സമഗ്രതല സ്പർശിയായ 2047 തൃശ്ശൂർ എങ്ങനെയാവണം എന്നത് സംബന്ധിച്ച ഒരു സമഗ്രതല കാഴ്ചപ്പാട് ഇതിൻ്റെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഒരു പ്രസംഗത്തിൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പറ്റി ഡോക്ടർ തോമസ് ഐസക് നടത്തിയൊരു വിശേഷണം ഇതൊരു ഗ്രാഗര വ്യവസ്ഥയാണ് എന്നാണ്. ഗ്രാമമേത് നഗരമേത് എന്ന് തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഗ്രാഗര സമ്പദ് വ്യവസ്ഥയാണ് കേരളത്തിന് പൊതുവിലുള്ളത്. തൃശ്ശൂരിനും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നതല്ല. ഇവിടെ സർക്കുലേറ്റ് ചെയ്ത രേഖ ഉള്ളടക്കം വിശദമായി പരിശോധിക്കുമ്പോൾ സമഗ്രമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ചില കാര്യങ്ങൾ വേണ്ടത്ര ഗൗരവത്തോടു കൂടി ഇതിൻ്റെ അകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്ന് ഒരു സംശയം ഞാൻ ഉന്നയിക്കുകയാണ്. ഉണ്ടെങ്കിൽ ഞാനത് ഇപ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, അതിൻ്റെ ഭാഗമായി തൃശ്ശൂരിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രവാസികളും വിദേശ പണത്തിൻ്റെ സ്വാധീനം അത് ഇതിൻ്റെ അകത്ത് അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പിന്നെ ഞാൻ സംശയം ഉന്നയിക്കുകയാണ്. ആ ഒരു ഭാഗം തീർച്ചയായിട്ടും നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്.
ഉണ്ടാകുന്ന വികസന നേട്ടങ്ങളെപ്പറ്റി നമ്മൾ അഭിമാനം കൊള്ളുന്ന സന്ദർഭത്തിൽ തന്നെയും തൃശ്ശൂർ ജില്ലയുടെ പിന്നിലയിലുള്ള പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി മേഖലകളുടെ ആ അവസ്ഥ, ആ മേഖലകൾ ഇതിൻ്റെ അകത്ത് അഡ്രസ്സ് പെട്ടിട്ടുണ്ടോ? അത് ഇല്ലെങ്കിൽ അതുകൂടി വേണം എന്നൊരു അഭിപ്രായമാണ് ഞാൻ കൂട്ടിച്ചേർത്ത് പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടു. മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്റ്റ്, ഇത് സൃഷ്ടിക്കുന്ന, ഇതിനി ഗുരുതരമായും ഗൗരവതരമായും വ്യാപിക്കാനാണ് പോകുന്നത്. നമ്മുടെ വികസനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പാലവും റോഡും തോടും വീടും മാത്രമല്ല, അതിനപ്പുറവും ഉണ്ടല്ലോ. മാറി വരുന്ന മനുഷ്യൻ്റെ ടേസ്റ്റ്, ആ ടേസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾക്ക് അതിവേഗത കൂടുകയാണ്. സൂപ്പർസോണിക് വേഗതയിലാണ് ടേസ്റ്റുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഈ മാറ്റങ്ങൾ നമുക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിയില്ല, പക്ഷെ അങ്ങനെ ടേസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നത് കാണേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാം കേരളീയൻ്റെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പം, 5 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ 45 ലക്ഷം രൂപ കടം വാങ്ങി 50 ലക്ഷത്തിൻ്റെ വീട് വയ്ക്കണം എന്ന ഒരു മനോഭാവം മനസ്സിൽ വലിയ തോതിൽ സൂക്ഷിക്കുന്നവരാണ് കേരളത്തിൽ. ഇസങ്ങൾക്കപ്പുറത്തുള്ള കേരളീയ മനുഷ്യന്റെ പൊതു സ്വഭാവം അങ്ങനെയാണ്. ഈ ഒരു സ്വഭാവം, ആ ഒരു രീതി, അതിനെ നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു കൊച്ചനുഭവം പറഞ്ഞാൽ, ഞാൻ ഒരു ചെറിയ വീട്ടിൽ താമസിക്കണം എന്ന് ശരിക്കും ആഗ്രഹിക്കുകയും കുറേ അധികം കാലം അങ്ങനെയൊക്കെ താമസിച്ച ഒരാളാണ്. എനിക്ക് 2 മക്കൾ ഉണ്ടായി. ഒരാൾക്ക് ഒരു ജോലി വന്നു, കുറച്ച് വരുമാനമൊക്കെ വന്നപ്പോൾ ഭാര്യ, മക്കൾ, പിന്നെ അവരുടെ സങ്കല്പമായി. ഞാൻ ചോദിച്ചു, ചെറിയ വീട് പോരെ നമുക്ക്? അല്ല, അത്ര ചെടി, അപ്പം ഭാവിയിൽ 2047 മനസ്സിൽ വച്ചിട്ടാവാം, അത്ര ചെറിയ വീട് പോരാ. അങ്ങനെയാണ് ഒരു 1500, 1600 ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ ഈ ഒരു ഭാഗം വേണ്ടത്ര അങ്ങോട്ട് സ്പർശിച്ചു പോകാറില്ല പലപ്പോഴും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള മട്ടിൽ ആ ഒരു ഭാഗം നമ്മൾ വിട്ടുപോവാണ് സാധാരണഗതിയിൽ. ഒരു ചർച്ച ആ രംഗത്ത് ഗൗരവതരമായി ഉയർന്നു വരേണ്ടതല്ലേ? ചില പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ആവശ്യമായ ചർച്ചകൾ ഉയർന്നു വരേണ്ടതുണ്ട്. ആ വിധത്തിൽ ഭൂപരിഷ്കരണത്തിനു വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത് ആ മാതിരി ഉള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണല്ലോ. ആ വിധത്തിൽ ഒരുപാട് നമ്മുടെ മാലിന്യ സംസ്കരണം, കുടിവെള്ളം അടക്കം ഉള്ള ധാരാളം കാര്യങ്ങൾ ഇതിൽ വന്നു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ മാതിരി അല്ലെങ്കിലും ഇതിന് കുറച്ചുകൂടി ഇതിൻ്റെ ഒരു മിനി പകർപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു വികസന രേഖ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി, തൃശ്ശൂർ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിലയുടെയൊക്കെ സഹായത്തോടു കൂടി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊടുത്തത്, അത് ഒരു രേഖയായി നമ്മുടെ മുമ്പിൽ ഉണ്ട്. അത് ഞാൻ കാണാൻ ഇടവന്നു, വായിക്കാൻ ഇടവന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ സാധ്യതയ്ക്കനുസരിച്ച് ഇത്തരത്തിലുള്ള ഒരു തൃശ്ശൂരിൻ്റെ ഒരു വികസന വിഷൻ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട്, ഒരു സ്റ്റെപ്പ് എടുത്ത എല്ലാവരും ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു നീക്കമാണ് ഇത് എന്ന് എൻ്റെ വിനയപൂർവമായ അഭിപ്രായം നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഇതിന് മുൻകൈയെടുത്ത, മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും
പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രി പങ്കെടുക്കേണ്ട ആ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തുടർന്ന് എന്നെ പോകാനായിട്ട് അനുവദിക്കണം എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വിഷൻ ഫോർ ഫ്യൂച്ചർ ഓഫ് തൃശ്ശൂർ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട MLA വടക്കാഞ്ചേരി MLA ശ്രീ ഷേവിയർ ചിറ്റലപ്പള്ളി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡേവിസ് മാസ്റ്റർ, നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ, വേദിയിലുള്ള മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ പോൾ തോമസ്, നമ്മുടെ പ്ലാനിംഗ് ബോർഡ് അംഗം ജിജു അലക്സ്, രാജമാണിക്യം IAS, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കില ഡയറക്ടർ ജോയ് ഇളമൻ, നേരത്തെ സ്വാഗതം പറഞ്ഞ മനോജ് കുമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭാരവാഹികളെ, മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രവർത്തകരെ, നേരത്തെ മന്ത്രിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ചില നിർദ്ദേശങ്ങൾ ഇവിടെ സമർപ്പിക്കുകയുണ്ടായി. മാനേജ്മെന്റ് അസോസിയേഷന്റെ ആദ്യത്തെ പ്രൊജക്റ്റ് വെലങ്ങൻ ടൂറിസം കേന്ദ്രത്തെ ഒരു മാസ്റ്റർ പ്ലാനിലൂടെ എങ്ങനെ അവതരിപ്പിക്കാം എന്നതായിരുന്നു. ഞങ്ങൾ കിലയിൽ തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് യോഗം നടത്തിയത്. ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ മിനിസ്റ്ററാണ് അത് ഗവൺമെന്റിന് വേണ്ടി ഏറ്റുവാങ്ങിയത്. അത് ടൂറിസം രംഗത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറുള്ളവരുടെ ഒരു മീറ്റ് ഗവൺമെന്റ് ഇതിൻ്റെ ഭാഗമായി വിളിച്ചു ചേർക്കുന്നതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് എന്നും, അത് പ്ലാൻ ഫണ്ട് ഇനത്തിൽ ലഭിക്കാവുന്ന തുക ലഭിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട നിലയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുകൂടി വെലങ്ങൻ ഉൾപ്പെട്ട പ്രദേശത്തെ MLA എന്ന രീതിയിൽ ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് മീറ്റിലും മാനേജ്മെന്റ് അസോസിയേഷന്റെ ആളുകളൊന്നും ഉണ്ടാകണം എന്ന നിർദ്ദേശം കൂടി വയ്ക്കുകയാണ്, തൃശ്ശൂർ കേന്ദ്രീകരിച്ച്. വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാനാണെങ്കിൽ ഞങ്ങൾ ഈ MLA സാധാരണ മണ്ഡലം ജില്ലാതലത്തിലുള്ള വികസനമൊക്കെ ചർച്ച ചെയ്യുമ്പോഴും പതുക്കെ മണ്ഡലത്തിലേക്ക് വരൂല. അപ്പൊ ഞാനിവിടെ ടൂറിസത്തിന്റെ 3 പ്രധാനപ്പെട്ട സർക്കിളുകൾ അടയാളപ്പെടുത്തിയതില് വടക്കാഞ്ചേരി മണ്ഡലം വരുന്ന സർക്കിള് സെൻട്രൽ സോണാണ്. സെൻട്രൽ സോണിൽ നോക്കിയപ്പോൾ വെലങ്ങൻ കാണാനില്ല. അപ്പൊ ഞാനത് പ്രിയപ്പെട്ട പോൾ തോമസ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ രാധാകൃഷ്ണൻ മിനിറ്റ് അതൊന്നും ശ്രദ്ധിച്ചിരുന്നു. അത് ശരി, സ്വന്തം മണ്ഡലമാണല്ലേ നോട്ടം എന്നാണ് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു അല്ലേ. അപ്പോ ഫാക്കൽറ്റി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാ തോന്നുന്നു. അത് പുതിയതായതുകൊണ്ട് അല്ല, നിലവിലുള്ളത് കൊണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. നിലവിലുള്ള വാഴാനി അതിൽ കാണാനും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇരിക്കട്ടെ, നമുക്ക് ഉൾപ്പെടുത്താം. പട്ടണത്തിന്റെ ഓക്സിജൻ കലവറയാണ്, നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ ടൂറിസം തന്നെ പറയാം. ടൂറിസം വലിയ സാധ്യതയാണ്. നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ അമ്പലങ്ങൾ, പള്ളികൾ, ഇപ്പോൾ ഗുരുവായൂർ അമ്പലം മാത്രമല്ലല്ലോ, ഒട്ടേറെ അമ്പലങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ 4 അമ്പല യാത്ര എന്ന് പറയുന്നത് ശ്രീരാമ ക്ഷേത്രങ്ങളിലൂടെ മാത്രമുള്ള സഞ്ചാരം ഈ ജില്ല കേന്ദ്രീകരിച്ചുള്ള സഞ്ചാരമാണ്. അർണോസ് പാതിരിയുടെ പള്ളിയും മേടയും നമ്മുടെ ജില്ലയ്ക്കകത്താണ്. കലാമണ്ഡലം വളരെ പ്രധാനപ്പെട്ടതാണ്. അതോട് കണക്ട് ചെയ്ത് ഞാൻ ഇതിനകത്ത് കണ്ടില്ല, നമ്മുടെ ജില്ലയിലെ ആയുർവേദ രംഗത്തുള്ള സാധ്യതകൾ. അത് ഈ വിദേശ ടൂറിസ്റ്റുകളെ നമുക്ക് ആകർഷിക്കാൻ ഉതകുന്ന രീതിയിലുള്ള സാധ്യതകൾ ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ കൊല്ലൂരായാലും ഷൊർണൂരിൻ്റെ തൊട്ടടുത്തുള്ള ചെറുതുരുത്തിയിലെ സംവിധാനങ്ങളായാലും
ഇതെല്ലാം ചേർന്നുള്ള ആയുർവേദ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ജില്ലയുടെ ഒരു പ്രത്യേകത ആരോഗ്യ സർവകലാശാല നമ്മുടെ ജില്ലയ്ക്കകത്താണ്. സ്വകാര്യ മെഡിക്കൽ കോളേജുകളും സർക്കാർ മെഡിക്കൽ കോളേജും കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ സാധ്യത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജില്ലയ്ക്കകത്ത് ഉണ്ട് എന്നത് നമ്മൾ കാണണം. മറ്റൊന്ന് വ്യവസായ രംഗമാണ്. ഞാൻ ഇവിടെ അഡ്രസ്സ് ചെയ്തില്ല എന്നെനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വ്യവസായ രംഗം നമുക്കറിയാം, ഒട്ടേറെ വ്യവസായ എസ്റ്റേറ്റുകൾ നമ്മുടെ ജില്ലയ്ക്കകത്തുണ്ട്. അതുപോലെ തന്നെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഗ്രാഫീൻ എന്ന പുതിയ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിസർച്ചിൽ കളമശ്ശേരിയിൽ അതിൻ്റെ ഇന്നോവേഷൻ സെൻറ്ററിനുമായി ബന്ധപ്പെട്ടുള്ള ആ റിസർച്ചിലാണ് നമ്മുടെ മുളകുന്നത്തുകാവ് പ്രവർത്തിക്കുന്ന സീമിറ്റ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിരവധിയായ കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സീമിറ്റിനെ അവർ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഉപകരണങ്ങൾ അത് പ്രൊഡക്റ്റായിട്ട് ഇറക്കുന്നതിന് സാഹചര്യം ഒരുക്കത്തക്ക രീതിയിലുള്ള സാധ്യതകളും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കോവിഡ് കാലത്ത് നമ്മുടെ ഈ ഓക്സിജൻ സിലിണ്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു നോബ്, അതിൻ്റെ പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി ലഭിക്കായിക വന്നു. അത് നമുക്കിവിടെ പിന്നെ നമ്മുടെ വ്യവസായ എസ്റ്റേറ്റും നമ്മുടെ SIFL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനവും കൂടി ചേർന്ന് നമുക്കത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വരും. അത്യാവശ്യത്തിന് SIFL പലപ്പോഴും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ്. ഫോർജിങ് കമ്പനി എന്ന രീതിയിൽ ചന്ദ്രയാൻ ദൗത്യത്തിലേക്കും വളരെ പ്രധാനപ്പെട്ട ISRO ദൗത്യങ്ങളിലേക്കും ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യവസായശാലയാണ്. വ്യവസായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒട്ടേറെ ഭൂമി അത് പൊതുമേഖലയിലുമുണ്ട്, അത് അല്ലാതെയുമുണ്ട്. അപ്പം അതിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ ഈ നോളേജ് എക്കണോമിയുമായി ബന്ധപ്പെടുത്താൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു പഠനവും ചേർത്ത് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന ഒരു നിർദ്ദേശമാണ് അത് സംബന്ധിച്ച് പിന്നെ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ടൂറിസം സാധ്യതകളും വ്യവസായ സാധ്യതയും, പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടുള്ള തരിശ് നിലങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്ന നിലയിലേക്ക് വളർന്നിട്ടുണ്ട്. നമ്മുടെ ജനകീയ ആസൂത്രണം മുഖ്യമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ വിഷൻ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷെ മിക്കവാറും ആ നിലങ്ങളിലേക്കാണ് എല്ലാ സംരംഭങ്ങളും ചെന്നെത്തുന്നത് എന്ന ഒരു പ്രയാസവും നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ കോൾപടവുകളുടെ അളവ് കുറയുന്നു എന്നൊരു പഠനത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് നിലനിർത്തണം. അപ്പോൾ അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ വലിയ സാധ്യതകൾ അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയെടുക്കണം. ഈ കോൾ എന്ന പേര് തന്നെ ഉണ്ടാകുന്നത് കിട്ടിയ ഒരു കോള് പോയല്ല പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ, സമുദ്രനിരപ്പിൻ്റെ താഴെയാണ് കിടക്കുന്നത്, വെള്ളം വന്ന് പോകാൻ ഇടയുള്ള ഒന്നാണ് കൃഷി. അപ്പോൾ ഒറ്റപ്പൂലാണ്. അപ്പോൾ ഒറ്റപ്പൂല് കഴിഞ്ഞാൽ പിന്നെ ഇത് കെടുക്കുകയാണ് വെറുതെ. ഇത്രയും സ്ഥലം അവിടെ കെടുക്കുകയാണ്. അപ്പോൾ ആ നെൽകൃഷിയെ നിലനിർത്തിക്കൊണ്ട് അതിനെ എന്തെല്ലാം നിലയിൽ പ്രയോജനപ്പെടുത്താം. ഇപ്പൊ പ്രത്യേകിച്ച് RT റെസ്പോൺസിബിൾ ടൂറിസത്തിന് വേണ്ടിയുള്ള വലിയ സാധ്യത ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപപ്പെടുത്താവുന്നതാണ്. നേരത്തെ മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ നിലവിലുള്ള പിന്നെ സംവിധാനങ്ങൾ, ഇപ്പോൾ ഓലമടയൽ മുതൽക്കുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പിന്നെ നാരിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നൊക്കെ തന്നെ മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അപ്പൊ ഈ കോൾ ലാൻഡിനെ ഇപ്പം ഞങ്ങൾ ഒരു പൈതൃക അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ടൂറിസം സാധ്യതകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇപ്പോൾ ഒരുപാട് സെൽഫി പോയിന്റ് ഉണ്ട്. അപ്പോൾ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്, അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ചക്രത്തിൽ വെള്ളം തേവുന്നതിന് ആവശ്യമായ ഒരു സൗകര്യം ഉണ്ടാക്കുന്നു എന്നിരിക്കട്ടെ. നമുക്കറിയാം ഈ ബണ്ടുകളിലൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വലിയ വാഹനം കഴിയില്ല, ഓട്ടോറിക്ഷയാണ് പറ്റുക. അപ്പോൾ ഒരു ഫേബരി വന്നാൽ വിശാലമായ ഏകദേശം നമ്മുടെ ഭൂമിയുടെ 17% ഇതിനകത്ത് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കോൾലാൻഡാണ്. ഈ ബണ്ടുകളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സാധ്യതകൾ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും. ഇപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഒരുപാട് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കുമ്പോൾ ഷാപ്പിലെ കറി കഴിക്കാനാണ് വരുന്നത്. ഷാപ്പിലെ കറി, ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാ. അപ്പോൾ നമ്മുടെ നിലവിലുള്ള
ഇത്തരം സാധ്യതകളെ വികസിപ്പിച്ചെടുക്കാൻ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ ടൂറിസവുമായി അത് നമ്മൾ ബന്ധപ്പെടുത്തിയാൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റൊരു സംഗതി എന്താ വെച്ചാൽ നമ്മുടെ പിന്നെ വനം ഇപ്പോ വന്യജീവി മനുഷ്യ സംഘർഷം അല്ലേ, അത് ശക്തിപ്പെടുകയാണ്. ഇപ്പൊ ആനയൊക്കെ ആണെങ്കിൽ വളരെ സർവ്വസാധാരണമായി സഞ്ചരിക്കുന്ന നിലയാണ്. ഇപ്പോൾ അകമല ശാസ്താവ് റോട്ടിലെ നമ്മളിവിടുന്ന് ഷൊർണൂർ കൊടുങ്ങൽ പാതയിൽ ആ റോട്ടിൽ ആന വന്നു കഴിഞ്ഞു പറഞ്ഞ ആന, അപ്പൊ അത് ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെ ഈ സംഘർഷം അപ്പുറത്താണെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ട്. ഇപ്പൊ നമ്മുടെ പിന്നെ കുതിരാൻ തുരങ്കപാത ഉണ്ടായോടുകൂടിയാണ് ആനയുടെ താര ഇപ്പുറത്തേക്ക് കടന്നത്. ഇപ്പൊ വടക്കാഞ്ചേരി ചേലക്കര മണ്ഡലങ്ങളിലൂടെയൊക്കെ ആന സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 75 കൊല്ലത്തിന് ശേഷം ആദ്യമാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി നമ്മൾ കാണണം. അപ്പൊ അത് പിന്നെ തീപിടുത്തം മാത്രമല്ല, അല്ലെങ്കിൽ വനം കത്തുക മാത്രമല്ല, ഈ സംഘർഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതുമായി ചുറ്റപ്പെട്ട് വരുന്ന എല്ലാ സാധ്യതകളും എങ്ങനെ നമുക്ക് ഈ 100 വർഷം സ്വാതന്ത്ര്യത്തിൻ്റെ 100 വർഷം എന്നിടത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ സാധ്യതകൾ ഏതെല്ലാം നിലയിൽ നമ്മളെ ബാധിക്കും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പിന്നെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഭവനരഹിതരും ഭൂരഹിതരുമായ ഒട്ടേറെ പേരുണ്ട്. നമ്മുടെ പഠനത്തിൽ അത് ഉൾപ്പെടുത്തണം. ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കാൻ നിലവിലുള്ള നിയമസാധ്യതകൾ വെച്ച് തന്നെ നമ്മുടെ ജില്ലയ്ക്കകത്തുള്ള മിച്ചഭൂമി സംവിധാനങ്ങൾ ഇന്ന് വ്യത്യസ്ത നിലയിലുള്ള പിന്നെ നിയമ അല്ലെങ്കിൽ കേസും മറ്റു സംവിധാനങ്ങളുമായി തടസ്സപ്പെട്ട് കിടക്കുന്നത് ഒരു പഠനം നടത്തിയാൽ മാത്രം നമുക്ക് ഇന്നുള്ള എല്ലാവർക്കും ഭൂമി കൊടുക്കാൻ വേണ്ടി കഴിയും. എനിക്ക് അറിയുന്നൊരു സംഭവമാണ് വടക്കാഞ്ചേരിയിലെ വടക്കേക്കളം പ്ലാന്റേഷൻ. ഇന്നിപ്പോൾ മിനിസ്റ്ററുടെ ഡിസ്കഷനിൽ അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ LSGD പിന്നെ സെക്രട്ടറി ഷാജുമണി അദ്ദേഹം, ഞാൻ പെട്ടെന്ന് വിട്ടുപോയി, അദ്ദേഹം കൂടി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മൾ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും ഭൂമി കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള സാധ്യതയ്ക്ക് ഭൂമി അന്വേഷിക്കുമ്പോൾ 600 പേർക്ക് പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. 600 പേർക്ക്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇപ്പോൾ ഉദ്ഘാടനം കഴിച്ച മിനിസ്റ്ററാണ് ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന സമരത്തിന് നേതൃത്വം നൽകിയത്. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. 2013 ഒരു സ്റ്റേ മേടിച്ചു. ആ സ്റ്റേ നാളിതുവരെയായി നീക്കാൻ നമുക്കായിട്ടുണ്ട്. പ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. 600 പേർക്ക് ഭൂമി കൊടുക്കാൻ. വടക്കാഞ്ചേരി ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഭൂമി. അങ്ങനെയുള്ള മിച്ചഭൂമി കണ്ടെത്തി ഏറ്റെടുക്കപ്പെട്ടത് നിയമ തടസ്സങ്ങളെ തീർത്താൽ തന്നെ നേരത്തെ പറഞ്ഞ ഈ 12% പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സാധ്യതകൾ എന്ത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നന്നായി ആലോചിക്കാൻ കഴിയുന്നതാണ്. ഞാൻ വ്യവസായ രംഗം പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു കാര്യം നമ്മുടെ ആഭരണ വ്യവസായത്തെ സംബന്ധിച്ചും സ്വർണത്തെ സംബന്ധിച്ചും പറഞ്ഞു. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഡയമണ്ട് ഉൾപ്പെടെയുള്ള ഇപ്പോ എല്ലാ ജ്വല്ലറികളിലും സ്വർണ്ണ അല്ലാത്ത ആഭരണത്തിന്റെ ഒരു പ്രത്യേക കൗണ്ടർ ആരംഭിക്കുന്ന ഒരു വലിയ ട്രെൻഡ് നടക്കുക. തൃശ്ശൂരും മോശമൊന്നല്ല. തൃശ്ശൂര് ഒരുപക്ഷെ കേരളത്തിലെ വൈരക്കൽ വ്യവസായത്തിന്റെ ഒരു ഈറ്റില്ലായിരുന്നു, ഒരു കേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് കൈപ്പറമ്പ്, അടാട്ട്, തോളൂര്, അവണൂർ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നേരത്തെ കൈകൊണ്ട് ഉരച്ച് ഈ പിന്നെ വൈരക്കല്ല് വ്യവസായം വളരെ ശക്തമായിരുന്നു. ഇന്നത് അങ്ങനെ തുടരുന്നത് ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ യന്ത്രവൽകൃത സംവിധാനങ്ങളായി. യഥാർത്ഥത്തിൽ ആ വൈരക്കൽ വ്യവസായത്തിന്റെ ഒരു സാധ്യത കൂടി നേരത്തെ പറഞ്ഞ സ്വർണത്തോടൊപ്പം തന്നെ കടപിടിക്കാവുന്ന ഒന്നായി അത് വളർന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് ആ നിലയിൽ പിന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നാണ് അത് സംബന്ധിച്ച് പിന്നെ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് പിന്നെ ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റ് നോളജ് എക്കണോമിയുടെ ഭാഗമായ ഒട്ടേറെ പ്രവർത്തികൾ നടത്തി വരുന്നുണ്ട്. നമ്മളത് ഒന്ന് കണക്ട് ചെയ്യണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കെ ഫോൺ പദ്ധതിയുടെ ഭാഗമായിട്ട് പിന്നെ വളരെ പാവപ്പെട്ട ആളുകൾക്കും അത്യാവശ്യം സബ്സിഡിയും സൗജന്യവുമായി ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പുവരുത്തുന്ന ഒരു പ്രോഗ്രാം ഗവൺമെന്റ് മുതൽ മുടക്കിക്കൊണ്ട് തന്നെ നിർവഹിക്കുക. അപ്പൊ അത് ഒരു വലിയ സാധ്യതയാണ്. മറ്റൊന്ന് കേരളം ചർച്ച ചെയ്യുന്ന കേരയിൽ തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ യാത്രാ സൗകര്യങ്ങളെ ശക്തിപ്പെടുത്താൻ അതിൻ്റെ സാധ്യത നമ്മളത്
അഡ്രസ് ചെയ്യാതെ പോകരുത്. അത് യാത്രയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട, നേരത്തെ പറഞ്ഞ ഒന്നും തകർക്കാതെ അല്ലെ, നമ്മുടെ വൈവിധ്യങ്ങളെയും സംവിധാനങ്ങളെയും ഒന്നും തകർക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഏകദേശം 81 കിലോമീറ്റർ ദൂരം അല്ലെ നമ്മുടെ എന്തുണ്ട് തീരദേശമുണ്ട്. ആ 81 കിലോമീറ്റർ ദൂരവും അതിനപ്പുറത്തേക്കുമുള്ള പിന്നെ വളരെ പ്രധാനപ്പെട്ട NH-66 പ്രവൃത്തി അല്ലെ 6 മീറ്റർ സംവിധാനത്തിൽ അല്ലെങ്കിൽ 6 വരി പാതയായി നടക്കുകയാണ്. അപ്പൊ ആ 6 വരി പാതയാണ് ഇനി നമ്മുടെ കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട യാത്ര. ആ 6 വരി പാതയും തൃശ്ശൂർ ജില്ലയുടെ വളരെ പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രവും ഈ സംവിധാനവുമായി എങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയും, അതിന്റെ സാധ്യത വളരെ സജീവമായി ഇനി എടുക്കണം. ഇനി യാത്രയുടെ ദിശ മാറാൻ പോവുകയാണ്. എല്ലാവരും തൃശ്ശൂർ റൗണ്ടിൽ വന്ന് ഇനി പൊക്കോളന്നില്ല. ഞാൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, എല്ലാവരും മണ്ണുത്തി കൂടെ പൊക്കോളന്ന്. ഞാനാണെങ്കിൽ ഇപ്പൊ മണ്ണുത്തി കണക്ട് ചെയ്ത് വടക്കാഞ്ചേരിക്ക് പീച്ചി പിന്നെ വാളാനി കോറിഡോറിന്റെ മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഏകദേശം 59 കോടി രൂപയുടെ വർക്കാണ് ഇപ്പൊ വരാൻ വേണ്ടി പോകുന്നത്. രാജ്യ മിനിസ്റ്ററുടെ മണ്ഡലം എന്റെ മണ്ഡലം ചേർന്ന്. ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്. അപ്പൊ ആ യാത്രാ സൗകര്യം പോലെ തന്നെ ഇപ്പൊ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന വികസനം നമ്മുടെ ജില്ലയുടെ പ്രത്യേകിച്ചുള്ള വികസനത്തിന്റെ സാധ്യതയെ കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായും കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടണം എന്ന ഒരു ആവശ്യം, ഒരു സ്വപ്നമൊന്നല്ല, വയ്ക്കാവുന്ന ഒന്നാണ് എന്ന നിലയിൽ തന്നെ നമുക്ക് എടുക്കാവുന്ന ഒന്നാണ് എന്ന ഒരു സംഗതിയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ സയൻസ് പാർക്കുകൾ ഗവൺമെന്റ് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തേത് കേരളത്തിൽ ആരംഭിക്കുകയും 7 എണ്ണം ഇപ്പൊ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെടുത്താൻ കഴിയാം. നോളജ് എക്കണോമിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പോ ഉള്ളത് നമ്മുടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും ഈ കില ലോകം ശ്രദ്ധിക്കുന്ന ഒരു സംവിധാനമാണ് കില. അപ്പൊ അതും നമുക്ക് എങ്ങനെ ഈ സംവിധാനങ്ങളുമായി ബന്ധപ്പെടുത്താൻ വേണ്ടി കഴിയും എന്നത് നമ്മൾ പിന്നെ ഒരു ഗൗരവപ്പെട്ട ആലോചനയ്ക്ക് വിധേയമാക്കണം എന്നൊരു നിർദ്ദേശമാണ് അത് സംബന്ധിച്ച് പിന്നെ വയ്ക്കാനുള്ളത്. മറ്റൊന്ന്, സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ സാധ്യത ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് അല്ലെ, ഒരു സ്പോർട്സ് ഗ്രിഡ് പ്രൊജക്റ്റ് നമുക്ക് രൂപപ്പെടുത്തണമെന്നുണ്ട്. ആരോഗ്യം സംരക്ഷിക്കാനും പുതിയ തലമുറയെ അതിന്റെ സാധ്യതകളും വളരെ കൂടുതലുള്ള ഒരു ജില്ലയാണ്. ഞാൻ ഓരോ സംഗതികളും പറയുന്നില്ല. നിരവധിയായ പിന്നെ സ്വകാര്യ കേന്ദ്രങ്ങൾ, ഇൻഡോർ സ്റ്റേഡിയങ്ങൾ വരെ നമ്മുടെ ജില്ലയ്ക്കകത്ത് ധാരാളം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ മേഖലയിൽ അല്ലാതെ തന്നെ. അപ്പൊ അത്തരം സാധ്യതകളെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ ഓരോ വിദ്യാലയങ്ങളും കോളേജുകളും എന്ന നിലയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അതിദരിദ്രരെ കണ്ടെത്തുന്ന പ്രവർത്തനം മുതൽ അല്ലെ, അതിദരിദ്രരെ കണ്ടെത്തുകയാണ്. ഇപ്പോൾ കേരളത്തിലാകെ 65,000 പേരെ കണ്ടെത്തുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൻ്റെ ഓരോ ഗ്രാമത്തിലെയും അതിദരിദ്രരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താനും അത് പരിഹരിക്കാനും വേണ്ടിയുള്ള പരിശ്രമം മുതൽക്ക് ഈ പറഞ്ഞ നോളജ് എക്കണോമിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വരെയുള്ള വ്യത്യസ്ത തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നെ ജനകീയാസൂത്രണവും തുടർന്ന് കേരളത്തിലെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ നമുക്ക് ഈ മുന്നേറ്റത്തിൽ കണ്ണി ചേർക്കാൻ വേണ്ടി കഴിയണം എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ പിന്നെ സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ കേരളത്തിന്റെ വളരെ മർമ്മപ്രധാനമായ ഒരു സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പിന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊന്ന്, വൃദ്ധരുടെ എണ്ണം വർദ്ധിക്കും എന്ന് നേരത്തെ അവിടെ പറയുകയുണ്ടായി. കാരണം വൃദ്ധരുടെ എണ്ണം വർദ്ധിക്കും എന്ന് പറയുമ്പോൾ വേറെ ഒരു സംഗതി ഞാൻ ഇടയ്ക്ക് പറയാറുള്ള ഒന്നാണ്. അതങ്ങനെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്മാരുടെ എണ്ണം കൂടുമോ എന്നുകൂടി നമ്മൾ ആലോചിക്കണം. റോബോട്ടുകളെ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലേക്ക് ആളുകൾ പോകുന്ന ഒരു ട്രെൻഡ് ശക്തിപ്പെടുകയാണ്. അപ്പൊ യൂറോപ്പിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ സജീവമാകാൻ ഇടയുണ്ട് എന്ന നിലയിൽ അത് കാണാനും സുരാജ് വെഞ്ഞാറമൂടിനെ നോക്കാനാണല്ലോ ആൻഡ്രോയിഡ് കുഞ്ഞപ്പം വന്നേ. ആള് അവിടെ UK-ലാണ്. അപ്പോ ആ സാധ്യത അല്ലെ, അപ്പൊ ആ സാധ്യത ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണം. പരമാവധി
നമ്മുടെ നാട്ടിലെ നമ്മുടെ തലച്ചോറുകളെ ഇവിടെ നിലനിർത്താൻ കഴിയത്തക്ക രീതിയിലുള്ള ഇത്തരം സാധ്യതകളെ വ്യത്യസ്ത തലത്തിൽ രൂപപ്പെടുത്താൻ കൂടി സഹായകരമാകട്ടെ മാനേജ്മെന്റ് പിന്നെ അസോസിയേഷന്റെ ഈ ഇടപെടലുകൾ തീർച്ചയായും അഭിനന്ദനാർഹമാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ കൂടെ ഉണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, sir. May I now request Professor Dr. Jiju P. Alex, member, Kerala State Planning Board, to address the gathering. ആദരണീയനായ MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി, ബഹുമാനായ ഡോക്ടർ ജോയ് ഇളമൺ, അതുപോലെ LSGDയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീ രാജമാണിക്യം IAS, സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അതുപോലെ കിലയുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സെമിനാർ വളരെയധികം കൗതുകത്തോടു കൂടിയാണ് ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ ഇതിനുവേണ്ടി ഇവിടെ വന്ന വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനും അതിനുശേഷം ഇവരുടെ ഈ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് ഭോപ്പാലിലെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ ഇവരുടെ പ്രസൻറ്റേഷൻ നടന്ന സമയത്ത് അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും വളരെ അസുലഭമായ ഒരു സൗഭാഗ്യം ലഭിച്ച ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് അതിൻ്റെ ഉള്ളടക്കം മുതലായവയെ സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ രൂപപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ 6-7 മണി വരെ ഇവരുടെ പ്രസൻറ്റേഷനുകൾ, വിദ്യാർത്ഥികളുടെ പ്രസൻറ്റേഷൻ കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തുകൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു. ആ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ സംഗ്രഹിച്ചിട്ടാണ് ഇപ്പോൾ ഈ പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ അവർ പോസ്റ്ററുകളായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ അവരിവിടെ പ്രസൻറ്റ് ചെയ്യും. അതുകൊണ്ട് ഓരോരോ മേഖലയിലായി എന്തൊക്കെയാണ് അവർ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളത് പറയുന്നതിൽ ഇപ്പോൾ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇരിക്കുന്നവരെല്ലാം എനിക്ക് തോന്നുന്നു ഈ ഏകദിന സെമിനാറിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളവരായതുകൊണ്ടും അവരുടെ പ്രസൻറ്റേഷനിൽ ഇതെല്ലാം ഇത് പറയും എന്നുള്ളത് കൊണ്ടും ഞാൻ ആ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ നടത്തിയിരിക്കുന്ന ഈ പ്രോജക്റ്റ് വളരെ ശാസ്ത്രീയമായ വിധത്തിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നേരത്തെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി രേഖ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയിരുന്നു. എല്ലാ ജില്ലാ പഞ്ചായത്തുകളും തയ്യാറാക്കിയിട്ടുണ്ട്. 2018 അത് അവസാനം തയ്യാറാക്കിയത്. സംസ്ഥാന ആസൂത്രണ ബോർഡ് 2023 ആ രേഖ പരിഷ്കരിക്കുന്നതിനും പുതിയ സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആധുനികമായ രീതിയിൽ പുതിയ രേഖ ഉണ്ടാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 2023 ഓഗസ്റ്റോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന വേളയിലാണ് കിലയുടെയും തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിലെ വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അവസാന വർഷ വിദ്യാർത്ഥികളെ, 1ാം വർഷ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നടത്തിയത്. അപ്പോൾ വളരെ കൗതുകത്തോടെ ഞാനത് കണ്ടു എന്നുള്ളതിന് കാരണം അവരിതിനകത്ത് അവലംബിച്ചിരിക്കുന്ന രീതിശാസ്ത്രം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച ഒരു പ്രത്യേകമായിട്ടുള്ള കൗതുകമാണ്. 10 മേഖലകളെ സംബന്ധിച്ച് അവർ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ 10 മേഖലകളെ സംബന്ധിച്ചുമുള്ള അവരുടെ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് വെറുതെ ആൾക്കാർ കൂടിയിരുന്ന് സംസാരിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ള ഒന്നല്ല, മറിച്ച് വിശദാംശങ്ങളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. പ്രധാനമായും അവർ ഉപയോഗിച്ചിരിക്കുന്ന ദ്വിതീയ വിവരങ്ങളാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയും. നിലവിലുള്ള ഭരണപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ പഞ്ചായത്തുകൾ തയ്യാറാക്കിയിട്ടുള്ള വികസന രേഖകൾ, ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള രേഖകൾ,
അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിലൊക്കെ അവർ തന്നെ നേരിട്ട് പോയി നടത്തിയിട്ടുള്ള ചില ഡാറ്റ കളക്ഷൻ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. 2047 സവിശേഷത നമുക്കെല്ലാം അറിയാം. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 100 വർഷം കഴിയുന്ന വർഷമാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ച് നാളുകളെ അങ്ങോട്ടേക്കുള്ളൂ. ഇപ്പോൾ 2023 24 വർഷം കഴിയുമ്പോൾ 2047, ഏതാണ്ട് 25 വർഷത്തെ ഒരു പദ്ധതി ആണ് അവർ വിഭാവനം ചെയ്തിട്ടുള്ളത്. പ്രധാനമായും അവർ അവലംബിച്ചിരിക്കുന്ന രീതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ പ്രൊജക്ഷനാണ്. ഇപ്പോഴെന്താണ് സ്ഥിതി, 25 വർഷം കഴിയുമ്പോൾ ഓരോ മേഖലയിലും ഉണ്ടാകാവുന്ന വളർച്ച എന്താണ്, ആ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ എത്ര പേര് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിക്കുന്നുണ്ട്, സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ എമിഷൻ എത്രത്തോളം കൂടുതലാണ്, ഇത് പൊതുവാഹന സംവിധാനത്തിലോട്ട് മാറുമ്പോൾ ഉണ്ടാകാവുന്ന കാർബൺ ഡയോക്സൈഡ് എമിഷൻ എത്രത്തോളം കുറയും, ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയുടെയും കാർബൺ എമിഷൻ എത്രത്തോളം കുറയേണ്ടതുണ്ട്, അത്രയും കാർബൺ എമിഷൻ കുറയ്ക്കണമെങ്കിൽ എത്രത്തോളം സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്, എത്രത്തോളം പബ്ലിക് വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്, ആ പബ്ലിക് വാഹനങ്ങൾ തന്നെ എത്രത്തോളം ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റേണ്ടതുണ്ട്. ഇത് വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു സമീപനമാണ്. നമുക്കിത് ശാസ്ത്രീയ സമീപനം എന്ന് വെറുതെ ഇവിടെ നിന്ന് സംസാരിക്കാം, പക്ഷേ ഇത് ഗണിതശാസ്ത്രപരമായി കണക്കുകൂട്ടിയെടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വേണം. പൂർണ്ണമായും ശരിയെന്നോ അല്ലെങ്കിൽ പൂർണ്ണമായും സമഗ്രമെന്നോ പറയാൻ കഴിയില്ല, പക്ഷേ ഈ രൂപത്തിലുള്ള ഒരു രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പ്രൊജക്ഷൻസ് നടത്തിയിരിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഇക്കണോമിക് ആക്ടിവിറ്റി, എത്രത്തോളം സാമ്പത്തിക വളർച്ച ഓരോ ബ്ലോക്കിലും നേടിയിട്ടുണ്ട്, എത്രത്തോളം സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, 2047 ആകുമ്പോൾ മുഴുവൻ ജനസംഖ്യയിൽ എത്രത്തോളം ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന പ്രൊഫഷണലുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ യുവാക്കൾ ഉണ്ടാവാം, വർക്കിംഗ് പോപ്പുലേഷൻ ഉണ്ടാവാം, അവർക്ക് ഇത്ര വിധത്തിലുള്ള വരുമാനം ലഭിക്കുന്നതിന് എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എത്ര വ്യവസായ സ്ഥാപനങ്ങൾ വേണ്ടതായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണ്ടതായിട്ടുണ്ട് എന്നിങ്ങനെ തികച്ചും മാത്തമാറ്റിക്കലായിട്ടുള്ള പ്രൊജക്ഷൻസ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് പുതിയ കാര്യമല്ല, ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്ഷൻ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അത് പ്രാദേശിക തലത്തിൽ ആ തരത്തിൽ പ്രൊജക്ഷൻ നടത്താൻ അവർ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. ഇത് ജില്ലാ ഭരണകൂടങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന ഭരണകൂടവും ഒക്കെ അനുവർത്തിക്കേണ്ടുന്ന ഒരു രീതിശാസ്ത്രമാണ്. ഇപ്പോൾ സംസ്ഥാന ആസൂത്രണ ബോർഡ് ആ രൂപത്തിലുള്ള രീതിശാസ്ത്രം അനുവർത്തിച്ച് തന്നെയാണ് പല പ്രൊജക്ഷൻസും നടക്കുന്നത്. പക്ഷെ പ്രാദേശിക സാമ്പത്തിക വികസന ആസൂത്രണത്തിൽ ഈ തരത്തിലുള്ള വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പ്രൊജക്ഷൻസ് ഉണ്ടാക്കി ആ പ്രൊജക്ഷൻസിന് ആവശ്യമായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്ന വിധത്തിലുള്ള ആസൂത്രണം. ഇത്ര വർഷം കഴിയുമ്പോൾ ഇത്രയാണ് ജനസംഖ്യ, ആ ജനസംഖ്യയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, ആ സമയത്തുള്ള സാങ്കേതികവിദ്യ എന്തായിരിക്കും, ആ സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊക്കെ പുതിയ നിർമ്മിതികളുടെ സാധ്യതകളുണ്ട് എന്ന വിധത്തിലുള്ള പരിശോധന നടത്താൻ അവർ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കൗതുകരമായ കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലയുടെ പുതിയ വികസന പരിപ്രേക്ഷ്യം സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെയൊക്കെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തുമ്പോൾ ഈ രീതിശാസ്ത്രം കഴിയുന്നത്ര ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് വളരെ വിശദമായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻസ്, അവരെങ്ങനെയാണ് ഓരോന്ന് എസ്റ്റിമേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്, എന്താണ് അവരുടെ പ്രൊജക്ഷൻ മുതലായിട്ടുള്ളത് വിശദീകരിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായി തന്നെ. എത്രത്തോളം ഈ തരത്തിലുള്ള രീതിശാസ്ത്രം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് എന്നെ പോലെയുള്ളവർ ശ്രദ്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഈ വികസന സാധ്യതകൾക്ക് ആവശ്യമായിട്ടുള്ള മൂലധന നിക്ഷേപം. ഇപ്പം മാനേജ്മെന്റ് അസോസിയേഷൻ ഇതിനകത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത് വളരെ ശ്ലാഘനീയമായ ഒരു സംഗതിയാണ്. കാരണം മൂലധന നിക്ഷേപം ഇല്ലാതെ നമുക്ക് ഇത്തരത്തിലുള്ള സാമ്പത്തിക വളർച്ച സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം മൂലധന നിക്ഷേപത്തിനുള്ള സാധ്യതകളുണ്ട്, ഏതൊക്കെ പുതിയ വികസന മേഖലകൾ ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട്, ലോകക്രമം മാറുന്നതിനനുസരിച്ച് തൃശ്ശൂരിന് എന്തൊക്കെയാണ് സംഭാവന ചെയ്യാൻ കഴിയുക, തൃശ്ശൂരിൻ്റെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, എത്രത്തോളം ലോകത്തെ നമ്മളിലേക്ക് ആകർഷിക്കാൻ കഴിയും എന്നിങ്ങനെയുള്ള നാനാവിധമായിട്ടുള്ള വികസന സാധ്യതകൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ പഠനം ഏറെ സഹായിക്കും എന്നുള്ളതാണ്. ഇൻഫാക്ട് there are a few people from School of Planning. I know that only one person can barely understand Malayalam and she is here. She is from Tamil Nadu.
And the other people are all from other states, so they might not have understood what the speakers have told so far. So in fact, I wanted to congratulate them very wholeheartedly. They have done a wonderful job. In fact, I was very much there, spending an entire day with them. And at the end of the day, concluding the deliberations, I had congratulated them, congratulated the School of Planning, particularly faculty, head of the department is here. And Paulos is also here, it seems. So all these people have done a wonderful job. They had spent barely 2 weeks or so collecting data. But with this limited data, they had been able to make a wonderful report, which is going to be a guideline for the entire district and also maybe people like us to carry forward many of our future programs. So I congratulate you all of you on behalf of this gathering. So thank you. I'm thankful to each one of you for maybe inviting me as an evaluator as well. So in fact, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും സവിശേഷമായ ശ്രദ്ധ അവരുടെ ഈ പഠന റിപ്പോർട്ടിലേക്ക് ഉണ്ടാവുകയും അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുകയും വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you so much, sir. To speak about spatial intelligence for resilient local governments, I now invite Shri M.G. Rajamanikyam, IAS, Principal Director, LSGD, Government of Kerala. So, a very good morning, one and all. എല്ലാവർക്കും നമസ്കാരം. സംസാരിച്ചു വന്നപ്പോൾ ഡോക്ടർ ജിജു പി അലക്സ് പറഞ്ഞതുപോലെ ഇറ്റ്സ് ലൈക്ക് some of our friends are from different states. They don't understand മലയാളം. നമ്മൾ ഈ പ്ലാനും ഇംപ്ലിമെന്റേഷനും നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ people sitting here are representing a various ഒരു crux of the society ആണ്. Say for example, a planning board is represented by Dr. Jiju. Capacity building in വേണമെങ്കിൽ പറയാം Kila. And the planners have created a planning and management association as part of society I can take. Implementation ഉള്ള രീതിക്ക് ഞാൻ ഗവൺമെന്റിലേക്കാണ്. So each and every one of us gathered here, so everyone have done their duty perfectly well. Of course, it would not be exaggerated to say that wonderful report they have made. It's very good, very exhaustive report. To go through this report, you need at least a separate summary. Even executive summary is so exhaustive. Appo എല്ലാ ഘടകങ്ങളും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? It's like they have done a wonderful work by submitting this 2047 future proofing. പറഞ്ഞതുപോലെ that capacity building part like Kila is conducting this work of implementing ഞാനുണ്ട്. പക്ഷേ unless and until it is like നമ്മൾ ഒരു വെഹിക്കിൾ മാനുഫാക്ചറിംഗിലേക്ക് ടയർ ഒരു ഗ്രൂപ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, എഞ്ചിൻ ഒരു ഗ്രൂപ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ബസ് ബോഡി ബിൽഡിംഗ് ഒരു ഗ്രൂപ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും അവരവരുടെ രീതിക്ക് തന്നെ നല്ലവണ്ണം ചെയ്തിട്ട് ഇത് ഒന്നും കണക്ട് ആയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രയോജനം എങ്ങനെയാണോ കിട്ടാതെ പോകുകയോ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു കണക്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെയർ ദാറ്റ് വി നീഡ് ടു പുട്ട് ലോട്ട് ഓഫ് എഫേർട്ട് ടുഗെദർ ആണ്. ഇൻഫാക്ട് സ്പേഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റെസിലിയൻസ് ആണ് പറഞ്ഞത്. ഐ ജസ്റ്റ് കം ടു ദാറ്റ്. സോ ഒരു കാര്യം ഞാൻ കണ്ടപ്പോൾ മനസ്സിലായത്, ദർ ഇസ് എ ലാർജ് ഹ്യൂജ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഫീൽഡ് ആൻഡ് ദ പ്ലാനിങ്. എന്നുവെച്ചാൽ ഉദാഹരണത്തിന് ഞാൻ LSGD പ്രിൻസിപ്പൽ ഡയറക്ടറാണ്. സോ നൗ ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആസ് ഫാർ ആസ് LSGD ഈസ് റിസോഴ്സ് മൊബിലൈസേഷൻ ആർ റിസോഴ്സ് ജനറേഷൻ ആണ്. ബിക്കോസ് LSGD ഹാസ് ടു സസ്റ്റൈൻ ഓൺ ദെയർ ഓൺ. ഈ റിസോഴ്സ് ജനറേഷൻ LSGDയെ സംബന്ധിച്ചിടത്തോളം എന്നും ഞങ്ങൾ ചെയ്യുന്നതിനറിയാവും. ഇന്നലെ ബിക്കോസ് വി ഹാഡ് ഹാഡ് എ ഡിസ്കഷൻ ഇൻ ദ ഈവനിങ്. ഇപ്പോഴും LSGDs ഓക്കെ ഉണ്ടാക്കണമെങ്കിൽ കോംപ്ലക്സ് പണിയാണ്. ദ ഫസ്റ്റ് ഇത് വരുന്നത് നമ്മൾ സ്ഥലം ഉണ്ടാകും, ഒരു കോംപ്ലക്സ് പണിയുക. ബിക്കോസ് അവർ കുറ്റം പറഞ്ഞതല്ല. അപ്പോൾ കോംപ്ലക്സ് പണിച്ചാൽ പൈസ വരും, അപ്പോൾ LSGDക്ക് ഓൺ റിസോഴ്സസ് ആകും. ഇപ്പോൾ കോംപ്ലക്സ് പണിയുക എന്നുള്ളത് ഒന്ന്. പിന്നെ ഈ പെർമിറ്റ് ഫീ അങ്ങനെയുള്ള പ്രൊഫഷണൽ ടാക്സ്. സോ ദ ചിന്താഗതികൾ ഓഫ് ലോക്കൽ ബോഡീസ് എന്ന് പറയുന്നത് ഇസ് ലൈക്ക് വാട്ട്. സോ അവിടെയാണ് ദ റോൾ ഓഫ് കില
because they are the, I mean, capacity building. Paranjadupole is, I mean, one of the world's best, I mean, leading institution. How it can be made as a, I mean, a deemed or university type. Very famous institution. The capacity building has to be increased for those people. Me as, I mean, group I am representing as an implementer, because I only see what is the, I mean, because I am idellam future 2047 പറയുന്നത് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ഇതല്ലേ. ഞാൻ ആദ്യം അബ്ദുൽ കലാം പറഞ്ഞപ്പോഴാണ് 2020 തുടങ്ങുക. ഈ 2020 തുടങ്ങിയപ്പോൾ ഞാൻ 2020 ബിക്കോസ് അത് 2008 ഞാൻ ഇൻഫാക്ട് വെരി, I mean, happily I can say that my training district is Thrissur. ഞാൻ IAS ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡിസ്ട്രിക്റ്റ് ആണ് തൃശ്ശൂർ. അപ്പോൾ 2020 വിഷൻ 2020 എന്ന് പറഞ്ഞ് ഞാൻ ഇതുപോലെ പേപ്പറൊക്കെ ഇതുപോലെ ഉണ്ട്, എൻ്റെ കയ്യിലെ ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഐ എം നോട്ട് സെയിങ് ദാറ്റ് വിഷൻ 2020 ഹാസ് നോട്ട് ബീൻ, ഐ മീൻ, വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു അച്ചീവ് ഇറ്റ്, ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ദർ ഇസ് എ ഡിസ്കണക്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്ലാനേഴ്സ്, ആർ കപ്പാസിറ്റി ബിൽഡേഴ്സ്, ആർ സൊസൈറ്റി, ആർ ഇംപ്ലിമെന്റർ എന്നുള്ള രീതിക്ക് ഹൗ വി ക്യാൻ കം ടുഗെദർ ആൻഡ് കണക്ട് ആൾ ദോസ് തിങ്സ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച് നിങ്ങൾ കേട്ട് തിരിച്ചു പോവുക, തിരിച്ച് പഞ്ചായത്തിലെയോ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയിലെയോ ദേ ക്രിയേറ്റ് ദെയർ ഓൺ പ്ലാൻ എന്നുള്ളതുപോലെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അഗെയിൻ 2047 ശേഷം 2097 ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ടിയിരിക്കും. സോ ദാറ്റ് ഈസ് വേർ, ബിക്കോസ് not for criticizing anything, it is like, I mean, we have this a high time that we should come, I mean, together to create, I mean, or to bridge that gap. Avadeyana as a group that we have to function, because it is essential for each and every, adu manasilavano, idu enda avashyavo ningaloda avashyavo mattavarude avashyavo ellavarude avashyamana aa development ennu parayunnathu, the holistic development ennu parayunnathu, allengil sustainable development ennu parayunnathu. The one aspect of the report which I have seen is, of course, it concentrates more on SDG. Absolutely good, very good. But one aspect I kandappa manasilayadu is like they said coastal area. ഈ കോസ്റ്റൽ ഏരിയയിൽ പ്രൈവറ്റ് ടൂറിസം വരുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം. അത് വരുന്നത് ഇസ് മേ ബി ഒരു റെസിലിയൻറ്റോടെ ഇതിൽ എഴുതിയിരുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം, ലൈക്ക്, ഐ മീൻ, ആസ് എ ഇംപ്ലിമെന്റർ ഐ വുഡ് സേ തൃശ്ശൂർ ബീയിങ് എ ടൂറിസം ഡിസ്ട്രിക്ട്, ദ മോർ സച്ച് കൈൻഡ് ഓഫ് തിങ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കും. പ്ലാനർ വിൽ ആഗ്രഹം എന്താണ്? STGയുടെ മറ്റൊരു ഗോൾ നടപ്പിലാക്കുന്നത്. So that is where the goal of sustainable development comes. So we should come to a conclusion or compromise where I want full development, you want no development. So come in between. So we come together and develop a sustainable development. Wherein that development varanum at the same time resilient ആയിരിക്കണം എന്നുള്ളത് ഒരു ആസ്പെക്റ്റിലേക്കാണ് മാറണം എന്നുള്ളതാണ്. The very important thing as far as, I mean, ഈ തൃശ്ശൂർ പ്രൂഫിംഗ് സംബന്ധിച്ചിടത്തോളം കണ്ടത്, it is, they have noted it also, 7.5 lakh households ആണ്, because that is the data says 7.5 lakh households in Thrissur, wherein that housing gap is only 2.43%. Waste management gap, I would say 100%, because ഇതിൽ ഒരു ബ്ലോക്കിൽ തന്നെ ഇവർ പറഞ്ഞിട്ടുള്ള സോളിഡ് വേസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 85 lakhs plus ആണ്, tons per day, means 8.5 million ഇതാണ്, സോറി, ലിക്വിഡ് വേസ്റ്റ് സിവറേജ് ആണ് ഡെവലപ്പ് ചെയ്യുക. ഈ തൃശ്ശൂരുടെ ഇത് സംബന്ധിച്ചിടത്തോളം, ഇഫ് യു ടേക്ക് ടുഗദർ തൃശ്ശൂർ, ഈ സോളിഡ് വേസ്റ്റും ലിക്വിഡ് വേസ്റ്റും എടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഐ വിൽ ടേക്ക് ലിക്വിഡ് വേസ്റ്റ്, ബിക്കോസ് അതിനുവേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഞാൻ നേരത്തെ വന്നതാണ് ഒരു വർഷം മുൻപ്. യുനോ, ഐ മീൻ, നമ്മൾ വീട്ടിലെ നമ്മളെല്ലാവരും ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നമ്മൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറയുകയും ചെയ്ത് മാലിന്യം നമ്മളിൽ നിന്നാണ് തുടങ്ങണമെന്നുള്ളത്. ഈ ലിക്വിഡ് വേസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സി എവ്രി വൺ വി തിങ്ക് ലൈക്ക്, സേ ഫോർ എക്സാമ്പിൾ, എൻ്റെ വീട്ടിൽ ഐ എം ക്ലീനിങ് എവറി വേസ്റ്റ്. ഞാൻ ഒരാൾ വന്ന് ഇല്ല ആർക്കോ കൊടുത്ത്, സോ മൈ ഹൗസ് ഇസ് ക്ലീൻ. ദാറ്റ് ഇസ് അബൌട്ട് ദ സോളിഡ്. അബൌട്ട് ദ ലിക്വിഡ് വി യൂസ് എ ഡിഫറെന്റ് ഗ്രേ വാട്ടർ ഉണ്ട്, അങ്ങനെ വാട്ടേഴ്സ് ഡിഫറെന്റ് ടൈപ്പ് അല്ലേ. അതായത് വെൻ യു യൂസ് ഇറ്റ് ഇൻ ദ ടോയ്ലറ്റ് ഇസ് എ ഡിഫറെന്റ് വാട്ടർ, വെൻ വി യൂസ് എസ് എ കൈൻഡ് ഓഫ് കുക്കിങ്ങിനും മറ്റേ കുളിക്കാനും ഉപയോഗിക്കുന്നതെല്ലാം ഇസ് എ ഡിഫറെന്റ് ടൈപ്പ്. What we think is that something like, I mean, okay, I have a septic tank in my house. Ellar veetli, because we say that yes, we are all hygiene. We have a septic tank in my house. Absolutely no problem. No leach pit, nothing. Matter water, like, I mean, it is going. You know, septic tank ullathu nalladana. See, septic tank fill ആയി കഴിഞ്ഞാൽ എവിടെ പോകും? Whatever the waste we are generating at a home, എവിടെയാ പോകും? Where it is going? തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് മാത്രം എടുക്കുക, എവിടെയാ പോകുന്നത് ലിക്വിഡ് വേസ്റ്റ് എന്ന് വെച്ചാൽ,
ഒന്ന് സെപ്റ്റിക് ടാങ്ക് ഫില്ലാകും. ഫില്ലായതിനു ശേഷം വി ഷുഡ് ഹാവ് എ പ്രോസസിങ് കപ്പാസിറ്റി കൊണ്ടുവരണ്ടേ? സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വേണ്ടേ? യു നോ വാട്ട് ഇസ് എ കപ്പാസിറ്റി? ഒരു എനിക്ക് തോന്നുന്നു മടക്കത്തരാലോ 10 KLD എന്ന് പറയുന്നത് എന്താണ്? ഒരു 5 വീടിന് ഉള്ള ഒരു കപ്പാസിറ്റിയാണ്, അല്ല 10 വീടിന് ഒരു കപ്പാസിറ്റിയാണ്. സോ ദാറ്റ് ഇസ് എ കപ്പാസിറ്റി വി ആർ ഹാവിംഗ് ആസ് എ STP ഹിയർ. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ പറയുന്നത് എന്താണ്? എൻ്റെ വീട്ടിൽ വേസ്റ്റ് ഇല്ല, എൻ്റെ വീട് വേസ്റ്റ് അടുത്തവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ വീട് ക്ലീൻ ആണെന്ന് പറയുന്നത് പോലെയാണ് our solid waste and liquid waste capacity is in not only Thrissur, everywhere we have. ഒരു കണക്ക് മാത്രം പറയാൻ ഞാൻ, ബിക്കോസ് ജനറേഷൻ എന്ന് പറയുന്നത് ഏകദേശം കണക്ക് കൃത്യമല്ല, പക്ഷെ എന്നാൽ പോലും ഒരു 1870 MLD ആണ്, 1870 MLD ആണ്, million liters per day ആണ്. You know what is the processing capacity we have as a Kerala? ഈ ലിക്വിഡ് വേസ്റ്റയുടെ പ്രോസസിങ് കപ്പാസിറ്റിക്ക് എത്ര എന്ന് അറിയാവോ നമുക്ക്? മേ ബി ക്ലോസ് ടു 170 MLD. വെച്ചാൽ 1800 MLD ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കേരളം 170 to 180 MLD പ്രോസസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ വേർ ഇസ് ഗോയിങ് ദിസ് 7700 MLDs? എവിടെയാ പോകുന്നത്? ആൻഡ് ഐ എം സേയിങ് ലൈക്ക് വി ആർ വെരി സോഷ്യലി വെരി ഭയങ്കര സൊസൈറ്റിയാണ് പറഞ്ഞ് നടക്കുക. അപ്പോൾ ഇതിൽ വേറെ ഒരു രഹസ്യം എന്തെന്ന് വെച്ചാൽ ഈ 170 MLD-യിലെ 107 MLD ഉള്ളത് എവിടെ അറിയാവോ? തിരുവനന്തപുരത്ത് മുട്ടത്തറ പ്ലാന്റ്, ഒറ്റ പ്ലാന്റ് 107 MLD ആണ്. മറ്റേ 13 ജില്ലകളിലേക്കും ചേർത്ത് 40-50 MLD പോലും ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രോസസിങ് കപ്പാസിറ്റി ടുഡേ. സോ വൈ ഐ ആം ടെല്ലിംഗ് ദിസ് ഫിഗർ when we are talking about the resilience in system, not necessarily that we need to create kind of a planning, but at the same time we need to create a kind of a foolproof system to take all those aspects, in the sense like നമ്മൾ ഒരുപാട് because the last 3 months in the solid waste management Kerala has done a wonderful thing പോകുന്നുണ്ട്, but still long way to go. Liquid waste still very long way to go. അപ്പോൾ ഇത് എല്ലാം എവിടെ നിന്നാ തുടങ്ങുക എന്ന് വെച്ചാൽ നമ്മളുടെ വീടുകളിൽ ഇരുന്നാണ് ഇതെല്ലാം തുടങ്ങണമെന്നുള്ളതാണ് ഇതിലുള്ള ഒരു ആസ്പെക്ട്. സോ വെൻ ഐ കം ടു ദിസ് റെസിലിയന്റ് പാർട്ട് ഓഫ് ദ സ്പേഷ്യൽ ഇന്റലിജൻസ്, എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. നമ്മളുടെ ഒറ്റ പ്രശ്നം മാത്രം ഞാൻ പറഞ്ഞു നിർത്താം. വൺ, ഈ so many plans and things that like that we are whatever we are creating. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഐ എം സേയിങ് ദാറ്റ് സ്കൂൾസ് നമ്മൾ സ്മാർട്ട് ആക്കണം. സ്കൂൾ എന്ന് പറയുമ്പോൾ ഇസ് നോട്ട് ഓൺലി ദ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റേഴ്സ്. കെട്ടിടങ്ങൾ സ്മാർട്ട് ആകാം, കമ്പ്യൂട്ടറുകൾ വരാം, പക്ഷേ ഇഫ് യു ഐ ഡോണ്ട് ഹാവ് എ ടീച്ചേഴ്സ്, സോ എങ്ങനെയാണ് സ്മാർട്ട് ആകാതെ പോവുമോ അതുപോലെ തന്നെയാണ് ഈ പ്ലാനിങ്ങെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ അതാണ് ആ ഡിസ്കണക്ട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സോ വെനെവർ വി ക്രിയേറ്റ് സംതിങ് ലൈക്ക് ദാറ്റ് നമുക്ക് വേണ്ടിയത് എന്താണ്? സോ വി ഹാവ് എ ലോങ് വേ ടു ഗോ ടു ക്രിയേറ്റ് എ വെരി റെസിലിയന്റ് സിസ്റ്റം ഇൻ ടേംസ് ഓഫ് ദ വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ് വിൽ ടേക്ക്, ബിക്കോസ് വി സ്റ്റാർട്ടഡ് ലേറ്റ്, ബിക്കോസ് സോ മെനി ഇഷ്യൂസ്. എനിക്ക് ഓർമ്മയുണ്ട് 2008 ഞാൻ ഇവിടെ അസിസ്റ്റന്റ് കളക്ടർ ആയിരിക്കുമ്പോഴാണ് ഈ ലാലൂരുടെ വിഷയങ്ങൾ പോകുന്ന സമയമായിരുന്നത്. സോ ലോട്ട് ഓഫ് ഇഷ്യൂസ് ഇസ് നോട്ട് necessarily a problem from the public, because we also did not create enough capacity to do that actually. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നിന്ന് ഓക്കെ എന്തോ ഒരു സംഭവമാണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിനടുത്ത് വേണ്ട. പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൽ എൻ്റെ വീട്ടിനടുത്ത് വേണ്ട, എൻ്റെ വീട്ടിനടുത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കാസർഗോഡ് താണ്ടിയാണ് പോകേണ്ടിയിരിക്കുന്നത്. എല്ലാ സ്ഥലവും വീടാണ്. ബിക്കോസ് വി ഹാവ് ഈച്ച് ആൻഡ് എവറി ഇഞ്ച് ഓഫ് ലാൻഡ് ഇസ് ഓക്കുപ്പൈഡ് ഇൻ കേരള. 800+ സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പറയുന്ന 38,863 സ്ക്വയർ കിലോമീറ്ററിലെ when you remove 28% of the forest, when you remove 55% of the agricultural land, we have less than 12% of the land as for the other purposes like industry, house. അപ്പോൾ ഉള്ള ഈ സ്ഥലം എല്ലാം ഇങ്ങനെ ലാൻഡിലെല്ലാം നമ്മൾ എല്ലാം വയ്ക്കുമ്പോൾ എൻ്റെ വീട്ടിനടുത്ത് വേണ്ട എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ കേരളത്തോട്ട് പുറത്ത് പോകണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് പോകണം. സോ നോബഡി വിൽ അലോ ദാറ്റ് ആക്ച്വലി. സോ വി നീഡ് ടു ക്രിയേറ്റ് sensitize our people, create that system, create that environment. ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? എൻ്റെ വീട്ടിനടുത്ത് പോയാൽ എനിക്ക് പ്രശ്നമില്ല എന്നുള്ളത് പോലെ. ഇപ്പോൾ കൊറോണ പുറത്തുനിന്നല്ലേ വന്നത്. ആരോ ഒരാൾക്ക് വന്നാൽ നമുക്ക് വരുന്നത് പോലെ തന്നെയാണ് ഈ സിസ്റ്റം എല്ലാം. സംവെയർ ദ അതർ ദാറ്റ് we get affected at one point of time if we don't do it properly. അപ്പോൾ I just want to make only one point here. A very beautiful planning is done. A very beautiful, for that we need to create a capacity, not necessarily the public alone, in local bodies also. We need to sensitize our own people, representatives, that എങ്ങനെയാണ്, because capacity building is also very very important. ഞാൻ എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒറ്റ കാര്യമുണ്ട്. Kerala, why Kerala is becoming a model? Because
ഈ 1993-94 73rd 74 അമെൻമെന്റ് വന്നപ്പോൾ എല്ലാ സംസ്ഥാനത്തും വന്നു. ഐ എം ഫ്രം തമിഴ്നാട്. എല്ലാ സംസ്ഥാനത്തും വന്നു. ആൻഡ് കേരളം മാത്രമാണ് ആ ജനകീയാസൂത്രണവും ഇപ്പോഴും പീപ്പിൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് മുഖേന സോഷ്യലി, അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ വൈബ്രന്റ് ആൻഡ് സോഷ്യൽ ഇൻഡെക്സ് പ്രകാരം ആദ്യം എവിടെ ഇന്ത്യ അല്ല ഈവൻ വേൾഡിൽ പോലും മാതൃകയാകുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് ഡീസെൻട്രലൈസേഷൻ and what is that affection towards the decentralization, the leadership given by the political and people representative at the grassroots level have taken us to the level where socially we are very, very good. Social index. There are two aspects of the development. One is the social aspect of the development. We are absolutely good. Nobody can beat. We can even compete with the world. But there are another angle wherein that enforcement angle point of view ഉണ്ട്. എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വേസ്റ്റ് ഒരാൾ പുറത്തിടുമ്പോൾ ചിലപ്പോൾ ഒരു മെമ്പർ പോയി അടിക്കുന്നില്ലെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി പോയി അവിടെ പോയി വേസ്റ്റിന് ബില്ല് ചെയ്യുന്നുണ്ട്. 10,000 രൂപ എനിക്ക് ഫൈൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ തെരുവിലേക്ക് ഞാൻ റോഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ മെമ്പറെ സംബന്ധിച്ചിടത്തോളം മെമ്പറിന് പീപ്പിൾ അപ്രീസിയേറ്റ് ചെയ്യും. യെസ്, യു ഹവ് ഡൺ എ ഗ്രേറ്റ് തിങ്. അതേ മെമ്പർ വേസ്റ്റ് ഇടുമ്പോൾ 10,000 രൂപ ഫൈൻ അടയ്ക്കുമ്പോൾ ഇന്ന് അടുത്ത പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോൾ ഞാൻ ശരിയാക്കി തരാം. സോ because this is a panchayat member alle, so everyone will have aspiration, they have a political aspirations, long way to go. appo endu sambhavikkum? appo swabhayamaayittum ipo ende veettineduthu okay MCF RRF edukunnundallo njangal adutha election la kaanichu tharam. So what will happen ultimately, because socially ellam cheyyumbol janangal angeekarichappol when it comes for enforcement angle they are turning against these people. appo ivar because being a political and people representative they have to fear for the people. അപ്പോൾ ഈ അടുത്തേ നമ്മൾ പോകാതെ നമ്മൾ റോഡ് ഇടുക, ലൈറ്റ് ഇടുക, വേറെ ഡെവലപ്മെന്റ് കൊണ്ടുവരിക ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ സെറ്റ് അസൈഡ് ദ തിങ്സ് വിച്ച് ഇസ് റിക്വയർഡ് ഫോർ ദ സൊസൈറ്റി. അവിടെയാണ് ഈ ഗ്യാപ്പ് ഉണ്ടായത്. സോ ദാറ്റ് ഗ്യാപ്പ് ഹാസ് ടു ബി ഫിൽഡ് അറ്റ് എനി കാസ്റ്റ്. കേരളം ഇനി ആ പ്രഭുത്വമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ ഗ്യാപ്പ് ഫിൽ ചെയ്താൽ മാത്രമാണ്. ദാറ്റ് ഇസ് പോസിബിൾ ഓൺലി ത്രൂ ദ ലോക്കൽ ബോഡീസ്. അതിനുവേണ്ടിയാണ് ഇത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. So the resilient system in the local bodies can be created with a very, base of this future proofing. അതിന് എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you so much, sir. May I now request Dr. Joy Elaman, Director General Kila, to address the gathering. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ഇത്തരമൊരു റിപ്പോർട്ട് തൃശ്ശൂര് എല്ലായിടത്തും നടന്ന് വിവരങ്ങൾ ശേഖരിച്ച് തയ്യാറാക്കിയ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിലെ വിദ്യാർത്ഥികളെയും ഫാക്കൽറ്റി അംഗങ്ങളെയും അതിനെല്ലാം ഗൈഡ് ചെയ്ത ഞങ്ങളുടെ തന്നെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ അജിത് കാലിയത്തിനെയും അഭിനന്ദിക്കുകയാണ്. ഐ എം ജസ്റ്റ് കൺഗ്രാജുലേറ്റിംഗ് ഓൾ ഓഫ് യു ഫോർ സിറ്റിംഗ് ദെയർ വിത്ത് യുവർ കൊളീഗ്സ് who have done this, who have completed this excellent report for all of us. ഇത് പറയാൻ കാരണം ഞാനിപ്പോൾ നിങ്ങൾ തന്നെ അവിടെ വെച്ചിട്ടുള്ള ചാർട്ടുകളെല്ലാം ഒന്ന് നോക്കണം. അപ്പോഴാണ് നമ്മൾ തൃശ്ശൂരിലുള്ളവർക്ക് തന്നെ തൃശ്ശൂർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ആലോചിക്കുക. പക്ഷെ ഇങ്ങനെ കോംപ്രിഹെൻസീവായിട്ട് നോക്കാൻ കഴിയുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് വെളിയിൽ നിന്ന് വന്ന് നോക്കുന്നതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ അകത്തുനിന്ന് നോക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ മുൻവിധികൾ, പ്രിജുഡിസസ് എല്ലാം അതിനകത്ത് വരും. ഡാറ്റ വളരെ ക്ലിയർ ആണെങ്കിൽ പോലും അങ്ങനെ ആകാൻ സാധ്യതയില്ല, ഇങ്ങനെയാണെന്ന് നമ്മൾ പറയുക. നമ്മൾ സ്വയമായിട്ട് തീരുമാനിക്കുമ്പോൾ എപ്പോഴും ഈ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ വെളിയിൽ നിന്ന് നോക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത കാണുക. ഞാൻ ഇതിൻ്റെ ഉള്ളടക്കത്തേക്ക് ഇപ്പോൾ പറയുന്നില്ല. ഞാനത് ഇപ്പോൾ നമ്മൾ ഉള്ളടക്കം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്, റിപ്പോർട്ടുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് ഇതിന് ശേഷം പ്രസന്റ് ചെയ്യും. ഉള്ളടക്കത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഈ നമ്മളുടെ ഈ ഇനിഷ്യേറ്റീവ് ഒരു പെർസ്പെക്റ്റീവിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നിരവധി പ്ലാനുകളുണ്ട്, അല്ലെങ്കിൽ പ്ലാനുകളില്ല. നിരവധി പ്ലാനുകൾ എന്ന് ഞാൻ പറയാൻ കാരണം സർക്കാർ തലത്തിൽ, ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ, ഏജൻസികളുടെ തലത്തിൽ, സ്കീമുകളുടെ തലത്തിൽ ഒക്കെ തന്നെയും ഒരുപാട് പ്ലാനുകളുണ്ട്.
ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓരോ വകുപ്പിനും പല രീതിയിലുള്ള പല സ്കീമിന്റെ ഭാഗമായിട്ട് ജില്ലാ പ്ലാനുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പ്ലാന്, അതാണ് ഒരു പരിധിവരെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന പ്ലാനുകളായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഇവയെല്ലാം കൂടി ഒന്നിച്ച് ചേർത്തുകൊണ്ടാണ് നമ്മളുടെ ജില്ലാ പദ്ധതി വരുന്നത്. അത് 74-ാം ഭരണഘടനാ ഭേദഗതിയിലൊക്കെ ഭാഗമായി തന്നെ ഡിസ്ട്രിക്ട് പ്ലാൻ എന്നത് ഭരണഘടനാപരമായിട്ടുള്ള പദ്ധതിയാണ്. അതിൽ 1-2 അറ്റംപ്റ്റ്സ് ആണ് നമ്മൾ ഇതിനകം നടത്തിയിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ തവണ 2018 ഏറ്റവും അവസാനമായിട്ട് തൃശ്ശൂരിൻ്റെ എല്ലാ ജില്ലകളുടെയും ജില്ലാ പദ്ധതി വന്നിട്ടുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഇവർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രസക്തമാകുക? ആദ്യമേ തന്നെ ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകരുത്. ഇപ്പോൾ ഇവർ തയ്യാറാക്കിയതാണ് തൃശ്ശൂരിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി പ്രതിപാദിച്ചുകൊണ്ടുള്ള ഫൈനൽ റിപ്പോർട്ട് എന്ന് ധരിക്കരുത്. അതിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം അവർ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കിട്ടിയ ഡേറ്റ കൊണ്ട് സെക്കൻഡറി ഡേറ്റ കൊണ്ട് തയ്യാറാക്കിയതാണ്. പക്ഷെ നമുക്കൊരു കാഴ്ചപ്പാടിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു സംഗതി ആണ് നൽകുക. പക്ഷേ ഔദ്യോഗികമായിട്ട് ഔപചാരികമായിട്ട് ഭരണഘടനാപരമായിട്ട് ജില്ലാ പദ്ധതി ആവശ്യമാണ്. ഒരു വശത്ത് ജില്ലാ പദ്ധതിയാണ്, മറുവശത്ത് നഗരങ്ങൾക്കെല്ലാം തന്നെ മാസ്റ്റർ പ്ലാനുകൾ ആവശ്യമുണ്ട്. അവയുടെ സ്ഥിതിയും നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള ബന്ധമില്ലായ്മ വലിയ പ്രശ്നമാണ്. അവിടെയാണ് ജില്ലാ പദ്ധതി പ്രസക്തമാകുന്നത്. മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതായ പദ്ധതി ഉണ്ടാവും. ഇവയൊക്കെ തമ്മിൽ പരസ്പര ബന്ധിതമാകണം. എന്ന് വെച്ചാൽ തലങ്ങും വിലങ്ങും മുകളിലോട്ടും താഴോട്ടും ഒക്കെ തന്നെ ബന്ധിപ്പിക്കപ്പെടേണ്ട രീതിയിലേക്കാണ് ഈ പ്ലാൻ. അതായത് നമ്മുടെ അധികാര വികേന്ദ്രീകരണമോ അല്ലെങ്കിൽ വികേന്ദ്രിത ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പൂർണ്ണമായും വികേന്ദ്രിതമായിട്ട് വിഭജിച്ച് കൊടുക്കുക എന്നുള്ളതല്ല. നമ്മളെ സംബന്ധിച്ച് മൾട്ടി ലെവൽ പ്ലാനിംഗ് ആണ്. മൾട്ടി ലെവൽ പ്ലാനിങ്ങിനെ ഒന്നിച്ച് ചേർക്കാനും പറ്റണം. ഇതാണ് അവിടെയാണ് ജില്ലാ പദ്ധതി പ്രസക്തമായി വരിക. പക്ഷെ ജില്ലാ പദ്ധതിക്ക് ഉണ്ടാകുന്ന എല്ലാ കാലത്തും ജില്ലാ പദ്ധതിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാണിച്ചു കൊടുക്കും അല്ല, അവിടെ സ്ഥലം കാണിച്ചു ശ്രീ ഇതുവഴി ഇറങ്ങാം. ജില്ലാ പദ്ധതി തയ്യാറാക്കുമ്പോൾ ഒന്ന് അതിൻ്റെ സമയപ്രശ്നമാണ്. ഇത്രാം തീയതിക്കകം തയ്യാറാക്കി സമർപ്പിക്കണമെന്ന് പറയുന്നതോട് പിന്നെ ആ തീയതിക്കകം സമർപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഒരു വശത്ത് നടക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാവശ്യമായ പഠനങ്ങളൊന്നും നടക്കാറില്ല. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പലപ്പോഴും ഓരോ സെക്ടറിലുള്ളവരും ചുമതലക്കാരാണ് ഇത് ചെയ്യുക. പക്ഷെ ഇതിനൊക്കെ ആവശ്യമായ സമഗ്രമായിട്ടുള്ള പഠനങ്ങളുടെ അഭാവമാണ് ജില്ലാ പദ്ധതിയെ വീക്കൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജില്ലാ പദ്ധതിക്ക് പ്രസക്തി ഇല്ലാതാകുന്ന മാറ്റമുണ്ട്. അപ്പോൾ അവിടെയാണ് സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പഠനങ്ങൾ പ്രസക്തമാകുന്നത്. ഈ പഠനം സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ ഭോപ്പാൽ നടത്തിയ ഈ പഠനം അവിടെയാണ് പ്രസക്തമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവയെല്ലാം ജില്ലാ പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കാൻ കഴിയണം. അപ്പോൾ അവിടെ കൂടുതൽ ചർച്ച വരും. അപ്പോൾ ഇവർ അവതരിപ്പിച്ചതാണ് എല്ലാത്തിനും ലാസ്റ്റ് വേർഡ് എന്നുള്ള രീതിയില്ല. ഒന്നാമത് അവർ ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ജിജു ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പുതിയ സമീപനം, ഒരു പുതിയ രീതിശാസ്ത്രം, മെത്തഡോളജി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചിന്തിക്കാം, ഇങ്ങനെ ആലോചിക്കാം, ഇങ്ങനെ ഡേറ്റ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കാൽക്കുലേഷൻസ് നടത്താം. നമ്മളിങ്ങനെ ചെയ്യില്ല. സാധാരണ ഇതിൽ നമ്മളിപ്പോൾ ജില്ലാ പദ്ധതിയോ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങളോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയൊന്നും ആലോചിക്കില്ല. നമ്മളുടെ മാർഗരേഖയിൽ നമുക്ക് സ്റ്റാറ്റസ് റിപ്പോർട്ടുണ്ട്, ഡെവലപ്മെന്റ് റിപ്പോർട്ടുണ്ട്. അതിലൊക്കെ തന്നെ ഒട്ടേറെ ഡേറ്റ ഉപയോഗിക്കേണ്ടതിൻ്റെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. പക്ഷെ ഒരിക്കലും ഈ സ്റ്റാറ്റസ് റിപ്പോർട്ടും ഡെവലപ്മെന്റ് റിപ്പോർട്ടും പദ്ധതിയുമായിട്ട് ബന്ധമുണ്ടായില്ല. ഡേറ്റ മുഴുവൻ കളക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ടാവും, പക്ഷെ പദ്ധതി വേറെയാ. ഇവ തമ്മിൽ ബന്ധമുണ്ടാകില്ല. അവിടെ ഈ രീതിശാസ്ത്രം നമ്മൾ ഓരോരുത്തരും നോക്കിക്കാണണമെന്ന് പറയുന്നത്.
എങ്ങനെയാണ് ഡേറ്റയെ അപഗ്രഥിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമുക്ക് ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ദുരന്ത നിവാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ പദ്ധതി പ്രാദേശിക ദുരന്ത നിവാരണ പദ്ധതി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കഷ്ടപ്പെട്ട് ഏതാണ്ട് 28-29 ലേയേഴ്സ് ഓഫ് മാപ്സ് പലതരത്തിലുള്ളത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു. ഈ മാപ്പൊക്കെ ഉണ്ട്, പക്ഷേ പദ്ധതി വരുമ്പോൾ മാപ്പ് ഒരു വശത്ത് കിടക്കും, പദ്ധതി വേറൊരു വശത്ത് കിടക്കും. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പം ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ്ങിലേക്ക് നമുക്ക് ഇനിയും പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അതിൻ്റെ ആരുടെയും കുഴപ്പമില്ല. എന്താ കാര്യം? ഈ മാപ്പ് കണ്ടാൽ ഇതെന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഇംപ്ലിക്കേഷൻ, അതിൻ്റെ ആഘാതങ്ങൾ എന്താണ്, പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എവിടെയാണ് തൊടേണ്ടതെന്നുള്ളത് ആ രീതിശാസ്ത്രം ആർക്കും അറിയില്ല. അല്ലാതെ പിന്നെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇതൊക്കെ തന്നു, പക്ഷെ ഇതും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിനെ എങ്ങനെ കൂട്ടിച്ചേർക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഇവരിപ്പോൾ എടുത്തിട്ടുള്ള സമയം. നിങ്ങൾ ഇതിപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഇത് മാത്രമാണ് ഈ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ ചാർട്ടുകളിൽ കാണിച്ചിരിക്കുന്നത് ഈ സ്റ്റഡിയുടെ ചെറിയൊരു അംശം മാത്രമാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ നമ്മൾ മനസ്സിലാവും എങ്ങനെയാണ് ഓരോ സെക്ടേഴ്സ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടില്ല. ഇപ്പം തന്നെ ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നില്ല. അത് ഒരുപാട് സമയം എടുക്കുന്ന സമയം. പക്ഷേ ഓരോന്നായിട്ട് ഓരോ സെക്ടറും അപഗ്രഥിച്ചതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ, കാര്യം ഇവിടെയും അതിൻ്റെ പടങ്ങളുണ്ട്, മാപ്പുകളുണ്ട്, ഇവിടെയും അതിൻ്റെ മാപ്പുകളുണ്ട്, ഇവ തമ്മിലുള്ള ബന്ധം വരുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് ഇവിടുന്ന് അപഗ്രഥിച്ച് അവിടേക്ക് എത്തുമ്പോഴേക്കും, അതായത് ഫ്യൂച്ചറിലേക്ക് എത്തുമ്പോഴേക്കും, ഇതിനിടയിൽ അവർ ചെയ്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഇന്നോവേഷൻ എന്ന നിലയിൽ ഞാൻ കാണുക പിന്നെ പ്രൊജക്ഷൻസ് ആണ്. ഇങ്ങനെ ആയിരിക്കാം, ആകാം. അതും സാധാരണ നമ്മൾ പരിഗണിക്കുന്നതല്ല. നമ്മൾ ഇനി സാധാരണ ആസൂത്രണത്തിൽ ഇനി അഥവാ ഡേറ്റ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതാണ്. പകരം ഇവിടെ അവർ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രൊജക്ഷൻസും കൂടിയാണ്. നിലവിലുള്ള സ്ഥിതി മാത്രമല്ല, വരുന്ന വർഷങ്ങളിൽ ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്, ഈ ലെവലിലേക്കാണ് പോകുന്നത് എങ്കിൽ നമ്മൾ എന്ത് ഇടപെടണം, എങ്ങനെ ഇടപെടണം എന്നാണ്. അതാണ് വ്യത്യാസം. ആ ഒരു രീതിശാസ്ത്രം നമ്മളുടെ മുമ്പിൽ ഇവർ അവതരിപ്പിച്ചു. അത് ശാസ്ത്രീയമാണ് എന്നതാണ് ഈ പരിപാടിയുടെ വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നത്. ഉള്ളടക്കത്തിൽ ഇനിയും നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാം, അതിലെ തെറ്റുകൾ കാണാം, അതിന് മാറ്റം ഇങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ ഈ രീതിശാസ്ത്രം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇവർ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ പരിപാടിയുടെ പ്രധാന ഭാഗം എന്നാണ് ഞാൻ കണക്കാക്കുക. ഇത് അത്ര പ്രശ്നമുള്ളതല്ല എന്നുള്ളതിൻ്റെ തെളിവ് എനിക്ക് ഡോക്ടർ ജിജു ആണ്. ഇവരൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ ജിജു ആണ് ഇത് മുഴുവൻ വായിച്ചിട്ടുള്ള ആള്, അല്ലെ കണ്ടിട്ടുള്ള ആള് നിങ്ങളാണ്. അതായത് ഇവരുടെ ഇവാലുവേഷന് ഭോപ്പാലിൽ പോയ ആളും ജിജു ആണ്. കാര്യം അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയുള്ള ജിജു ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിച്ച് കണ്ടുപിടിച്ച് ചെയ്ത ആള് നമ്മുടെ ഞങ്ങളുടെ MLA, ഇവിടുത്തെ MLA ശ്രീ സീവർ ചിറ്റൽപ്പള്ളിയാണെന്ന് പറയുന്നത് എനിക്ക് വലിയ അത്ഭുതവും സന്തോഷമാണ്. അദ്ദേഹം കഴിഞ്ഞ 4-5 ദിവസം മുമ്പ് വന്ന് എന്താണിത് ഓരോന്നായി ഓരോ ഭാഗം, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൃത്യമായി പറയാൻ കഴിച്ചാൽ ഇത് സമഗ്രമായിട്ട് എനിക്ക് അറിയണം. അത് ഡോക്ടർ അജിത്തിനെ കൂടെ ഇരുത്തി ഇതിനെ മുഴുവൻ പഠിച്ച്, എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അങ്ങനെ ഒരു MLAക്ക് ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇത് നോക്കിയാൽ ആർക്കും നമുക്ക് മനസ്സിലാക്കി കാര്യങ്ങൾ അപഗ്രഥിച്ച് മുമ്പോട്ട് അംഗീകരിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. ഈ അതിൽ ഓരോന്നായിട്ട് എടുത്ത് ചർച്ച ചെയ്യുമ്പോഴാണ് അദ്ദേഹം കൂടുതലും വടക്കാഞ്ചേരി ഉദ്ദേശിച്ചാണ് സംസാരിച്ചതെങ്കിലും അല്ലെങ്കിൽ നോക്കി കണ്ടതെങ്കിലും എന്ത് പെട്ടെന്ന് പ്രാക്ടിക്കലായുള്ള പല കാര്യങ്ങളും ആഡ് ചെയ്യാനോ തിരുത്താനോ പറ്റിയെന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ജനപ്രതിനിധികൾക്ക്, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് പ്രത്യേകിച്ചും ഇതിനെ സമ്പുഷ്ടമാക്കാൻ കഴിയുന്ന ഒരുപാട് സാധ്യതകളുള്ളത്. കാരണം വെച്ചാൽ കണക്കിനും അപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അവിടെ നമ്മളുടെ ജനപ്രതിനിധികൾക്ക് അതുപോലെ പ്രാദേശികമായിട്ട് പ്രവർത്തിക്കുന്നവർക്കുള്ള അറിവ്, പ്രവർത്തനത്തിൽ കൂടെ നേടിയ അറിവ് ഇതിന് ഉപയോഗം ചെയ്യും. ഇപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മെത്തഡോളജിയുടെ അടുത്ത ഭാഗമെന്ന് പറയുന്നത് ഇതിനെ എങ്ങനെയാണ് താഴെത്തോട്ടുള്ള വിജ്ഞാനവും നൈപുണ്യവും കൂടി ഉപയോഗിച്ചുകൊണ്ട് സമ്പുഷ്ടമാക്കാൻ കഴിയുന്നതാണ്. ഞാൻ
ഇത് കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചേ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരു രീതിശാസ്ത്രം നമുക്ക് ഏവർക്ക് ഉപകരിക്കുന്നതാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇവർ ഈ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. അവരെ I think all of you, all the 6 of you should stand up so that others would like to see you actually. Of course, you will be presenting, but congratulations, all of you, congratulations. You can turn that side so that others also see you. Okay, good, thank you. And thank you, sir, and your team for leading them, coming to Thrissur, and of course, the TMA and SF, and all of those who have been involved. I mean, all of them have been a close partners of KILA in various occasions. So, വിലങ്ങൻകുന്നാണെങ്കിൽ ഇതാണെങ്കിൽ ആളുകളെല്ലാവരും നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകിയ കിലയിൽ നിന്ന് നേതൃത്വം നൽകിയ ഡോക്ടർ അജിത് കാലിയത്തിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. നമ്മളൊരു 10 മിനിറ്റ് ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. പുറത്ത് ചായ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പരിപാടി കണ്ടിന്യൂ ചെയ്യും. In fact, when I addressed the gathering, I used your name.
ഹലോ. ഹലോ. മിറഷടാ, ഞാൻ പറയുന്നത് കേൾക്കാവോ? ആ, കേൾക്കാം. ഒരു ചെറിയ ഹോളുള്ളത് ഞാൻ ക്ലിയർ ചെയ്യാം, ഇപ്പൊ ക്ലിയർ ചെയ്യാം. ഹലോ ഹലോ, മിറഷടാ, സൗണ്ട് ഓക്കെ അല്ലേ? നിങ്ങൾ ഒന്നുകൂടി സംസാരിക്കോ? ഹലോ. ഹലോ ഹലോ. ഹലോ. ആ, കുഴപ്പമില്ല, കേൾക്കാമല്ലേ മിറഷടാ? ആ, കേൾക്കാം. അത് ഇത് തന്നെ പിടിക്കുന്നതാണ്, അത് ക്ലിയർ ചെയ്യാം. ഹലോ ഹലോ.
urban design, etc. And we have Bachelor of Planning and Bachelor of Architecture course also we are running. And besides this, we have 6 interdisciplinary centers that is based on human-centric geoinformatics, Center for Cultural Knowledge System, Atal Incubation Center, National Center for Spatial Rural Development. It is found by our Ministry of Panchayati Raj. And we have Center for Indian Knowledge System Planning. We are doing on different work on research, consultancy and projects. This is our view of our night view of a campus, new campus and the residential quarters. Now we are here for this studio exercise of second semester of Master of Urban and Region Planning. So mainly focusing on region planning exercise. We have other semesters dedicated on town development, town planning also, and thesis. So this semester focus on region because region is also very important. We have our city level plan, village level plan, but there is a gap in between, and haphazard unplanned growth is going on there. So for spatial development, for smooth development and proper management of whole region, there is requirement of this spatial plan. And as per our legal backup, we have as per 74th Constitution Amendment Act, there is provision of district planning. So keeping all these in mind, we have formulated our regional plan exercise. And this time we got invitation from TMA in partner with KILA. And we have one MOU signed with KILA and SPA Bhopal. And we had our students field visit in February, 2 weeks visit with our faculty members also. And we got very good logistic and very good hospitality support from TMA, KILA and SF Foundation and other Kerala College of Architecture, Government College of Architecture also support. And we visited all blocks and all the, we had stakeholder meetings also. And we had a good interaction with all these organizations which is required to collect data. And we are thankful for this exercise. And with the support of 3 faculty coordinators and 36 students, the students has prepared this. This is students exercise. So it's not that you take this as a project because so much more detailed exercise also required. We did this similar type exercise last 3 years back for Coimbatore region. And last year we got the project from Tamil Nadu government also. And this is of almost 2 years project to prepare regional plan of Coimbatore sub-region and Nilgiri district also. So, so I am again telling you this is students exercise. There may be some gaps, some loopholes are there. So in the span of only 2 months, the students have prepared this report, this exercise. And here we have 6 nominated students are here. They will present their exercise. Thank you. Good morning, everyone. I will be introducing the studio exercise to you all. So, starting with what is a region? Region is a well-delineated space which is larger than a city and may have spatial contiguity, socio-economic cohesiveness, definite statistical and administrative unit, and fairly homogeneous natural endowment. In order to achieve an optimum outcome in terms of a balanced development, district planning is considered to be one of the most prudent interventions for the economic growth and development of a region. So this district planning, as per the 74th CAA, is also a sector of town and country planning, and this provides for the constitution of DPC. So this district as a region is taken up for this regional planning exercise because it covers the entire nation without leaving out any intermediate space. We have come to the cultural capital of God's own country, Thrissur, also known as Vrishabhadripuram, the 3rd largest urban agglomeration in Kerala, to prepare the regional plan with the vision
to transform Thrissur into a hub of climate resilient, sustainable symbolic economy. Now, this symbolic economy includes creative knowledge-based economy and the climate resilience, along with developing a sense of ownership among the citizens and marketing the city internationally. The aim of this project is to achieve the climate resilience, economic prosperity, and balanced regional development based on the pillars of symbolic economy through sustainability. We have outlined 4 objectives for the purpose. First is to analyze the existing resource and economic base of the Thrissur district. Second is to identify the potential sectors, assess existing infrastructure, and estimate the future requirements for the climate resilient symbolic economy. To recommend the sustainable solutions for facilitating the symbolic economic development is also one of the objectives. And the last but not the least, to prepare an ecologically and socio-economically sustainable balanced regional plan of the Thrissur district. For this, through the vision, literature study, and the site visit, we have identified various aspects and various pillars, 3 pillars of symbolic economy. They are environment, infrastructure, and economy. The individual proposals are integrated into a comprehensive regional plan that ensures the synergy amongst the various sectors. The plan also emphasizes on the coordination between the 3 pillars of symbolic economy to achieve various sustainable development goals and to make Thrissur a climate resilient symbolic economy by the year 2047. Very good afternoon to everyone. I am Rajdeep, and after the brief understanding that Gayatri provided regarding our studio exercise, I will talk very briefly and introduce the district. So Thrissur, which is derived from the term Three Shiva Perur, which means a land of 3 Shiva temples, is a district which falls under the central division of the state of Kerala. The district, these are some of the basic profiles of districts, such as the area, population, and the growth rate of the district. So if we talk about the historical evolution of the district, one of the earliest signs of development was the Muzarish port, which is currently located in Pattanam, which became a hub of trade and international commerce. So which resulted in a lot of intercultural exchange, which resulted in the construction of India's first mosque, that is the Chedaman Mosque, and India's first church, that is the Saint Thomas Church. Furthermore, there were several other temples, which are such as the Vadakunatham Temple, Guruvayur Temple, and other such. Under the kingdom of Cochin, under Shaktan Thampuran, the region saw a lot of development, such as the fortifications of the area surrounding Vadakunatham temple, the creation of Ventriculum, which are artificial water bodies connecting Thrissur city with the Kodangalur port for better trade. Furthermore, in the year 1946, the first instance of the Travancore Cochin state was formed, under which Thrissur was a part of it. And finally, it was in the year 1949, 6 taluks and Kundamkuram taluk were merged together to form the current Thrissur district. Talking about regional level planning in the district, one of the earliest was the Thrissur development plan in the year 1981. And currently there is the district development plan for Thrissur. Furthermore, if we talk about Thrissur, it is also called the cultural capital of Kerala, and there are several contributing factors to that. So some of the primary factors are the presence of several industries, such as the handloom industry, the tile making industry, which is also a very famous industry. There is also a lot of local arts and crafts present here in the district and in different parts of Kerala. It is also called an educational hub and a knowledge city because of presence of several institutes, such as Kerala Institute of Local Administration, Kerala Agriculture University, Kerala Police Academy, and other such. There are also several cultural institutions, such as Kerala Kalamandalam, Kerala Sahitya Academy, Kerala Nadaka Academy,
etc. Thrissur is also famous for its Ayurvedic hospitals across the world. And one of the earliest is the Aryaveda Salah Hospital, which is one of its kind. Furthermore, there is also the unique ecosystems that Thrissur has, which means the coal wetlands, the Vemanar Ponnani ecosystem, which is present in under a certain part of it is present within the administrative boundary of Thrissur. Furthermore, it is also called the gold capital, the grain district, because of its aging population and a migration of the urban educated youth. Talking about the regional setting of Thrissur, Thrissur falls within the state of Kerala, which is bounded by Karnataka, the state of Karnataka and Tamil Nadu. It is connected to the rest of the country via the National Highway 66 and National Highway 544. There is also the presence of the National Waterway 3, which extends from Kollam to Kottapuram, and via Calicut Airport in the north and Cochin Airport in the south. I will next hand over the presentation to Sandeep. സോ ഇതുവരെ നമ്മൾ ഈ റീജിയണൽ പ്ലാൻ വർക്കിന്റെ ഒരു ഘടനയെ പറ്റിയാണ് പറഞ്ഞത്. അതിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്ന എയിം ഒബ്ജക്റ്റീവും പ്രസന്റ് ചെയ്തിരുന്നു. ഒരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള സിംബോളിക് ഇക്കോണമി ഡെവലപ്പ് ചെയ്യുക, അതേസമയം നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച്, ഫ്ലഡിങ്, അതുപോലെയുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റം ഫ്യൂച്ചറിന് വേണ്ടി ഡിസൈൻ ചെയ്യുക എന്നുള്ള രീതിയിലാണ് എയിം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ സെക്ടർ വൈസ് അനാലിസിസിന് ശേഷം നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. യു ക്യാൻ കണ്ടിന്യൂ. Moving on to administrative setup of Thrissur district, we have one collectorate following two revenue divisions with 7 taluks, 1 municipal corporation, 7 municipalities, 16 blocks, 86 gram panchayats and 255 villages. When we see the administrative setup, it is headed by collectorate with 1 additional collectors for revenue officers and other district revenue officer for and deputy collectors. When we see the local self government department, the article 72 and 73 that has been properly implemented in Kerala in the early stages, and local self government department is formed, which has proper functioning to the municipalities and municipal corporations as well as to the gram panchayats. And as well as different institutions has been set up in Kerala for the following functions. Then moving on to the land use and land cover map, it is the integration when we see the built environment and natural environment all together in the district plan. So we have seen that from 2004 to 2016, the built-up area has been increased in the Thrissur district, and the agriculture area that has been reduced significantly in the district, following to the increase in also the number of barren land, fallow lands. Leading to the natural environment. The environment plays a major role in the livelihood of society. So when we see the climatic factors, the climate change has been a major problem around the country now on. So the climate change has major effects in Thrissur also, that we see in the rise in temperature, rainfall, flooding. Even the reports now says that sea level is going to rise by 0.1 centimeter in the coming 10 to 20 years, as well as the cyclones and other major climatic are coming. So when we see the warmer months and the wetter months are increasing significantly year by year as the decadal growth. When we see the topography of the state have natural average slope of 6.32 degree and have 5 various topographic segregation from lowland, upland, midlands and the others. When we see to the forest area is 1036.19 square kilometer that has been spread over the 4 blocks, and the major problem there is the human wildlife confliction that has been creating problems to the local villages, and for that we need the early maintenance and responding teams as early as possible. Leading to the soil conditions due to different factors of soil erosion, the flooding and and other factors. 173.56 square kilometer of land has been lost its potential productivity of soil. And leading to the mining area, the mining is the major source is granite and ordinary earth, which has been contributing to the economic capacity of the district.
but it is diverse. It has adverse effects on the barren lands, the soil erosion, and other factors are also coming through that, leading to the rivers and other water bodies and surface waters. We have different dams, 5 rivers, and different various backwaters in the district. But these are being polluted due to different different waste through solid waste and sewage treatment, sewage discharge in the rivers directly, as well as the coal lands, which is a unique ecosystem in the district, the Vembanad Punani coal wetland. That is also being degraded due to these sources, which is a major rice granary store and irrigation source in the district only. So that is also one of the major degrading points in district. Also, the groundwater quality has been analyzed, and that has been seen that critical blocks like Chalakudi, Ulukara, Mathilakulam, and Payanur are facing problems in the groundwater quality level. Also, the air quality having PM 2.5 and PM 10 as the major air pollutants, as well as the air quality all over the year remains to moderate AQI. So that has to be again analyzed and thought about for the proposal. The coastal pollutions is like 62-kilometer length of the coastline is also having the coastal erosions and other high tide and major problems. And the major issue is because of the violation of CRZ norms. So we have to focus on how the CRZ norms can be included for sustainable development. സോ ഇതുവരെ നമ്മൾ കേട്ടത് ഒരു എൻവയോൺമെന്റിനെ പറ്റി, പരിസ്ഥിതി പ്രശ്നങ്ങളെ പറ്റിയുള്ള അനാലിസിസുകളായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ഭൂമിയുടെ ഉപയോഗം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. നമുക്കറിയാവുന്നതുപോലെ നല്ലൊരു ശതമാനം ഫോറസ്റ്റ് ഏരിയ ആണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ടാകുകയും നമുക്ക് ബിൽറ്റപ്പ് ഏരിയ നല്ല രീതിയിൽ ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇമ്പാക്ട് നേരത്തെ പറഞ്ഞതുപോലെ കോൾ ലാൻഡിലും മറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പാടശേഖരങ്ങളിലേക്കൊക്കെ ബാധിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള അനാലിസിസുകൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ നദികളുടെ പൊല്യൂഷനെ പറ്റിയും അതുപോലെ കോസ്റ്റൽ ഇഷ്യൂസിനെ പറ്റിയുള്ള ഗണ്യമായ പഠനങ്ങൾ നടത്താൻ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ എൻവയോൺമെന്റിന്റെ മറ്റ് ഘടകങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ ജിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും പഠനത്തിന് വിധേയമാക്കിയിരുന്നു. മറ്റൊരു പ്രധാന ഘടകം പഠനത്തിന് വിധേയമാക്കിയിരുന്നത് കോസ്റ്റൽ ഏരിയയിലുള്ള ഡെൻസിറ്റി, അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കോസ്റ്റൽ സോൺ റെഗുലേഷന്റെ വയലേഷൻ, അങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം പഠനത്തിന് വിധേയമാക്കിയും അതിൽ നിന്നുള്ള സമ്മറികൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. So continuing with the pollution part, the third most carbon emitting sector is transport. More specifically, the road transport, which contributes to 90% of the carbon emissions. As we can see here, the fuel efficiency of various modes of transport, the fuel efficiency of the water transportation is the highest as compared to the rails and the road transportation. Further, we see the water transport potentials in Thrissur district specifically. Here, the paint industries, the raw products of the paint industries, steel scrap industries, the seafood companies, the fish transportation, all these things from Kochi to Kozhikode and these places, they all can be taken up in the medium of water transportation also. The currently the problems or the hindrances that we face are the congestions on NH 66, the no vertical clearance, the narrow stretches, no jetty locations, the absence of navigational aids, and vertical shrinkages and due to the siltation, all these problems. So in order to counteract these things, we can propose something on the lines of water transportation. Further, we look into the disaster analysis aspects. Here we can see in this map, these are the location, the orange things, they are the flood susceptible zones, and the red part shows the landslide susceptible zones. So these have been obtained from the DDMA of Thrissur. Further, and those dots, they represent the relief camps.
by taking all these things, the data that we got, we further analyzed it based on the various parameters like the geographical area that is affected, which is maximum in Antikard, further the agriculture area affected, population affected, the relief camps, the connectivity affected, all these things block wise, like the population affected is highest in Cherupur. So after taking all these parameters and finding out their numerical values, we got an we gave an weighted index score to them on the basis of various journal papers and the frequency method. From that, that map represents the different susceptibility and vulnerability of the disasters. For example, the Pulakkad, Mulaseri, Antikard, Cherupur, Irinjalkuda, Kodakara, and Thrissur Municipal Corporation are the most vulnerable to the flood disaster. So now coming on to the topic of demography, there is a need to maximize the opportunities, prepare for the challenges due to the demographic transition, and we need the allocation of policies and population on the basis of the population dynamics. For this, we can see here the population trend and the growth rate. This here shows that the Thrissur Municipal Corporation has the highest population, which is 3.4 lakhs in 2011. It is followed by Chavanur and Mathilakam. Here we can see the comparable growth rates. We have the comparable growth rates of India, Kerala, and Thrissur. The estimated decrease in growth rate of Thrissur within 2001 to 2047 is from 4.5% to 1.33%. Here we can see the urban and rural population percentages. The rural population is showing a negative trend, while the urban population is showing a positive trend. So here we specifically in the year 2001 to 2011, we can see that the urban population has increased drastically. So this is one of the factors that needs to be considered. Talking about the systems of working, and if we consider the workforce participation, from the graph above, you can see the trend that although the overall participation has increased over time, the participation of women is still less than 50% of the participation of men from the year 1991 to 2011, as per the census details. Furthermore, if you take literacy rate, the literacy rate has increased drastically from 74% to 95% in 2011, and it is even projected to rise even further. Furthermore, as previously mentioned, the workforce participation has also increased over time, and within the 4 floor classifications such as agriculture, household, and other workers, the number of workers within other workers is the highest. Furthermore, it was found that the population is an aging population. So it was projected that by the year 2047, the aging population, elderly population, would be 18.6% of the total population of the district. Because of this, and because of the less female participation in the workforce, there is a high chance of elderly females who will be left economically dependent. Furthermore, by this particular graph, age division by working age, you can see from the ages 15 to 49, maximum number of workers are participating. So that means that the demographic dividend is getting higher within the working age, which means that although the population is aging, more number of young people can be provided with more jobs and participate more. Next. So talking about migration, which is one of the major factors in the
demographic context of the district. So if you see the map of India, you can see that the maximum number of in-migration is occurring from the states of Tamil Nadu, Karnataka, and also West Bengal. So currently the situation is such that the maximum number of migrants are coming from the states of Assam and West Bengal, who are engaging in construction workers or mining and other such other worker categories. Furthermore, if you see the map of Kerala, you can see that the maximum number of in-migration within the state is happening from Palakkad, Ernakulam, and Malappuram. Furthermore, if you talk about out migration, most of the migrants, maximum number of migration is happening within the youth. So who are migrating for better job opportunities, because although they have high literacy and educational status, most of them are choosing to go outside for their further studies, higher education. So 63.6% of the young population have dropped out of job and education, as per the reports that were gathered during our study. If you talk about the hierarchy of urban and rural settlements, as you can see from the map, that from the year 1991 to 2011, the number of census towns have increased drastically from 14 to 135, whereas the number of rural areas have decreased from 209 to only 96. So which is proving that there is rapid urbanization occurring within the district. And furthermore, maximum number of urban settlements are located within Thrissur Municipal Corporation areas, Chavakad, Irinhalakuda, and Vadakancheri. And the rural areas are within the blocks of Chalakudi, Payanur, and Olukara. If you talk about the housing condition, നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ജനസംഖ്യാപരമായ കാര്യങ്ങളെ പറ്റിയായിരുന്നു. നേരത്തെ കണ്ടതുപോലെ 2011 കണക്കുകൾ പ്രകാരം 67% അർബൻ ഏരിയകളായിരുന്നു. ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഉള്ളതെങ്കിലും മറ്റ് പല പഞ്ചായത്തുകളും അർബനൈസ് ആകുകയും നോട്ടിഫൈഡ് അർബൻ ടൗൺസ് ആയി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലിറ്ററസി നമുക്കറിയാവുന്നതുപോലെ നല്ല രീതിയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഘടനയാണ്. പക്ഷേ നമുക്ക് പോപ്പുലേഷൻ ഏജിങ്ങിന്റെ ഒരു മെയിൻ ഫാക്ടർ നമുക്കിവിടെ കാണാൻ സാധിക്കും. നേരത്തെ കാണിച്ചതുപോലെ ക്ലോസ് ടു 20% 2047 ആകുമ്പോഴത്തേക്കും ഏജിങ് ആവുന്ന ഒരു ഇതാണുള്ളത്. അതുപോലെ തന്നെ റൂറൽ സെന്റേഴ്സിന്റെ ഗണ്യമായ ഒരു കുറവുണ്ട്. അതിനനുസരിച്ച് അർബൻ ഏരിയ വളരുന്നതിനനുസരിച്ചുള്ള പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ നടത്തുന്നതിന്റെയും ആവശ്യം ഇത് സൂചിപ്പിക്കുന്നു. So talking about housing, as per census, housing is classified into 3 categories, which is good, livable, and dilapidated. So if you see the table over there, you can see that the housing conditions of Kerala and Thrissur, which are classified as good, is actually higher than that of the national average. And the condition of dilapidated houses is lower. So which shows that the general condition of housing in Thrissur and Kerala is comparatively better than the national average. The graph over here shows the block-wise conditions of housing, and you can see that in most of the blocks, the number of good houses are actually far more than livable and dilapidated. And maximum number of dilapidated houses are found in the municipal corporation area, in Olukada and in Chobanur blocks. So furthermore, the map over here shows that the number of rented and owned houses. So in most of the blocks, the number of owned houses is much higher than rented. And in Thrissur Municipal Corporation, the number of rented houses is higher. One of the reasons for this is a number of in-migration that is coming into Thrissur, and people are renting homes, whereas a lot of out-migration is happening of the educated youth and other qualified persons who are going abroad for further education or occupation purposes. Furthermore, if you look at the growth centers, so it was identified that Thrissur district has one major growth center, which is located in Thrissur, within the Thrissur Municipal Corporation area, 68 central villages and several service centers. So this calculation was done on the basis of the primary and secondary survey data we collected, and the 3 main pillars, which is demography, economy, and infrastructure, which was calculated on the basis of scaleogram analysis and centrality index analysis. The map shows all these the locations of the growth centers, growth service centers, and central villages in the context of villages, rural, and urban areas. So the urban and rural areas are marked within the map along with the growth centers.
So what it shows is that the blocks of Chovanur, Mala, and Pudakal require a maximum need of housing due to their increased growth rates. Good afternoon, everyone. So when we talk about transportation, so we need to ensure that it is well connected and safe option. In Thrissur district, it is a complex network of road network, railways, and water transportation. So from that complex network, we analyze that within district, from the center of Thrissur, one can travel within 45 minutes, but except Chalakudi, you will be taking time of 1 to 2 hours that we analyze on GIS, as well as our own observation. We got to know that the GIS analysis is correct, as well as to think about how safe and what are the scenarios of connectivity based on we took the road accident data, and based on that we have mapped it on a block-wise level. So we need to ensure that those which are more accident in the blocks which are having more accidents, that need to be ensured that it should be safe, as well as those transportation modes should be safe, which is expecting more accidents in that type of transportation modes. Next. So based on primary survey as well as secondary data collection, we got to know that more than 50% of traffic is constituted by two-wheelers. Then by 20% it's four-wheelers. So, but public the passenger movement in public transport is very less, and this is supported by the secondary data which we have collected. So as you can see, the vehicle growth rate has been decreased, especially of buses. It has been decreased, and that is also supported by the registration of bus, which is also decreasing. But again, the question is, where are the passenger movement going? So the passenger movement are increasing in IPTs, that is auto rickshaws. So that need to be we need to be ensured that that should be integrated, so that we can work on an efficient transport mode, as well as railway. It can be another option for sub-regional level, which should be explored, because after pandemic it has been shown, it has been observed that there has been a 6-time increase in passenger movement, and there are like 36,000 footfall within the districts, and which will be increasing further if we talk about projection of 2023 as well as 2047. So overall, what we expect as a proposal, that we need an integration, as well as to ensure that it is a sustainable option, as well as efficient and a safe option. Next. നമ്മൾ ഇതുവരെ കണ്ടത് ഹൗസിംഗ് ട്രാൻസ്പോർട്ട് സെക്ടറിനെ പറ്റിയുള്ള അനാലിസിസുകളാണ്. ഹൗസിംഗ് സെക്ടറിൽ ഗണ്യമായ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻസ് നടന്നിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്പോർട്ട് സെക്ടറിലേക്ക് വരുമ്പോൾ നമുക്കൊരു കോൺസ്പിക്യസ് ആയ ഒരു കാര്യം കാണാൻ സാധിക്കുക എന്ന് പറയുന്നത്, വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. റോഡിൽ സർവേകളിൽ നിന്ന് വ്യക്തമായത് ടൂ വീലേഴ്സിന്റെയും കാറിന്റെയും ഉപയോഗം ഒരുപാട് കൂടിയിട്ടുണ്ട്. KSRTC പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണവും വളരെ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കുറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ സ്വന്തമായുള്ള വാഹന ഉപയോഗവും അതുപോലെ ഓട്ടോ പോലുള്ള IPT ഉപയോഗത്തിലേക്ക് മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ആക്സിഡന്റുകളുടെ ഗണ്യമായ വർധനവായിരുന്നു. അത് ഒരുപാട് ജീവനുകൾ അപഹരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് കണ്ടിന്യൂ ചെയ്യും. In terms of social infrastructure, we are going to look at the educational and healthcare facilities. So in this, we see that educational infrastructure and healthcare is at an optimum. Is at an optimum when it comes to Kerala, and we know what Kerala does today is done by the world tomorrow. So in the same context, we can see that even Thrissur has an optimum level of educational infrastructure and healthcare infrastructure. Apart from that, the educational infrastructure is optimum when it comes to Thrissur only till the 10+2 level. After that, most of the colleges have they have courses which are very traditional in nature. So this gives rise to people with graduate or postgraduate degrees which are a little redundant. They do not have that much scope. There are subjects like virology, there are subjects like artificial intelligence, which are in a lot more demand in today's aspect.
So there is a scope of educational unemployment, which can be met by producing courses in these criteria, in these areas, and that can mitigate to the issue of educated unemployment. Along with that, entrepreneurship can also be augmented by introducing vocational courses in this aspect of entrepreneurship. In healthcare in Thrissur, we see, according to IPHS standards, the public healthcare standards, for a 10 lakh population, 220 beds are required. But in Thrissur, we have 2,700 beds per 10 lakh population, which is more than optimum. By 2047, the number will reduce to 1,800 plus beds, which is lesser, but it is still more than optimum required level. Now, with our changing lifestyle, we can see that there are mental health issues which come up. There are physiological issues which come up, and these need catering to with our coming generations. To cater to that, sports facilities, sports infrastructure is a big requirement. Moving on to the physical infrastructure, we have seen that the requirement, the currently energy is generated by hydel, solar, thermal, and wind power. So current annual generation still is 433,990 kilowatt hour, but as per the population projection of 2047, we'll need more energy and power to supply. So we have to look for alternative sources of energy to provide the power sources. Again, moving to the water supply. Water supply is currently majorly with the help of groundwater supply. But when we see groundwater levels are depleting at this level, and it is creating water scarcity. So we have to see into the various methods that will use the surface water for providing water supply to last miles. Like we have to provide that to house to house. Now, coming to the solid waste and sewerage treatment, sewerage issues in physical infrastructure, we have seen that there is lack of solid waste management in district, as well as recycling plant and treatment plants are very less and not available for non-biodegradable waste. So we have to look into the opportunity that how we can use decompose the non-biodegradable waste and also use the biodegradable waste to produce energy and as a compost material. അനാലിസിസിന്റെ ഭാഗമായി രണ്ട് മേജർ സെക്ടേഴ്സ് കൂടി അനാലിസ് ചെയ്ത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നുള്ളതായിരുന്നു. ഒന്ന് സ്കൂൾ, മറ്റൊന്ന് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ രണ്ടാമത്തത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഈ രണ്ട് മേഖലകളിലും കേരളം അച്ചീവ് ചെയ്തിട്ടുള്ളത് വേൾഡ് സ്റ്റാൻഡേർഡിനോട് ഒപ്പം നിൽക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് തൃശ്ശൂരിന്റെ അവസ്ഥയും. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്, ഒന്ന് മെന്റൽ ഹെൽത്തിന്റെയും സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിന്റെയും കൂടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ രാവിലെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ സാനിറ്റേഷന്റെ, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെയും സിവറേജിന്റെയും കാര്യത്തിൽ ഒരുപാട് പ്രോജക്റ്റുകളുടെ ആവശ്യങ്ങളുണ്ട്. അനാലിസിസിൽ നിന്ന് മനസ്സിലായത് പല പഞ്ചായത്തുകളിലും പല അർബൻ ഏരിയകളിലും അതിന് ഉതകുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമാണ് എന്നാണ്. താങ്ക് യു. Now we'll begin with the economy portion. So looking at the GDP aspect of India, we see that 53% of the GDP is contributed through the tertiary sector. And it is followed by the secondary sector 26% and 20% by primary sector. In respect to that, when we look at Kerala's GDP, we see that the primary sector is only contributing to 8%, which is less than half of what the primary sector is contributing in India. In comparison to Kerala, when we looked at the GDVA contribution, the primary sector is contributing to 9.34%, whereas in comparison in Thrissur's GDVA, the contribution of the primary sector is further less, which is 6.18%. Then we looked at the trend of the primary, secondary, and tertiary sector in Thrissur, and we saw that there was an increasing trend from 2019 to 2022 in the GDP contribution of the tertiary sector. But when it came to the primary and the secondary sector, there was a decline. The major contributors in the primary sector is the livestock, in the secondary sector is the construction, and in the tertiary sector is the real estate.
So talking about the tertiary sector, we have seen that the maximum contribution towards the economy of Thrissur is shared by the tertiary sector, that is the service sector. Though the sector is a flourishing sector, we have various shortcomings. From the GVA contribution of 2022, we see that the highest maximum contribution is shared by the real estate, the hotels and the restaurants, that is the hospitality sector, followed by the financial services, public administration and others. So talking about the real estate, we see from the map that majority of the projects are concentrated where the land value is high. The municipal corporation as well as Purakkal, Iranjalakuda and Antikar shares lot many real estate projects. And we have seen that the real estate has also been there in the coal wetlands as well, which is degrading the land. And in terms of the IT sector, we see that Info Park, which is there in Korati, the IT park and the IT units under Kudumbashree is not generating enough employment, which we can say that it is not creating enough of jobs or job opportunities to sustain the youth of the district. And in terms of tourism sector, so tourism shares more than 10% of the GDP contribution. Tourism itself is a very flourishing as well as a priority sector in Thrissur, because in terms of the typologies, the different typologies that we see in the district. We have existing 6 circuits right now, where there are some shortcomings as well in the circuits, as there are many pilgrim tourist destinations which are not being covered in the tourist circuits. So as a whole, the proposal would be to ensure more tourists to stay in the district, as well as include all the tourist destinations, so that people can experience the Thrissur district as a whole in all the circuits. Next. We have analyzed the basic infrastructural facilities that we have in the district, both for physical infrastructure and social infrastructure. So the darker the color, the better is the facility provided. In terms of the economic infrastructure for markets, we have a very limited data regarding the employment as well as the typologies and the locations of the markets. But with the limited data, we have analyzed the typologies, and we see that there are potential for variety of markets in Belangalur, Purakkal and Thalikulam. In the case of banking and finance, we know that Thrissur district is known for its thriving banking and financial services. The district is home to numerous banks and financial institutions. So it is already a flourishing sector in the district. So to analyze the secondary sector data, we collected the data of 2022 to 23 of the MSME. And as we know that Thrissur in Kerala, there was the year of enterprises for 22 to 23. And in that, Thrissur bagged the 3rd position by creating more than 13,000 industries within 250 days. So over here we have in this map, we have located all of those industries, and we have tried to understand the pattern in the change of concentration from in blocks from 2015 to 2022 to 23. Out of this, we also further analyzed the industries on the basis of the number of units, employment, turnover, and investment. From that, we gathered that the industries with the units had the highest number of, the industries with the highest number of per unit turnover was the paper industry, and it was followed by the gold industry, and then there was the general engineering. Now, after analyzing all of this data, we saw that there were 3 industries which had the most, while all of the industries had the potential of expansion, 3 industries which had the most potential for expansion were the handloom industries, were the construction, and the gold industries. Because the gold, as we know, gold is 70% of Kerala's entire gold per day is produced in Thrissur. And construction industry has the highest GDP contribution, along with the maximum number of employment. And the handloom industry is a dying sector, and it has special emphasis for the augmentation in Kerala's 2030 perspective plan. Moving on through primary sector,
Primary sector is majorly including agriculture, fisheries, animal husbandry, forestry, plantation, and other things. So basically, we have seen that year-wise how the in the decadal mapping, how the major crops have been reduced. Like in paddy, the area has been reduced, but the production has been increased in the current scenario. But and so we have to look into the major crops, that how we can increase the production per year, so that we can have more economy to the farmers and other cultivators. We have seen that land use, the paddy fields has been converted from for cash crops also, because there is lesser remuneration in paddy as compared to the cash crops. So it is also one of the major points that how the paddy being the rice granary, Thrissur district, but still the paddy is being converted into the other crops. The other things are that infrastructures are not infrastructure services are not provided, particularly in some blocks. As well as when we see the number of cultivators and agriculture laborers, it has been reducing in census data as per the decades. When we are seeing that the cultivators has been reduced, or the agriculture farmers are reducing, it is one of the major problems, because when they are reducing, it means the agriculture practice will be reduced, and it is the major thing that we need food security. And if the agriculture laborers and farmers will reduce, then the food problems will occur in near future. So we have to look into this factor also, that how we can emphasize and encourage the farmers for agriculture practices, and how we can include the new techniques and infrastructure into agriculture practicing. Moving on to the forestry and plantation, we have seen that the major produce of economy from plantation is through medicinal plants, but that is also been reduced, because currently Thrissur is practicing Ayurveda in the major terms. So the reduction in the medicinal plants is again one of the major problems. So we have to see how we can increase the production and plantation in medicinal fields, so that it can help the Ayurveda sector as well as the economy to the tribal sectors which are practicing forestry and plantation in the forested area. Moving on to the animal husbandry and dairy developments, the major produce is of milk and meat production, but the major this is being practiced by majorly by economical weaker sections. So we have to focus again on this thing, because if we leave them, then there will again the immigration and migration problem will occur, and they'll live beyond the livable index that has been provided by the government of India. So we have to increase in terms of like the production of milk, and the rise of Milma has been seen in the Thrissur district. So we have to work on the development of blockchains as well as the gram panchayat levels, that how dairy development can directly in contact with Milma and the other milk distributors can be attached, so that they can easily access to the higher levels, and the production will increase. Moving on to fishery and agro-based industries. In this sector, we can see that we have the 18 villages which are marine fisheries, and 8 villages which practice inland fisheries. The key locations include Alikode, the Kodalangur and Chethua Kayal. We also observe that there are modern hygienic fish markets in Irinjalkuda, Mala, Vadakanjeri and Kodalangur. Further, we saw that only 57% of these community ponds are being used for the fisheries in Kodakara, Mulaseri and Olukara. The key challenges that these fishery sector was facing included limited extension services and lack of quality inputs and access to the credit, insufficient use of contemporary approaches and lack of cold chain facilities, the quality concerns and post-harvest losses. Further, in the agriculture sector, we observed that only out of the 40% industry in Kerala, out of all the industries in Kerala, 40% is the agro-based industries, and in Thrissur, 12.8% is constituted by the agro-based industries. There are 165 PPC, that is primary processing centers in the district, which covers 65% of the villages.
We also observed that the participation in different industries are different for males and females. As we can see in this chart, that fish products, the meat products, oil crushers, and products, the food power, in these all industries are male dominated, while the other industries like food products, the papad, pickle, chocolate, masala mill, all these things, they are dominated by the females. Now coming on to the land suitability analysis. This analysis is required to find out the most suitable land for carrying out various activities like settlements, the industries, the agriculture, tourism, etc. For this, we took up 8 parameters, which included slope, proximity to the urban settlements, proximity to the forest areas, flood susceptible areas, proximity to the water bodies, proximity to the coal areas, proximity to the roads, and proximity to the coastal areas. We divided these areas into no development zones, less suitable areas, the most moderately suitable areas, and high suitable areas. We can say that the no development areas are highest in the Chalakudi, while less suitable areas are highest in Ulukara, moderately suitable areas are highest in Vadakanjeri, the suitable areas are highest in Mala, and the high suitability areas are highest in Thrissur Municipal Corporation. So since we have now seen all the analysis, we will, before moving on to the proposal, I would like to conclude that there is 91% of the Thrissur is expected to live in the urban areas by the year 2047. While the concentration in the urban areas is what propels its growth, but with the present climate change, these cities are becoming more stressed than ever, and the poor communities are being the most vulnerable for these changes. Recent frameworks like SDG 11, the Sendai framework for disaster risk reduction, they emphasize on the resilient cities, which are the need of the hour. So here we have the district resilience plan of Thrissur. Okay. നമ്മൾ ഇതുവരെ കണ്ടത് അനാലിസിസിന്റെ ഭാഗമായിട്ടുള്ള പ്രസന്റേഷൻസ് എന്ന സ്ലൈഡുകളായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഗണ്യമായ രീതിയിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, ടൂറിസം, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സെക്ടറുകളുടെ വളർച്ച നമുക്ക് തൃശ്ശൂരിൽ കാണാൻ സാധിക്കും. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ കൂടുതലായി വർധനമുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുണ്ടെങ്കിലും അതൊരു എംപ്ലോയ്മെന്റ് ജനറേറ്റിംഗ് സെക്ടറായി ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറിയും ഒരു ഗ്രോത്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അതിലെയും കൂടുതൽ സപ്പോർട്ടുകൾ കൊടുത്തെങ്കിൽ മാത്രമാണ് അതിന് എംപ്ലോയ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നെക്സ്റ്റ്, അതിനുശേഷം ലാൻഡ് സ്യൂട്ടബിലിറ്റി അനാലിസിസ് നടത്തി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത് എത്രമാത്രം ലാൻഡ് അധികം തന്നെ എൻവയോൺമെന്റൽ സെൻസിറ്റിവിറ്റി ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മറ്റ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി കണ്ടെത്താൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ്. അതിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കണ്ടിന്യൂ ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ പോപ്പുലേഷൻ പ്രൊജക്ഷനും മറ്റും അനാലിസിസുകളും നടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് 91% അർബൻ ഏരിയ ആയി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക 2047 ആകുമ്പോഴത്തേക്കും. അതിനനുസരിതമായ രീതിയിൽ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടുകളും അതിനുവേണ്ടിയുള്ള ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടുകളും ഇൻഡസ്ട്രി ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകളും കൊടുക്കേണ്ടത് ആവശ്യമായി വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. So coming to the proposals, for one of the major things that we had to accomplish was to understand and project the population for any proposals to be given. So there were 3 methods which were implemented for projecting the population for 2047, which was the arithmetic method, geometric method, and weighted index method. So for the urbanized area, we selected the arithmetic geometric method, and for the rural areas, we selected the arithmetic method for projection of population. So as mentioned before, the urbanization is expected to rise to 92.7% in 2047. Because a lot of the agricultural plots are being converted to non-agricultural plots at a very fast pace over the last 10 years. Furthermore, the WPR was found to rise from 33.19 in 2021 to 34.41 in 2047.
If you talk about the fold workers projection, you can see that the other worker sector is increasing significantly in the blocks of Kudakal, Vadakancheri, Irinjalakuda, Chovanur, and within the Thrissur Municipal Corporation area. So as the WPR growth is accelerating, 90% of the settlements within the district would be urbanized by the year 2047. If you look at the projected population distribution, you can see that the areas which are marked darkest in red are the areas which will reach the saturation point by 2047, especially with the Thrissur Municipal Corporation area in the blocks of Chavakad and Mathilakam. They would reach the saturation point due to the increase in population. And the graph shows that the block-wise population projection by 2047, there will be the highest rise would occur in the block of Chovanur. So some of the factors contributing to them is the saturation point, which is being achieved by the neighboring blocks of Chavakad and Thrissur Municipal Corporation. So a lot of migration can occur from these blocks into Chovanur. Furthermore, a lot of industrial activities are proposed to happen within the Chovanur block till 2047, which can also attract a lot of migrants who are interested in working. If you look at the settlement hierarchy projection, so you can see that from 2021 to 2047, the number of urban areas were much lesser, which has drastically increased, but a number of rural areas are going to be decreasing by the year 2047. It's projected to decrease to only 25 rural areas, whereas there would be 207 urban areas. The areas of the blocks of Chovanur, Mala, Charpu, and Chavakad are the blocks which will be seeing the maximum number of urbanization. And 80% of the settlements within these blocks are going to get, it is already calculated to be urbanized. And by 2047, 90% would be urbanized within these blocks. And maximum number of these census towns, urbanized areas, which be class 3 and class 4 towns. And some of the towns which were identified to become statutory towns by 2047 are Methala, Alur, Kolari, Parakam, and Adal. Coming to as previously mentioned, growth centers were identified based on certain parameters, which were also now projected into 2047, where apart from Thrissur Municipal Corporation, Vadakancheri would also be identified as a growth center. So it was identified that there would be 2 major growth centers, 5 growth points, 12 service centers, and 72 central villages. So these service centers are actually the places where you can give social and physical infrastructure, which will be servicing. Furthermore, the growth centers are going to have maximum number of industrialization and urbanization, and the growth points are eventually going to come up to the growth centers. And if you look at this chart, this is actually a summarization of all the proposals for the growing population and the SDG goals that they're fulfilling. So they were classified into 4 hierarchies. So it will take place at a village level, municipality level, block, and district level. So there are 3 major proposals which are being given, which are policies for regulating the growth, which is creating more barrier-free public places, and to have more managing cell for the increasing population and levels. So there are 12. All these proposals are fulfilling 12 different SDG goals. And next. So now moving on to the proposals on the environment, we have total 8 sub-proposals in environment. One is the river regulation and redevelopment, which includes the surface cleanup and RRZ proposals. Further, we have the water management infrastructure, the recreational activities near the river to prevent the encroachment. The second proposal is on the coal area development, which includes KRZ, that is coal regulation zones, KRZ 1, 2, and 3. The policy interventions, which include the data bank preparation, then the land and the project management interventions. We further also have the rejuvenating coal land proposal for the economy generation, like example, the lotus farming. And we also have the flood mitigation proposals. And another sub-proposal is the sustainable water management plan, which includes site selection, garbage removal, fencing, and excavation in the 4 identified blocks. We also have the proposal for arranging the water source for rejuvenation from the nearest STP and wetland constructions.
Landscaping and creating public places is also one of the proposals. The next one is coastal zone management, where we have the CRZs, the erosion containment and coastal pollution regulation. The fifth one includes the carbon mitigation and water route revival, which has the fairway development and policy interventions along with the berthing. The sixth sub-proposal includes the flood resilient connectivity routes, which is 86-kilometer proposed connectivity improvement length in Thrissur Municipal Corporation area specifically. And then for the other areas also we have proposed, like we have the elevated causeways, the roadside barriers, the high capacity drains, flood walls, the riparian buffer zones where the already construction is not present, the green infrastructure like permeable pavements and resilient materials, etc. We also have the proposed strategy for the human wildlife conflict, like the physical barriers, enrichment planting, and involving the inline departments. The last one includes the land-based development through the smart agri villages. So based on the previous analysis on transport and connectivity, we got to know that we require an upgradation as well as introduction of new transport mode, which includes upgradation of road geometry so that it can be safe for traveling, a multimodal transport hub which can integrate all the transport modes, as well as upgradation of bus as well as IPTs, then introduction of monorail so that we can cater the growing population in another transport mode, as well as if we think about the future transport mode, we can explore on water taxi as well as air taxis, and a logistic park is required so that a better transportation for freight as well as other industries can be supported. Next. So for the tertiary sector, we are transforming, our proposal is to transform the district as a competitive district. And to achieve that, there are four categories on which the interventions will be done: institutions and regulations, infrastructure and land, skills and innovation, and entrepreneurship support. So the proposals for the economy sector is to make the district a competitive district. So for the service sector, there are proposals of private economic zone and the Think cluster, that is the Thrissur Innovation and Knowledge cluster, which would create more job opportunities for the youth. While in tourism sector, we have developed the circuits to achieve the objectives, to design a time-bound package connecting all the destinations, to increase the staying time of the tourists in the district, and to promote Thrissur's culture and heritage. So the three circuits are based on the zones of the district, that is the North Zone, Central Zone, and South Zone, which caters all the types, various typologies of the tourist destinations, which was not covered in the existing tourist circuits. So this map shows all the proposals for the different tourist circuits that we have included, and all the sustainable goals that has been attained through this proposal. Coming to the secondary sector proposals, the first industrial proposal is the handloom sector. So when we went for our study in Parayanur, we saw there's a village, it is called Kuthampuli village, where the famous Kasavu sari is made. So over there, what we saw was that when we spoke to the cooperative authority, cooperative society over there, we got to know that up until 2019, there were 600 employees. But after 2019, there are only 100 employees. So these employees shifted to construction. In construction, they're getting a wage of 829 rupees per day. So their monthly income is more than 25,000 rupees. When they're staying in the handloom sector, which is a traditional thing, which is passed down family words, so they are only earning 5,800 rupees monthly. So it is very obvious why people do not want to come back. So the first way that we had to, this is a dying sector. So to regenerate the sector, the first thing that needed to be done was to give them proper wages. To do that, the proposal of the handloom park has been given. We took the case study of the Puchampalli handloom park in Telangana, and we have located it at a 5-kilometer radius.
In that, what we did was first was that it is a 2,000 loom and 2,000 workers proposal. It will be created over 10-year period and under the National Handloom Development Program. It will be per 5 years. The investment will be of 55.8 crores. And along with that, in the village, there will be a woman-oriented development. So when we went for our study, we saw that the loom work is being paid for, but the spindle work is not. So there's a women-oriented development, marketing and branding. And one key aspect was that there has to be diversified products for the youth, because China is importing most of the clothes, which is fast fashion, but the youth needs clothes which can be created over here. Apart from that, the second proposal was the phosphogypsum industry. The phosphogypsum is a byproduct of the phosphoric acid. And from that, it can cater to 31% reduced cost when it comes to the bricks and OPC masonry replacement. Gold exhibition gallery was proposed in the Thrissur Municipal Corporation. And over there, the total area is of 17 acres. So there are, in the MSME, we saw that there are people who are working in small clusters near their houses. So in the gold exhibition, we can create a space where half of it can be utilized for the people to come and make their jewelry, while it can also create a competitive market where they can have competitions for gold jewelry. So for the primary sector, the aim is to generate more production, to boost the local economy, and to enhance the marketing strategies. So for agricultural sector, to achieve that, fallow and wasteland conversion through lease will be implemented. That will include identifying lands and allocating to farmers for 30-year leases. And additionally, a marketing plan for GI products is proposed, starting with the creation of logo, tagline, and made in Thrissur strategy. Furthermore, the demand and supply gap in the dairy sector will be focusing on 3 factors that are already been mentioned here. To tackle the challenges faced by the fisheries sector, the use of recirculatory aquaculture systems, and innovative and sustainable fish farming technique will be used, which will enhance positive changes to the fishing community as well as boost the local economy. Furthermore, an Ayurvedic park as well as an agro-based industries will be proposed. Under agro-based industries, 1 block 2 industry scheme has been proposed, and an Ayurveda park has been proposed to enhance the Ayurveda industry in the district. Under the social infrastructure proposals, we have the housing infrastructure, in which it is under 3 models. One is the mixed use housing with inclusive community housing and infrastructure. There is a direct developer proposal, under which there will be worker rental housing. And we know there are many housing which is left empty in Thrissur. So incentivizing renting of vacant housing can be done. Under the education infrastructure, enhancing human resource through optimization of infrastructure, we can see that there can be incorporation of new complexes, training, vocational training institutes, and there can be research institutes in existing college infrastructure. There are 5 categories of research institutes that are proposed: waste to wealth, bioscience for human health, climate research, ecology, environmental science, monitoring, smart mobility, and transportation. After that, we have the palliative care, which is at 3 levels, which is proposed at 3 levels. The economic infrastructure is sector specific, and district sports grid is also proposed, which is producing sports infrastructure at 3 levels of the district. Moving on to fiscal infrastructure, we have different proposals for in water supply. We have proposal of seawater desalination plant for surface water use, and again for groundwater quality treatment. Next, for the energy, we have proposed a solar park as well as wind farm and waste to energy treatment plants, so that we can have alternative source of power and energy. And for sewage and solid waste management plant, we have proposed for decentralized STPs, remote monitoring and controlling biogas plants, compost plants, as well as anaerobic digestion and community waste management programs. So the idea of the regional plan is to ensure that the tradition and innovation move hand in hand. And the way forward we can take that we should integrate the climate change process.
In this map, we have shown the all proposal which are distributed in the district, which shows the holistic development of the district. These are not just analysis of these are not just based on secondary analysis, but also based on the perception of the people which we have met here. So the future proofing Thrissur, the idea of future proofing Thrissur is that the modernization should not in fact affect the stature of the district, which is the cultural capital of Kerala. So by this we end, and we would like to invite any questions. സോ അതാണ് ഈ ഒരു സ്റ്റുഡിയോ എക്സസൈസിലൂടെ ഞങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളും അതിനനുസരിച്ചുള്ള പ്രപ്പോസലുകളും. പ്രധാനമായും ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് ഒരു എൻവയോൺമെന്റൽ സെൻസിറ്റിവിറ്റിയെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണ്ട രീതിയിലുള്ള വികസന പ്രക്രിയകൾക്ക് അവസരം ഒരുക്കുക എന്നുള്ള രീതിയിലാണ്. ഇവിടെ കാണാൻ സാധിച്ചതുപോലെ എല്ലാ സെക്ടറിനെയും അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാവുന്ന, നേരത്തെ സംസാരിച്ചതുപോലെ കുറഞ്ഞ ഒരു ടൈം പീരീഡിനുള്ളിൽ വിദ്യാർത്ഥികൾ ശ്രമിച്ച് രൂപം കൊടുത്തിട്ടുള്ളതാണ് ഈ സജഷൻസ്. അതിൻ്റെതായ ഡീറ്റെയിൽഡ് പദ്ധതി രേഖകളും പഠനങ്ങളുടെയും ആവശ്യം ഇതോടൊപ്പം നടത്തേണ്ടതുണ്ട്. ഡീറ്റെയിൽഡ് ഫീസിബിലിറ്റി റിപ്പോർട്ടുകളും അതിനനുസരിച്ചുള്ള ലോക്കൽ ലെവൽ അനാലിസിസുകളുടെയും ആവശ്യമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു പരിധി വരെ എല്ലാ മേഖലകളിലും അനാലിസിസ് ചെയ്ത് ഒരു സമഗ്രമായ ഒരു പ്ലാൻ പ്രിപ്പറേഷനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഫ്യൂച്ചർ പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളുടെ വരും തലമുറയ്ക്കും കൂടെ ഒരു സുസ്ഥിരമായ ഒരു വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇത് ശ്രമിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളുടെ വേണ്ട രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾക്കും അതിനുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതോടുകൂടെ പ്രസന്റേഷൻ കൺക്ലൂഡ് ചെയ്യുന്നു. Thank you, Paulos, Dr. Ashfaq and SPA Bhopal team. I think we had a fair understanding about the work that you have done, and it's great to get a sense of how you have looked at the district and its development potential. എനിക്ക് നമ്മൾ ഒരു മണിക്ക് തീർക്കണം എന്ന് വിചാരിച്ചാണ്, 1:30 ആയി, ഭക്ഷണം വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും പ്രസ്സിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ആവാം. അതല്ലെങ്കിൽ 2 to 3:30 നമുക്കൊരു 2:15 നമുക്ക് അടുത്ത പാനൽ ഡിസ്കഷൻ തുടങ്ങാൻ പറ്റൂ. അപ്പോഴും ആവാം ചർച്ച. അത്യാവശ്യം ഉണ്ടെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ നമുക്ക് ആവാം, എന്നിട്ട് ഭക്ഷണത്തിന് പിരിയാം. പിന്നെ I think I'll speak in English because, right. Just one simple question. I think it's a fantastic presentation. When you talk of heritage, I think the area you focused is on tourism. But I think there could be something on preservation of heritage, which includes everything we have in the district. We have the oldest church, oldest mosque, and a whole lot of temples. And, again, areas like Kundankulam has a lot of megalithic structures. So can we talk also of preservation, means archaeological aspects for the district, also in connection with tourism? Right. So actually, due to the lack of time, I could not explain all the other sub-proposals that come under the circuit development. But in the 3 circuits, we have included the rejuvenation of the heritage structures that we have in the district. If you look into the report or the map that has the detailed sustainable goals along with the proposals, there is the rejuvenation of the mosques, the temples, all the other important heritage structures as well. Okay. Good presentation and good data analytics done by you, and really appreciate that. And there is one observation you have made, that by 2047, the aging population will increase. So in the recommended solution, probably I did not see a suggestion on how to handle the aging population. And
related to kind of services for that. Can we go to the social infrastructure slide? So, sir, we have some proposals for the palliative care, and in that we have threefold proposals in it. I'll just is there? Okay. So one is palliative home care. So in that, there will be provisions where palliative care can be provided at the recipient's house. Then there will be hospices provisions of daycare program where the patient can receive palliative care during the day and they can go back at night to their own house. And there's palliative care that can be provided in the hospitals as well. So, sir, these also we have again done on the basis of panchayat level, block level and district level. So on the panchayat level, there will be community engagement. There will be member registration and coordination and communication. On the block level, it will be done through networking and partnership capacity building. And on the district level, it will be done through the governance and policies, coordination and oversight, exploring the funding opportunities. So these are more in depth in the report, sir. Thank you, sir. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ വിശപ്പ് വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം നിർത്താം. എന്നിട്ട് 2:15 വിൽ കം ബാക്ക് ബൈ 2:15. അതിനു മുമ്പ് മൊമെന്റ് കൊടുക്കണം അല്ലേ മനോജ്? Thank you very much, team SPA. So it was a great presentation. Thank you very much. As a token of our appreciation, we would like to give a mementos to the SPA team. I request CA Geo Job, Senior Vice President TMA, to please occupy the dais. May I request Dr. Ashfaq Alam, the Professor, Faculty of SPA Bhopal, to please come over. Mr. Paulos NK. Mr. Saji Chauhan. Mr. Sandeep Singh. Ms. S. Gayatri. Ms. Devangana Dasgupta. Mr. Rajdeep Chandra. Ms. Sampriti Day. Thank you very much. We are breaking for lunch. We'll be joining back at 2:15. Thank you. ലഞ്ച് താഴത്ത് സഹ്യാദ്രിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സഹ്യാദ്രിയിൽ ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് വരാം 2:15.
ാണ് വാലിഡേറ്ററി സെഷൻ. അപ്പോൾ മിനിസ്റ്റർ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പുള്ള ഒരു 55 മിനിറ്റ് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ട് ഈ പാനൽ ഡിസ്കഷൻ നടത്താൻ വേണ്ടി. പാനലിൽ ചെറിയ ചില മാറ്റങ്ങളുണ്ട്. നേരത്തെ ചെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ഷണിച്ചിരുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, ശ്രീമതി ലതാചന്ദ്രൻ. അപ്പൊ അതിനു പകരം നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷന്റെ തൃശ്ശൂർ ജില്ലയുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ KV രവി ഉണ്ട്. അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. KR രവി അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സെഷൻ ചെയർ ചെയ്യുന്നതിനും അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ അനൂപ് കിഷോർ കില ഡിസ്ട്രിക്ട് ഫെസിലിറ്റേറ്റർ, അദ്ദേഹം ഓൺ ദ വേ ആണ്. അടുത്ത 10-15 മിനിറ്റിൽ ഇവിടെ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വരുന്നവർക്ക് അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഇവിടെ നമ്മോടൊപ്പമുള്ള ശ്രീ എഞ്ചിനീയർ NI വർഗീസ്, പാസ്റ്റ് പ്രസിഡന്റ് തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രൊഫസർ ബിന്ദു CA, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, മാഡം ഇവിടെയുണ്ട്. മാഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ പൗലോസ് NK, കാലത്ത് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്ത SPA ഭോപ്പാൽ ടീമിന്റെ ലീഡായിട്ടുള്ള പൗലോസ് NK-നെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. കൂടാതെ നമ്മുടെ ഒപ്പം ശ്രീ ജോർജ് MP ഉണ്ട്, ഈസാഫിലെ മാനേജറാണ്. ജോർജും ടീമും ഇതിന്റെ ഈ വർക്കിന്റെ തുടക്കത്തിൽ തൊട്ട് തന്നെ ഒരുപാട് ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രോഗ്രസിനെ കുറിച്ചും കൃത്യമായിട്ട് അറിയാൻ കഴിയും. സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണ് ഹാൻഡ് ഓവർ ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരെ, ഇസാഫ് മൈക്രോ ഫിനാൻസിൻ്റെ MD ഉൾപ്പെടെയുള്ളവർ സദസ്സിലിരിക്കുന്നുണ്ട്. മാന്യ വ്യക്തിത്വങ്ങളെ, തൃശ്ശൂർ 2047 എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വിപുലമായ ഒരു പ്രബന്ധാവതരണം രാവിലെ നടന്നു കഴിഞ്ഞിരിക്കെ തീർച്ചയായും ഒരുപാട് സാധ്യതകൾ പിന്നിടുന്ന 25 വർഷത്തിനുള്ളിൽ നമുക്ക് കൈവരിക്കാൻ കഴിയും. ഒരുപക്ഷെ വരുന്ന കാലങ്ങളിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട മേഖല എന്നത് ഒരു ചെറിയ ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ടൂറിസം മേഖലയിലായിരിക്കാം. ടൂറിസം മേഖലയിൽ നേട്ടം കൈവരിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതിനോടൊപ്പം പിന്നെ സാധ്യത കാണുന്ന മറ്റൊരു മേഖല IT മേഖലയാണ്. മറ്റിതര മേഖലകളിൽ നമുക്ക് വികസനം ഉണ്ടാകില്ലെന്നോ നേട്ടം കൈവരിക്കാൻ കഴിയില്ലെന്നോ എന്ന അഭിപ്രായം കൊണ്ടല്ല. പക്ഷെ ടൂറിസം മേഖലയുടെ അനന്തമായ സാധ്യതകൾ കേരളം രൂപപ്പെട്ടതിന് ശേഷം പരിശോധിച്ചു കഴിഞ്ഞാൽ എത്ര കോടിക്കണക്കിന് രൂപയാണ് വിവിധ മേഖലകളിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചിലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം തന്നെ എടുത്ത് 1-2 വർഷത്തെ അല്ലെങ്കിൽ ഒരു ഭരണകാലാവധിയിലെ പൂർണ്ണമായും ടൂറിസം മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന സംഖ്യ അവിടെ ചെലവഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വികസനങ്ങൾ, അവിടെ ഉണ്ടാകുന്ന തൊഴിൽ സാധ്യതകൾ, അവിടെ ഉണ്ടാകുന്ന വരുമാന സാധ്യതകൾ പൂർണ്ണമായും ഏറ്റെടുക്കാൻ അതിന് തക്ക പരിപാടികൾ, പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ പതുക്കെയാണെങ്കിലും പൂർണ്ണമായിട്ടും ഇല്ല എന്ന് സമ്മതിക്കുന്ന പക്ഷക്കാരനാണ് ഞാൻ. കാരണം എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പീച്ചി ഡാമുമായി ബന്ധപ്പെട്ട് വിവരണാതീതമായ സാധ്യതകളാണ് അതുമായി അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. വേണ്ടത്ര ഗൗരവത്തോടു കൂടി അതിനെ അങ്ങനെ ഒരു ടൂറിസം മേഖലയാക്കി, ഒരു ടൂറിസം ഹബ്ബാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ, അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല എന്ന അഭിപ്രായത്തിലല്ല, കഴിയാതെ പോയിട്ടുണ്ട്. അത് തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അത് മാത്രമല്ല നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ, ഒരുപക്ഷെ കേരളത്തിൽ ആലപ്പുഴയും
അല്ലെങ്കിൽ അതുപോലുള്ള പ്രദേശങ്ങളും ജില്ലകളും ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ കൂടുതൽ കായൽ ടൂറിസത്തിന് സാധ്യത ഉള്ള ജില്ലകളിൽ ഒന്നാണ് തൃശ്ശൂർ ജില്ല. അതിനെയും വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോകുക. കാരണങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് ചൂണ്ടിക്കാണിക്കാനുണ്ടാകും, എങ്കിലും അത് നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ IT മേഖലയ്ക്കുള്ള അനന്തമായ സാധ്യതകൾ ഇന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യമായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ ഈ പുതിയ കാലത്ത് നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് വലിയ വിപത്ത് തന്നെ വരും നാളുകളിൽ നാം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ IT മേഖലയുടെ സാധ്യതകൾ കൂടി കണ്ടെത്തി എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് നാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇസാഫ് പോലുള്ള മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെ കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അവരുടെ സേവനം കൂടെ ഉപയോഗപ്പെടുത്തി നാട്ടിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി, സാമ്പത്തിക സ്വാശ്രയത്വം കൈവരിക്കുന്നതിന് വേണ്ടി, പുതിയ പുതിയ സംരംഭകരെ കണ്ടെത്തുന്നതിന് വേണ്ടി, അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതും അവഗണിച്ചുകൂടാ. പരിപൂർണമായും ആ മേഖലയെ കൂടി ഉപയോഗപ്പെടുത്തി നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. അടുത്ത 25 വർഷം കഴിയുമ്പോഴേക്കും എൻ്റെ വീക്ഷണമനുസരിച്ച്, എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഭൂമിയുടെ ഉപയോഗം കൂടും. പക്ഷേ നിലവിൽ നാം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉൽപാദന മേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ അളവ് കുറയാനാണ് സാധ്യത. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അണുകുടുംബ വ്യവസ്ഥിതിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ, 2 മക്കളും അച്ഛനും അമ്മയും ഉള്ള ഒരു കുടുംബത്തിനും 3 വീട് പണി കഴിപ്പിച്ച് അച്ഛനെയും അമ്മയെയും ആദ്യത്തെ വീട്ടിൽ അധിവസിപ്പിച്ച് മക്കൾ 2 പേരും വിദേശത്ത് പോയി വല്ല മാർഗവുമുണ്ടെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യാനും, ഇവിടെ അവധിക്കാലം വല്ലപ്പോഴും കഴിച്ചുകൂട്ടുന്നതിന് വേണ്ടി വരുമ്പോൾ ഈ വീട് ഉപയോഗിക്കാൻ കഴിയാവുന്ന തരത്തിൽ പുതിയ വീടിനെ മാറ്റിയെടുക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് പറഞ്ഞത്. എനിക്കുള്ള മുന്നറിയിപ്പാണോ? അതുകൂടി പരിഗണിച്ചുകൊണ്ടും അതുകൂടി കണ്ടുകൊണ്ടാണ് പറഞ്ഞത് ഭൂമിയുടെ അളവ് കുറയും, ഭൂമിയുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിലവിലുള്ള ഭൂമിയെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉൽപാദന മേഖലയ്ക്ക് വേണ്ടി ഉപയുക്തമാക്കാൻ കഴിയുമോ, അത് നെല്ലുൽപാദന മേഖലയിൽ മാത്രമല്ല, മറ്റ് നമുക്ക് ആവശ്യമായത് എന്തൊക്കെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒരുപാട് നമുക്ക് മുന്നേറാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പൂർണ്ണമായി എന്ന അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ആ മേഖലയെ കൂടെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ, മുന്നേറാൻ കഴിയേണ്ടതുണ്ട്. മറ്റ് എല്ലാ സാധ്യതകളെയും നിലവിൽ ഇന്ന് നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ ഒരു പുതിയ തൃശ്ശൂർ, 25 വർഷം കഴിഞ്ഞ് വരുന്ന തൃശ്ശൂർ ഇന്നത്തേതുപോലെ ഒരിക്കലും ആയിരിക്കില്ല, അങ്ങനെ ആകാനും പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ആ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്ന് മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഒരുപാട് ആളുകൾ ഇനിയും തുടർന്ന് സംസാരിക്കാൻ ഉള്ളത് കൊണ്ട് ഞാൻ പരിമിതപ്പെടുത്തട്ടെ. നന്ദി, നമസ്കാരം. ഇനി ആരാദ്യം? അടുത്തതായി സംസാരിക്കുന്നതിന് PMAയുടെ പാസ് പ്രസിഡന്റായ ശ്രീ NI വർഗീസിനെ ക്ഷണിക്കുന്നു. റെസ്പെക്റ്റഡ് ചെയർ, തൃശ്ശൂരിൻ്റെ നിറവും മണവും അറിയുന്ന വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ തൃശ്ശൂരിൻ്റെ വളർച്ച ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ, തൃശ്ശൂർ 2047 എന്ന തൃശ്ശൂർ ജില്ലയുടെ സമഗ്ര വികസന പ്ലാൻ എന്ന ആശയവുമായി തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ വന്നപ്പോൾ അതിനോടൊപ്പം ഒത്തുചേരാനായി കിലയും ഇസാഫും സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ ഭോപ്പാലും ഒത്തുചേർന്നപ്പോൾ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്ത റീജിയണൽ പ്ലാൻ ഓഫ് തൃശ്ശൂർ 2047 ജന്മമെടുത്തു. രാവിലെ തൊട്ട് നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് കേട്ടു. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാട് അവർ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പ്രത്യേകം അഭിനന്ദനങ്ങൾ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിനെ, ഭോപ്പാലിനെ പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഒരു കുഞ്ഞ് ജന്മമെടുത്താൽ അതിനെ പരിപാലിച്ച് വളർത്തി വലുതാക്കി നല്ലൊരു വ്യക്തിയാക്കി തീർക്കുന്ന പോലെ തന്നെയാണ് ഈ തൃശ്ശൂർ റീജിയണൽ പ്ലാൻ 2047 ഇംപ്ലിമെന്റേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യം. നമ്മൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്, ഇച്ഛാശക്തിയുള്ള നേതാക്കളും നല്ലവരായ സുഹൃത്തുക്കളും നല്ലവരായ
പല മേഖലകളിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർമാർ ഇവിടെ ഉള്ളപ്പോൾ ഇത് സാക്ഷാത്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് തീർച്ചയായും പറ്റുമെന്നുള്ളത് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മൾ നേരത്തെ ഡാറ്റകളൊക്കെ കണ്ടു. എന്നിരുന്നാലും പറയുകയാണ്, തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പെടുന്ന ഈ തൃശ്ശൂർ ജില്ലയിൽ ഏതാണ്ട് 111 പഞ്ചായത്ത് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ 2036 വാർഡുകളും അടങ്ങുന്ന തൃശ്ശൂർ ജില്ലയുടെ വികസനമാണ് ഇന്ന് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അർബനൈസേഷന്റെ കാലമാണ്. ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് എന്നും മറ്റു നഗരങ്ങൾ പോയി കാണുമ്പോൾ തൃശ്ശൂർ ജില്ല എന്തുകൊണ്ട് സിംഗപ്പൂർ ആയിക്കൂടാ, തൃശ്ശൂർ ജില്ല എന്തുകൊണ്ട് യൂറോപ്പ് ആയിക്കൂടാ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും മനസ്സിൽ നമുക്ക് വരാറുണ്ട്. അസാധ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ മനസ്സ് വിചാരിച്ചാൽ, നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ തൃശ്ശൂരിനെ മറ്റൊരു സിംഗപ്പൂർ ആക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷന് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് തൃശ്ശൂർ ജില്ലയ്ക്കുള്ളത്? ഒരുപാട് വിഭവസമൃദ്ധമായ ഒരു ജില്ലയാണ് തൃശ്ശൂർ. നമ്മൾ പറയുന്ന പോലെ ശക്തൻ തമ്പുരാന്റെ സ്വന്തം നാട് അല്ലെങ്കിൽ സ്വന്തം സ്ഥലം. അദ്ദേഹം നമ്മൾക്ക് തൃശ്ശൂർക്കാർക്ക് കച്ചവടം ചെയ്യാനും ഡെവലപ്മെന്റിനും വേണ്ടി തന്നൊരു നാട്. ഏറ്റവും നല്ല പ്ലാനിംഗ് ഉള്ള തൃശ്ശൂർ റൗണ്ട്, 19 റോഡ് ആണ് തൃശ്ശൂർ റൗണ്ടിൽ, സ്വരാജ് റൗണ്ടിൽ നിന്ന് പോകുന്നത്. തൃശ്ശൂർ ടൗണിനെ കുറിച്ച് ഇപ്പോൾ മാത്രം പറയുകയാണ് ആ സമയത്ത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ തൃശ്ശൂരിനെ കുറിച്ച് അഹങ്കരിച്ച് പറയുന്ന കുറേയാണ്. കൾച്ചറൽ ക്യാപിറ്റൽ, ജുവൽ ക്യാപിറ്റൽ, ബാങ്കർമാരുടെ ക്യാപിറ്റൽ. ബാങ്കർമാർ എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, കാത്തലിക് ബാങ്ക് ഉണ്ട്, ഇസാഫ് ബാങ്ക് ഉണ്ട്, ധനലക്ഷ്മി ബാങ്ക് ഉണ്ട്, മണപ്പുറമുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് ഇത്രയും പൊട്ടൻഷ്യലുള്ള തൃശ്ശൂരിൽ സ്കൂൾ ഓഫ് പ്ലാനിംഗുകാർ ഇങ്ങനെ ഒരു റീജിയണൽ പ്ലാന്റെ ഒരു പ്രപ്പോസൽ തന്നിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ കൈകോർത്ത് പിടിക്കുകയാണെങ്കിൽ, ഒരിക്കൽ കൂടെ പറയുന്നു, 2047 വരെ കാത്തിരിക്കേണ്ടി വരില്ല. അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ തൃശ്ശൂർ ഒരു മോഡൽ ടൗൺ ആയി, മോഡൽ ജില്ലയായി മാറും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. ഇതിനോടൊപ്പം നമുക്ക് തൃശ്ശൂരിലുള്ള ഒരുപാട് വിഭവസമൃദ്ധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ടൂറിസത്തിൽ പറയുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് 32 ഡെസ്റ്റിനേഷൻ ഇവര് സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുകാർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുമുണ്ട് പലതും ലിസ്റ്റ് ചെയ്യാനായിട്ട്. ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ വളരെ പ്രഗത്ഭനായി നിന്നിരുന്ന ആ ഇൻഡസ്ട്രി ഇപ്പോൾ ഇല്ലാണ്ടായി. അതായത് ടൈൽ ഫാക്ടറികൾ ഇപ്പോൾ ഇല്ലാണ്ടായി പോയി. അതിനു പകരം നമുക്കിവിടെ ജുവലറി ഉണ്ട്, ഫർണിച്ചറുണ്ട്, IT പാർക്കുണ്ട്, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ എങ്ങനെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ മുന്നിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അതുപോലെ യൂണിവേഴ്സിറ്റികൾ, ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികൾ തൃശ്ശൂരിലായിരിക്കുന്നു. അതായത് ഹെൽത്ത് യൂണിവേഴ്സിറ്റി, അഗ്രി ആൻഡ് വെറ്ററിനറി യൂണിവേഴ്സിറ്റി, കലാമണ്ഡലം, എഞ്ചിനീയറിംഗ് കോളേജ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 18 എഞ്ചിനീയറിംഗ് കോളേജ്, 3 മെഡിക്കൽ കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടുത്ത അനവധി, അത് പ്രശസ്തമായ പല കോളേജുകളും തൃശ്ശൂർ ജില്ലയിലുണ്ട്. മാനേജ്മെന്റ് കോളേജുകളും ഇഷ്ടം പോലെ. ഇതൊക്കെയുള്ള വിഭവസമൃദ്ധമായ തൃശ്ശൂരിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ റീജിയണൽ പ്ലാൻ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളത്. എന്താണ് ഡെവലപ്മെന്റ് പ്ലാനിൽ വേണ്ടത്? നമ്മളെല്ലാവരും പറയുന്ന പോലെ, സാധാരണക്കാർ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ വേണം. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റോഡും വഴികളും മാത്രമല്ല. അതിനോടൊപ്പം വേണ്ടുന്ന ഒരു നഗരത്തിന് അല്ലെങ്കിൽ ഒരു ജില്ലയ്ക്ക് വേണ്ടുന്ന ഒരുപാട് ചേരുവകൾ ചേർന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ. ഈ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കുമെന്ന് നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു നോക്കൂ. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഉടനെ അടുത്ത പേടി റോഡ് വൈഡനിങ് ആയിരിക്കും അല്ലേ? റോഡ് വൈഡനിങ് എൻ്റെ വീട് പോവും, നിന്റെ വീട് പോവും, ഇങ്ങനെയുള്ള ചിന്തകളാണ്. അല്ല, അത് മാത്രമല്ല, റോഡ് വൈഡനിങ് മാത്രമല്ല അതിനുള്ള പോംവഴികൾ. നമുക്ക് എത്രയോ പുതിയ പ്രപ്പോസലുകളുണ്ട്. എലിവേറ്റഡ് റോഡ്സ്, ഗ്രീൻ റോഡ്സ്. നമുക്കിപ്പോൾ ഒളരിയിൽ നിന്ന് കോസ്റ്റൽ ഹൈവേയിലേക്ക്, അതായത് എടപ്പള്ളി കോഴിക്കോട് ബൈപ്പാസ് ആ ഹൈവേയിലേക്കോട്ട് എത്താനായിട്ട് 12 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഒളരിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ റോഡിലോട്ട് എത്താനായിട്ട് എലിവേറ്റഡ് റോഡായിട്ട്, ഗ്രീൻ റോഡായിട്ട് നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ കൊടുക്കാൻ സാധിക്കും. അതുപോലെയുള്ള നൂതനമായ ആശയങ്ങളിലൂടെ ഈ എലിവേറ്റഡ് റോഡ് എന്ന് പറയുമ്പോൾ ഭൂമി അക്വിസിഷൻ ഒക്കെ വളരെ 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 ലിമിറ്റഡ് ആണ്. ആ ഒരു പൈല് വരുന്ന അല്ലെങ്കിൽ ഒരു കോളം വരുന്ന ഒരു 1 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 1 മീറ്റർ റൗണ്ട് സ്പേസ് ആണ് ഒരാൾക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ.
കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഒരു പക്ഷേ കൂടുതലായിരിക്കാം, പക്ഷേ കോസ്റ്റ് ഓഫ് ലാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എലിവേറ്റഡ് റോഡ്സ് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടാം. തൃശ്ശൂർ ടൗണിന്റെ ഗതാഗത കുരുക്കുകൾ കുറയ്ക്കാനായിട്ട് ട്രയാങ്കുലർ ബൈപ്പാസ് വർഷങ്ങളായിട്ട് ചിന്തയുള്ളതാണ്. മണ്ണുത്തിയിൽ നിന്ന് ഗുരുവായൂർ റോഡിലേക്കും നമ്മുടെ ടോള് നിൽക്കുന്ന അവിടെ നിന്ന് അല്ലെങ്കിൽ ആമ്പല്ലൂരിൽ നിന്ന് തൃശ്ശൂർ കുറുക്കഞ്ചേരി വഴി കോഴിക്കോട് റോഡിലേക്കുമുള്ള ഒരു ട്രയാങ്കുലർ ബൈപ്പാസ്, ഇതൊക്കെ റീജിയണൽ പ്ലാനിന്റെ ഭാഗമായിട്ട് കൂടെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതൊരു പലതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് കാണാത്തതുകൊണ്ടാണ് ഞാൻ ഈ പ്രപ്പോസൽ കൂടി ഈ അവസരത്തിൽ നിങ്ങളോട് പറയുന്നത്. പിന്നെ അവരുടെ പ്ലാനിൽ നിന്ന് എനിക്ക് ഓറഞ്ച് വളരെ ഇഷ്ടമാണ്, എനിക്ക് റെഡ് ആപ്പിൾ വളരെ ഇഷ്ടമാണ്. പക്ഷെ അവരുടെ സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചറിന്റെ പ്ലാനിൽ ഓറഞ്ച് കണ്ടാൽ ഞാൻ പേടിച്ചു. മറ്റൊന്നുകൊണ്ടുമല്ല, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്ലഡ് സസെപ്റ്റുകൾ അല്ലെ, ഫ്ലഡ് പ്രോൺ ഏരിയ. ഓറഞ്ച് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ട് കുറേ ഫ്ലഡ് പ്രോൺ ഏരിയ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണ്. 2018 ഒരു പ്രളയം കണ്ടിട്ട് നിങ്ങൾ അത് ഫ്ലഡ് പ്രോൺ ഏരിയ ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് പേടിച്ചുകൊണ്ട് നിങ്ങൾ ആരും തൃശ്ശൂരിൽ നിന്ന് ഓടിപ്പോണ്ട. അത് അന്ന് അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചത് മാൻമെയ്ഡ് എന്ന് പറയുന്നുണ്ട്, നമ്മൾ പല റീസണുകൾ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് വിടാം. അതുപോലെ റെഡ് എന്ന് പറയുന്ന മാർക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് അടുത്തൊരു പ്രശ്നം നിൽക്കുന്നത് നോട്ട് സൂട്ടബിൾ ഫോർ ഡെവലപ്മെന്റ് എന്നാണ്. അപ്പോൾ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് കണ്ടത് അതാണ്. 42.3% ലാൻഡ് സൂട്ടബിലിറ്റിയിൽ പറയുന്നത് നോട്ട് സൂട്ടബിൾ എന്നാണ്. പേടിക്കേണ്ട, നമുക്ക് 27% സൂട്ടബിളും ഹൈലി സൂട്ടബിൾ 0.4 അങ്ങനെ ഏതാണ്ട് 28% ഭൂമി നമുക്കുണ്ട്. അത് മതി. അത് വേണ്ടുന്ന വിധത്തിൽ പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടെ അത് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരില്ല. പിന്നെ മറ്റൊന്ന് കണ്ടത് 2047 ആകുമ്പോഴേക്കും എൽഡർലി വുമൻ മാത്രമുള്ള വിഡോസ് ആയിരിക്കും നമ്മൾ വീടുകളിലൊക്കെ കാണുക എന്നുള്ള റിപ്പോർട്ട് അതിലുണ്ട്. പേടിക്കേണ്ട, ഇപ്പൊ നമ്മൾ തീരുമാനം എടുക്കുന്നു. എൽഡർലി വുമൻ ഉണ്ടാകും, അതിനോടൊപ്പം അവരുടെയൊക്കെ ഹസ്ബൻഡ്സും ഉണ്ടാകും എന്നുള്ളതും ഹെൽത്തിന് വേണ്ടി നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവരോടൊപ്പമൊക്കെ 2047 എത്തുമ്പോൾ വിഡോസ് അല്ല, അവർ കപ്പിൾസ് തന്നെയായിട്ട് 2047 എത്തുമ്പോഴും ഈ സ്ത്രീകളുടെ ഒക്കെ കൂടെ അവരുടെ പുരുഷന്മാരുണ്ടാവും, അവരുടെ ഭർത്താക്കന്മാരുണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്കത് ചെയ്യാൻ സാധിക്കും. 25 കൊല്ലത്തേക്ക് മുമ്പുള്ള 25 മുമ്പ് ശേഷമുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കും. പിന്നെ ഏജിങ് പോപ്പുലേഷൻ, അത് നിങ്ങളോടാണ് പറയാനുള്ളത്. ആ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്ന എല്ലാവരോടും, നിങ്ങൾ ആരും ഞങ്ങളെ വിട്ടു പോകരുത്. തൃശ്ശൂരിൽ തന്നെ കഴിവ് നിൽക്കുക. ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾ ഈ പ്ലാനിങ്ങിനോടുകൂടെ നിങ്ങൾക്ക് തൃശ്ശൂരിൽ തന്നെ നിങ്ങൾക്ക് നൽകാം. തൃശ്ശൂരിൽ വികസനത്തിനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് നൽകാം. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ മാക്സിമം എറണാകുളം വരെ പോയിട്ടെങ്കിലും വൈകുന്നേരം വീട്ടിലേക്ക് വരാനുള്ള സംവിധാനങ്ങളും ചെയ്യാം. അതിനു മുമ്പ് നമ്മളിവിടെ ഒരുപാട് IT പാർക്കുകൾ തുടങ്ങും. ഒരുപാട് നിങ്ങൾക്കുള്ള വികസനത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ആ എന്താ പറയുക യൂത്ത് നിലനിൽക്കാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് കാഴ്ച ബംഗ്ലാവ് തൃശ്ശൂർ ടൗണിൽ നിന്ന് മാറാൻ പോവുക കേട്ടോ. വേഗം പോയി കാഴ്ച ബംഗ്ലാവ് കണ്ടോളൂ. എന്താണെന്നറിയോ അതിന്റെ വാർണിംഗ്? കാഴ്ച ബംഗ്ലാവായി പോയി കഴിഞ്ഞാൽ അത് ആ കാഴ്ച ബംഗ്ലാവിൽ ഇപ്പോൾ ഒരുപാട് നല്ല വൃക്ഷങ്ങളുണ്ട്. ഒരുപാട് ഓക്സിജൻ, തൃശ്ശൂർ സിറ്റിക്ക് ഓക്സിജൻ തരുന്ന ഏക സ്ഥലം, തൃശ്ശൂർ ടൗണിൽ ഓക്സിജൻ നൽകുന്ന ഏക സ്ഥലമാണ് കാഴ്ച ബംഗ്ലാവ്. ആ കാഴ്ച ബംഗ്ലാവ് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ കിലയുടെ ആൾക്കാരോട് ഡ്യൂ റെസ്പെക്ട് കൊടുത്ത് നാളെ കില കാഴ്ച ബംഗ്ലാവിന്റെ പ്രൊമൈസസിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാ മരങ്ങളും വെട്ടിക്കളയും. പക്ഷെ ഇവിടെ ഒന്നും മരങ്ങളൊക്കെ വെട്ടിയിട്ടില്ല, ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അതിന് ഹാറ്റ്സ് ഓഫ് ടു കില. പക്ഷെ അതുപോലെ മറ്റു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ വരാതിരിക്കട്ടെ. ആ സ്ഥലം എന്നും ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക്, അല്ല ജോയേട്ടാ, നമ്മളെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക് ഇടയ്ക്ക് നല്ല ശ്വസിക്കാനായിട്ട് ഓക്സിജൻ ശ്വസിക്കാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് റീറ്റെയിൻ ചെയ്യണമെന്നും വിനോദ് ഇവിടെ ഇല്ലേ? വിനോദ് പോയി. അപ്പൊ വിനോദിനെ പോലെയൊക്കെ ചില ആളുകളുണ്ട് ഇതൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാർ. അപ്പൊ അവരെ പോലെ നമ്മൾക്കും അവരോടൊപ്പം കൈകോർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും ഉണ്ടാകും. അപ്പൊ യുവജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കാനുള്ള അവസരം ഉണ്ടാകും. പിന്നെ തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷനിൽ ഈ BTechഉം MBAയും MTech ഒക്കെ മാറി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വൈറോളജി എന്നുള്ള പുതിയ മേഖലകളിലും ഫോറൻസിക്കും അങ്ങനെ പല മേഖലകളുണ്ട്. ആ മേഖലകളിലൊക്കെ നമുക്ക് തൃശ്ശൂരിൽ കോഴ്സ് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. പിന്നെ 2700 ബെഡ് ഉണ്ട്. ഇപ്പൊ ഡോക്ടറോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും 2700 ബെഡ് 10 ലക്ഷം പേർക്ക് 2700 ബെഡ് തൃശ്ശൂരുണ്ട്. അപ്പൊ ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾ പേടിക്കുകയേ വേണ്ടെന്നാണ് പറയുന്നതിന്റെ മറ്റൊരു അർത്ഥം. അപ്പൊ ഇത്രയും സൗകര്യങ്ങളുള്ള സൗഭാഗ്യങ്ങളുള്ള തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷനും സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചറും ഇസാഫും കിലയും കൂടെ ഒരുക്കിയ ഈ റീജിയണൽ പ്ലാൻ നമ്മൾക്കൊക്കെ വലിയൊരു അനുഗ്രഹമാണ്.
എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ലെറ്റ് തൃശൂർ ഡിസ്ട്രിക്ട് ബിക്കംസ് എ മോഡൽ ഫോർ സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്, സെറ്റിംഗ് ആൻ എക്സാമ്പിൾ ഫോർ അതർ ഡിസ്ട്രിക്ട്സ് ടു ഫോളോ. നമ്മളൊരു മാതൃകയാക്കി മാറാം. നമുക്ക് തൃശൂർ ജില്ല മറ്റെല്ലാവരും അസൂയപ്പെടുന്ന വിധത്തിൽ നമുക്ക് വളരാം. നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാവരും മനസ്സ് വെച്ച് നിങ്ങൾ ഓരോരുത്തരോടും ഇതാക്കി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ മെസ്സേജ് സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾക്ക് ഫിംഗർ ടിപ്സ് ഉണ്ട്. ഇപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എത്ര പേരാ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നതെന്ന് അറിയോ? ഇതിപ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക, എല്ലാവരും കയ്യിൽ മൊബൈലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിതൊന്ന് പബ്ലിക്കിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ, ഐ എം കോൺഫിഡൻറ്റ് that Thrissur is going to be the role model of the entire country or even outside the country. Let us wish all the best for achieving that. Thank you so much. താങ്ക് യു ശ്രീ വർഗീസ്. അടുത്തതായി പ്രൊഫസർ ബിന്ദു CA മാഡത്തിന് കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ വേണ്ടി ക്ഷണിക്കും. വേദിയിലും സദസ്സും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സത്യം പറയുകയാണെങ്കിൽ ഭോപ്പാൽ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ഇവിടെ വന്ന് തൃശ്ശൂരിന്റെ പഠനം നടത്തുന്നത്. ഞങ്ങൾ ഇവിടെ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് 2014 മുതൽ തൃശ്ശൂരുണ്ട്. അപ്പൊ ഇത് ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോഴൊക്കെ അതെന്തിനാ ഭോപ്പാലിലെ സ്കൂൾ ഇവിടെ വരണേ, ഇവിടെ തൃശ്ശൂരില്ലേന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് വളരെയധികം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഭോപ്പാൽ സ്കൂള് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഒരുപാട് സന്തോഷം തോന്നിയത് എന്താന്ന് വെച്ചാൽ, തൃശ്ശൂർ റീജിയണൽ പ്ലാൻ ചെയ്താൽ അതവിടെ കബേർഡിൽ ഇരിക്കുകയുള്ളൂ. ഇത്ര റീച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഭോപ്പാൽ സ്കൂൾ വന്ന് തൃശ്ശൂർ പഠിക്കട്ടെ, ഞങ്ങളും ഭാഗമാവാം, ഞങ്ങളും സപ്പോർട്ട് ചെയ്യാം. അതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഭോപ്പാൽ സ്കൂൾ ഇവിടെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും ഞാൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞങ്ങളുടെ എംപ്ലാൻ സ്റ്റുഡൻസ് ഇല്ല ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ആർക്കിടെക്ചർ സ്റ്റുഡൻസിനെ കുറച്ച് പേരെ ഷമ മാഡത്തിൻ്റെ കൂടെ പറഞ്ഞ് അവരുടെ കൂടെ വിട്ടു. കാരണം ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഞങ്ങളുടെ ആർക്കിടെക്ചർ സ്റ്റുഡൻസ് തന്നെ ആണെങ്കിൽ അവർക്ക് അറിയില്ല പ്ലാനിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ റീജിയണൽ പ്ലാനിനെ പറ്റിയൊന്നും അറിയില്ലെങ്കിൽ പോലും അവർക്കൊരു കമ്പനി ആവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് വിടാമെന്ന് വിചാരിച്ച് കുറച്ച് ആർക്കിടെക്ചർ സ്റ്റുഡൻസിനെ ഞാൻ ഇവരോട് പറഞ്ഞു വിട്ടിരുന്നു. അപ്പൊ ശരിക്കും തൃശ്ശൂർ റീജിയണൽ പ്ലാൻ കണ്ടിട്ട് ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. കാരണം എപ്പോഴും ഇപ്പൊ നമുക്കറിയാം നമ്മൾ തൃശ്ശൂർ മാസ്റ്റർ പ്ലാന്റെ കുരുക്കിൽ ഇങ്ങനെ കുരുങ്ങി ഇരിക്കുകയാണ്. ശരിക്കും ഒരു തൃശ്ശൂർ ആ ഒരു അവസരത്തില് തൃശ്ശൂർ റീജിയണൽ പ്ലാൻ നമുക്ക് കിട്ടിയത് വലിയൊരു അനുഗ്രഹം. കാരണം ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ റീജിയണൽ പ്ലാനിനെ ബേസ് ചെയ്തിട്ട് വേണം മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാനായിട്ട്. റീജിയണൽ ലെവലിൽ വരുന്ന കാര്യങ്ങളുടെ മുൻതൂക്കം കൊടുത്തിട്ട് വേണം നമ്മൾ മാസ്റ്റർ പ്ലാനിൽ അത് കൺസിഡർ ചെയ്യാൻ. പക്ഷെ പലപ്പോഴും കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും സ്ഥിതി അത് തന്നെയാണ്. റീജിയണൽ പ്ലാൻ ഒരു വഴിക്ക് പോകുന്നു, മാസ്റ്റർ പ്ലാൻ വേറെ വഴിക്ക് പോകുന്നു, ഇനി ലോക്കൽ ഡെവലപ്മെന്റ് പ്ലാൻ വേറെ വഴിക്ക് പോകുന്നു. പഞ്ചായത്തുകളുടെ ആനുവൽ പ്ലാൻസ് വരുമ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇതൊന്നും റെഫർ ചെയ്യുന്നുമില്ല, അവർക്ക് അറിയില്ല, നമ്മളത് റീച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം പ്രത്യേകിച്ച് അജിത് സാറിന്റെ ഒരു നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഒരുപാട് വർക്കുകളുണ്ട്, ഒരുപാട് റിസർച്ച് ആക്ടിവിറ്റീസും ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളും ഇത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടല്ലോ, മറ്റുള്ളവർ അറിയുന്നുണ്ട്. അപ്പോൾ അക്കാഡമിക്സും അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് അത് എത്തിക്കാൻ കിലയ്ക്ക് സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കിലേന്, TMAന്, ഇസാഫിനെല്ലാം കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ സാധിച്ചതിൽ. പിന്നെ ഇതിൽ നിന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ റീജിയണൽ പ്ലാൻ ഒരു ഡിസ്ട്രിക്റ്റിന്റെ പ്ലാൻ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ഇപ്പോൾ 2014 ഞങ്ങൾ കോഴ്സ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കുറേ ഡെവലപ്മെന്റ് പ്ലാൻസും മാസ്റ്റർ പ്ലാൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ പഞ്ചായത്തിന് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്, ലൈഫ് പ്രോജക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കൂടുതലായിട്ടും അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്രാവശ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ടൂറിസം മാപ്പിൽ വരാത്ത ഒരു ഏരിയ, പക്ഷെ വളരെയധികം പൊട്ടൻഷ്യലുള്ള നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു റീജിയനാണ് ചേറ്റുവ. ഒരു ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് വാട്ടർ ബോഡീസ് ഉണ്ട്, ഐലൻഡ്സ് ഉണ്ട്, പക്ഷെ ഇതൊന്നും പുറത്തേക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു ഏരിയയുടെ റീജിയണൽ പ്ലാനാണ് ഇപ്പോൾ
ഞങ്ങൾ കറന്റ് വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ്. അപ്പൊ പല പ്രോജക്റ്റും ഇതുപോലെ ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങൾ പിന്നെ ചെയ്തിട്ടുള്ള കാസർഗോഡ് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എറണാകുളം, മുളവുകാട്, ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ആനുവൽ പ്ലാനിലെ ചില പദ്ധതികളൊക്കെ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് അറിയുമ്പോൾ വളരെ സന്തോഷമാണ്. ഏതെങ്കിലും 1-2 പ്രോജക്റ്റ് അവർ ഐഡന്റിഫൈ ചെയ്തെടുത്താലായി. അപ്പൊ ഈ റീജിയണൽ പ്ലാനിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കുട്ടികൾ പറഞ്ഞ പോലെ ബേസിക്കലി സെക്കൻഡറി ഡേറ്റ വെച്ചിട്ടാണ് റീജിയണൽ പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറിയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നു ഇവര് വളരെ 2 മാസം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കിട്ടാൻ സാധ്യതയുള്ള എല്ലാ ഡേറ്റയും അവര് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ സയന്റിഫിക് ആയിട്ട് GIS ഒക്കെ വെച്ചിട്ടുള്ള മാപ്സും എല്ലാം വെച്ച് നല്ലോണം അനാലിസിസ് ഒക്കെ നന്നായി ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇത് നമ്മൾ കോളേജിൽ ഇങ്ങനെ ഒരു റീജിയണൽ പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്ലാനിന്റെ വർക്ക് അനലൈസ് ചെയ്യുമ്പോൾ മിനിമം 2 ഫുൾ ഡേ എടുക്കും. രാവിലെ അല്ലെങ്കിൽ 2-3 ദിവസം ഇരുന്നിട്ടാണ് നമ്മൾ ഓരോ സെക്ടറും നോക്കി പോകുന്നത്. അപ്പൊ ഇതൊരു 45 മിനിറ്റ്സിൽ അവർ പ്രസന്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഇവര് കവർ ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടാവാം. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ പോപ്പുലേഷൻ പ്രൊജക്ട് ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾ ഇവിടെ ഇല്ല, അപ്പൊ ഇതൊക്കെ ചെയ്യാം, അതുകൊണ്ട് ഇതിനുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം, ഇതിവിടെ പ്രസന്റ് ചെയ്യാത്തതാണോ എന്നറിയില്ല. ഒരു ഡെവലപ്മെന്റ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് അതിന്റെ ഇടയിൽ വരുന്നൊരു സാധനമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് റിബൺ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മൾ പറയുകയാണ് ഇവിടെ ലാൻഡ് അവൈലബിലിറ്റി ഇത്ര കുറവാണ്. അവിടെ എവറി സെക്ടറും ആക്ച്വലി ഇന്റർ റിലേറ്റഡ് ആണ്. ഒന്ന് ട്രാൻസ്പോർട്ടിനെ പറ്റി പറയുമ്പോൾ ലാൻഡ് യൂസിനെ പറ്റി പറയണം, ഹൗസിങ്ങും ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് പോപ്പുലേഷൻ പ്രൊജക്ട് ചെയ്തു, ഇത്ര കുറവുകളുണ്ട്, അതുകൊണ്ട് ഇത് ചെയ്യാം എന്ന് പറയുമ്പോൾ, പക്ഷെ കേരളത്തിൽ എന്താണ് തടസ്സങ്ങൾ? കുറവുള്ളിടത്ത് നമുക്ക് അത് പരിഹരിക്കാനായിട്ട് നമുക്ക് പ്രപ്പോസൽസും കൊടുക്കുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു വരുന്നില്ല? ഇപ്പൊ സാറ് പറഞ്ഞ പോലെ, വർഗീസ് സാറ് പറഞ്ഞ പോലെ, എന്തുകൊണ്ട് നമുക്കൊരു സ്വപ്നഭൂമി ആക്കാൻ സാധിക്കുന്നില്ല? സാധിക്കും, പക്ഷെ അതിന് നിൽക്കുന്ന തടസ്സങ്ങൾ എന്താണെന്ന് കൂടി നമുക്കൊന്ന് പഠിച്ചാൽ കൊള്ളാം. എന്നാൽ ആ തടസ്സങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഒന്ന് തിട്ടപ്പെടുത്തി എടുത്താലേ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അത് മറികടക്കാനോ അത് ഓവർകം ചെയ്യാനോ പറ്റുള്ളൂ. അപ്പൊ അത് ചിലപ്പോൾ ഇവർ കാണിക്കാഞ്ഞിട്ടായിരിക്കും, ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഒന്ന് തോന്നിയത്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ആക്ച്വലി പുത്തൂര് സൂ ഏഷ്യയിലെ 2nd ലാർജസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ തന്നെ അറിയാം എത്ര വാസ്റ്റ് ഏരിയയാണ് ഈ സൂ ആയിട്ട് മാറ്റപ്പെടുന്നതെന്ന്. അപ്പൊ പുത്തൂര് സൂ മാറി സൂവും പീച്ചിയും അതൊക്കെ അഗെയിൻ ഒരു ഭയങ്കര ഒരു ടൂറിസം നെറ്റ്വർക്ക് ഉള്ള ഒരു ഏരിയ ആണ്. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയ കേരളത്തിലില്ല. അത് നമ്മുടെ തൃശ്ശൂരുണ്ട്, അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പൊ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ മാപ്പിൽ അത് എന്തായാലും വരണം. പീച്ചിയും അതുപോലെ സൂവും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചേറ്റുവ ഭാഗം. അപ്പൊ നമ്മൾ കൂടുതലും തൃശ്ശൂരിന്റെ സെൻട്രൽ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിന്റെ ഡിസ്ട്രിക്ട് മാപ്പ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ടൂറിസം പ്രൊമോഷൻ DTPCയുടെ സ്കീമിലൊന്നും അല്ലെങ്കിൽ ടൂറിസം സർക്യൂട്ടിലൊന്നും ഈ പറയുന്ന ഇതൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇത്തരം പ്ലാനുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്, ഒരു റീജിയണൽ പ്ലാനിൽ നിന്ന് നമ്മൾ മാസ്റ്റർ പ്ലാൻ ചെയ്യുമ്പോൾ റീജിയണൽ പ്ലാനിൽ അവിടെ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത് എങ്ങനെ മാസ്റ്റർ പ്ലാൻ ലെവലിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു റൈറ്റ് ടൈമിലാണ് ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടിയതും തൃശ്ശൂർ 47 എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആകെ ഹെൽത്തും എഡ്യൂക്കേഷനും അത് ഇവർ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അത് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. പല സ്കൂളിലെ വർക്കും നമ്മൾ ജൂറിയായിട്ട് പോയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. പല പ്ലാനുകളും കാണുമ്പോൾ ഈവൻ ടൗൺ പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് കാണുമ്പോഴും തോന്നിയിട്ടുണ്ട്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇതർ ഹെൽത്ത് ഓർ എഡ്യൂക്കേഷൻ, അതിൻ്റെ അപ്പുറത്തേക്ക് കുറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. കാരണം സോഷ്യലി കുറെ കാര്യങ്ങൾ ഈ ഡെവലപ്മെന്റ്സ് എല്ലാം ചെയ്യുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ മനുഷ്യന്മാരെ കുറിച്ചിട്ടും അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ഒന്നും പരാമർശിക്കുന്നില്ല. വെറുതെ ഹെൽത്തും എഡ്യൂക്കേഷനും പറയും. അത് കേരളത്തിന്റെ എവിടെ എടുത്ത് നോക്കിയാലും ഇറ്റ് ഈസ് വേൾഡ് സ്റ്റേറ്റസിലാണെന്ന് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ബിയോണ്ട് ദാറ്റ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ
ഒരു കാര്യം കേരളത്തിന് നമ്മൾ തൃശ്ശൂരിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അനിമൽ ഹസ്ബൻഡറി ഒക്കെ പറഞ്ഞു. അതിൽ നമ്മൾ ആകെ പറഞ്ഞത് എല്ലാ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എഗ് മീറ്റ്, മിൽക്ക് എന്നൊക്കെയാണ് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ തൃശ്ശൂരിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എലിഫൻസിനും കൂടെ ഇൻക്ലൂഡ് ചെയ്യണ്ടേ? നമുക്ക് ഒരു തൃശ്ശൂരിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമാണത്. അപ്പം അത് നമുക്ക് ഗുരുവായൂർ കേന്ദ്രമുണ്ട്. ഇതൊന്നും ആന ചികിത്സയും ആനയൂട്ടും ഇതൊക്കെ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കൾച്ചറൽ ആസ്പെക്ട്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് വിട്ടുപോയി. അതുപോലെ തന്നെ വേസ്റ്റിനെ പറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും കുടുംബശ്രീ എന്ന് പറഞ്ഞൊരു സംരംഭം വിട്ടുപോയി. അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. ഇന്ന് യു കനോട്ട് തിങ്ക് അബൌട്ട് എനി ഡെവലപ്മെന്റ് വിത്തൗട്ട് ഇൻക്ലൂഡിങ് കുടുംബശ്രീ. അത് സാധാരണ ഒരു ത്രിഫ്റ്റ് സൊസൈറ്റി ആയിട്ടാണ് തുടങ്ങിയെങ്കിലും ഇന്ന് കുടുംബശ്രീ എന്ന സംഭവം എത്തി നിൽക്കുന്നത് കേരളത്തിന്റെ ഡെവലപ്മെന്റ് നമുക്ക് അവര് ഇപ്പൊ കുടുംബശ്രീമാർക്ക് എന്താണ് ഹരിത മിഷനും പിന്നെന്താ ഹരിത കർമ്മസേന ഇങ്ങനെയൊക്കെ വന്നു. അപ്പൊ കുടുംബശ്രീയുടെ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇൻ ഡെവലപ്മെന്റ്, അതാണ് ഞാൻ പറഞ്ഞ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചും കൂടെ ഡെപ്തിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും റീജിയണൽ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉപരി ആ ഒരു പ്ലേസിന്റെ ഐഡന്റിറ്റി അത് കറക്റ്റായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രത്യേകിച്ച് വേറെ കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് വർക്ക് ചെയ്തിട്ട് ഇതെല്ലാം വളരെ ക്രിസ്പായിട്ട് 40-45 മിനിറ്റ്സിൽ പ്രസന്റ് ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷെ ഇതിന്റെ ഒരു ഡീറ്റെയിൽ പ്ലാൻ കിട്ടുകയാണെങ്കിൽ എപ്പോഴെങ്കിലും വായിച്ച് നമുക്ക് അതിന്റെ മുകളിൽ പിന്നെയും എന്തെങ്കിലും വർക്ക് ചെയ്യാം തോന്നുന്നു. അപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് TMAയും ഇസാഫും ഒക്കെ ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് ഇത് ഒരു വെറും റിപ്പോർട്ടായി മാറാതെ ഇതിന്റെ ഈ പ്ലാനിൽ പറയുന്ന പല കാര്യങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്ത് കാണും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ആഗ്രഹത്തോടു കൂടി കൂടുതലൊന്നും പറയുന്നില്ല, നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Professor Bindu. Now, George, ഇസാഫിലെ ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയം തൊട്ട് തന്നെ ജോർജ് ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ജോർജിന് ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് ജോർജിന് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, before I start, I actually would like to thank the SPA Bhopal team and the students and the faculties for preparing such a vast and brilliant regional plan for Thrissur. നമ്മൾ നേരിട്ട് 6 പേര് മാത്രമാണ് ഇപ്പോൾ കാണുന്നുള്ളൂ. 36 സ്റ്റുഡൻസ് ആണ് നമുക്ക് ആദ്യം മുതലേ റീജിയണൽ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരുന്നത്. ഏകദേശം 10 ദിവസത്തെ ഒരു ഇടവേളയ്ക്കുള്ളിലാണ് ഈ തൃശ്ശൂർ ജില്ല മുഴുവൻ TMAയുടെ സഹായത്തോടു കൂടി TMA കില ജിസാറിന്റെയും പോൾ സാറിന്റെയും നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും, അത് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ടൂറിസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളായിക്കോട്ടെ, ബീച്ചസ് ആയിക്കൊള്ളട്ടെ, ഗവൺമെന്റ് ഓഫീസസ് ആയിക്കൊള്ളട്ടെ, എല്ലാ മേഖലകളിലും ഇവർ ഈ 13 ദിവസത്തോളം സഞ്ചരിച്ചുകൊണ്ടാണ് ഓരോരോ ഡാറ്റ ഇവർ കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക ആളുകളും ലാംഗ്വേജിൽ ഇഷ്യൂ ഉള്ള ആളുകളാണ്. പലർക്കും ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓഫീസസിൽ പോകുമ്പോൾ ചില സമയങ്ങൾ അവർക്ക് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. അവസരങ്ങളിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഞങ്ങൾക്ക് ഇവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഗവൺമെന്റ് കോളേജായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസിനെ ഏർപ്പാട് ചെയ്തെടുക്കുകയോ ചെയ്യുക. അപ്പം അത്തരത്തിൽ കുട്ടികൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കത് ഈ ചാർട്ടിൽ തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഈ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചാർട്ടുകൾ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എത്രത്തോളം ഡിലിജന്റ് ആയിട്ടുള്ള വർക്കാണ് അവർ അതിനകത്ത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടായിരിക്കാം, ചില മേഖലകൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാനിങ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഇന്ന് 2-3 കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ ആശയങ്ങൾ റീജിയണൽ പ്ലാനിൽ ഉൾക്കൊള്ളിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. 15 മിനിറ്റ് സിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പോൾ നിലവിലുള്ള ഒരു കോൺസെപ്റ്റാണ്. പല രാജ്യങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് 15 മിനിറ്റ് സിറ്റി. അതായത് 15 മിനിറ്റ് ദൈർഘ്യത്തിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള സംവിധാനങ്ങളിലേക്ക്, റിസോഴ്സസിലേക്ക്, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പച്ചക്കറി വാങ്ങാനായിട്ടുള്ള മാർക്കറ്റുകളിലേക്ക് എത്താനായിരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സ്റ്റേഷനിലേക്ക് എത്താനായിരിക്കാം, കോളേജുകൾ, സ്കൂളുകൾ,
അപ്പോൾ 15 മിനിറ്റ് ദൈർഘ്യത്തിനുള്ളിൽ അല്ലെങ്കിൽ 200-300 മീറ്ററിനകത്ത് തന്നെ എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ലഭ്യമാകത്തക്ക തരത്തിൽ സിറ്റിയുടെ പ്ലാനിനെ മാറ്റുക. ആ ഒരു ഉദ്ദേശത്തോടു കൂടി പാരീസിൽ ആരംഭിച്ച ഒരു പ്ലാൻ ആണ് അല്ലെങ്കിൽ പോളിസിയാണെന്ന് തന്നെ പറയാം 15 മിനിറ്റ് സിറ്റി. അപ്പം അതിനകത്ത് പല കാര്യങ്ങളും കവർ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനകത്തൊന്ന് യൂണിവേഴ്സൽ ആക്സസിബിലിറ്റി ദൈർഘ്യം കൊണ്ട് മാത്രമല്ല, ഡിഫറൻ്റ്ലി ഇറ്റ് ഷുഡ് ബി ആക്സസിബിൾ ഫോർ ദി ഡിഫറൻ്റ്ലി ഏബിൾ. അതിനകത്ത് സ്ട്രീറ്റുകൾ ഉൾപ്പെടാം, പബ്ലിക് ട്രാൻസ്പോർട്ട് റിവൈറ്റലൈസേഷൻ. അപ്പൊ അതിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് റിവൈറ്റലൈസ് ചെയ്യുന്ന വഴി പ്രൈവറ്റ് വാഹനങ്ങളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നോൺ മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ട്. അപ്പോൾ പല രാജ്യങ്ങളിലും പുറമേയുള്ള രാജ്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അവർ കൂടുതലും ഊന്നിക്കൊണ്ടിരിക്കുന്നത് നോൺ മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ടാണ്. അത് സൈക്കിൾ വഴി, സൈക്കിളിലുള്ള യാത്ര, അല്ലെങ്കിൽ നടന്നുകൊണ്ടുള്ള യാത്ര, ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ. അതും അല്ലെങ്കിൽ അവർ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ട്രാംവേ ആയിരിക്കാം, മെട്രോകളായിരിക്കാം, പബ്ലിക് ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളായിരിക്കാം. അപ്പം അതിന് നല്ല രീതിയിലുള്ള സ്ട്രീറ്റ് ഇൻഫ്രാസ്ട്രക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് പെഡസ്ട്രിയൻ ഫെസിലിറ്റീസ്, ഫുട്പാത്തുകൾ, വീൽ ചെയർ ആക്സസിബിൾ ഫുട്പാത്തുകൾ. ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരനായുള്ള ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളാണ് പുറം രാജ്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഞാൻ പറയുന്നത് നമ്മളൊന്നും ചെയ്യുന്നില്ല ഉള്ളതല്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി വഴി പല സ്ഥലങ്ങളിലും ഗവൺമെന്റ് ഓഫീസുകളിൽ അല്ലെങ്കിൽ ബീച്ചസ് ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പം അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്ലാനുകളെല്ലാം തന്നെ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാനുകളെല്ലാം യൂണിവേഴ്സൽ ഡിസൈൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്കതിനെ സൗകര്യങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 15 മിനിറ്റ് സിറ്റിയിൽ സ്ട്രീറ്റ് ആക്സസിബിലിറ്റി, ഗ്രീൻ സ്പേസ് ആക്സസിബിലിറ്റി, പാർക്കുകൾ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു പാർക്കും നമുക്ക് ആക്സസിബിൾ പാർക്കാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഞാൻ ഗ്രീൻ സ്പേസസിന്റെ കാര്യം എടുത്ത് പറയുന്നത്, ഞങ്ങൾ വർഷങ്ങളായിട്ട് 2008 മുതൽ ഇസാഫ് ലിവബിൾ സിറ്റി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് 10 സിറ്റികളിൽ, ഇന്ത്യയിലെ 10 സിറ്റികളിൽ ചെയ്തു വരികയാണ്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ച കാര്യം, ഒരു പബ്ലിക് സ്പേസ് നമുക്ക് ആക്സസിബിൾ പബ്ലിക് സ്പേസ് ആണെന്നുള്ള ഒരു ലേബൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. റാമ്പ്, പലരും ധരിച്ചു വെച്ചിരിക്കുന്ന റാമ്പ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് സ്പേസ് എന്താകുന്നതാണ്, ഭിന്നശേഷി സൗഹൃദമാകുന്നതാണ്. റാമ്പിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുള്ള യാത്ര അവർക്ക് ഒരിക്കലും സാധ്യമാവില്ല. നടപ്പാതകൾ, ടാക്ടൈൽ ടൈലുകൾ അതിനകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പ്ലേ എക്യുപ്മെന്റ്സ് ഇൻക്ലൂസീവ് അല്ല. അപ്പോൾ ഇത് ഒരു വശം. പിന്നെ രണ്ടാമത് ഞാൻ പറയാനായിട്ട് പോകുന്നത് സ്പോഞ്ച് സിറ്റി എന്ന് പറയും. ഇത് UN ഹാബിറ്റാറ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആശയമാണ് സ്പോഞ്ച് സിറ്റി. നമുക്ക് 2018 അറിയാം, നമുക്ക് 2018 വലിയൊരു ഫ്ലഡ് വന്നു. അപ്പോൾ നമ്മളുടെ യൂസ് ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങൾ, തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ എന്താണ്, വാട്ടറിനെ, വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അതിനകത്തുള്ള വാട്ടർ ബോഡികൾ ക്ലീൻ ചെയ്തും അല്ലെങ്കിൽ അതിനെ ഡീപ്പൻ ചെയ്തും നമുക്കതിനെ റെയിൻ ഫോറസ്റ്റുകൾ എന്ന് നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രീൻ സ്പേസിനകത്ത് വെള്ളത്തെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെറിയ ചെറിയ പോണ്ടുകൾ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് വരുന്ന ഫ്ലഡിനെ, അനിയന്ത്രിതമായി വരുന്ന ഫ്ലഡിനെ നമുക്ക് അതിനകത്ത് അബ്സോർബ് ചെയ്ത് വെള്ളത്തിന്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ജില്ലയ്ക്ക് ഔട്ട്സ്കേർട്സിൽ കിടക്കുന്ന വാട്ടർ ബോഡികളെല്ലാം കൺസർവ് ചെയ്യാം. ഇപ്പൊ അമൃതിന്റെ രണ്ടാമത്തെ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ കോർപ്പറേഷനുകൾ നടപ്പിലാക്കി വരുന്ന അമൃത് 2.0 പ്രൊജക്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് വാട്ടർ ബോഡികൾ കൺസർവേഷൻ ആണ്. അപ്പോൾ വെള്ളത്തിന്റെ കൺസർവേഷൻ മാത്രമല്ല, അപ്പൊ അതിന് ചുറ്റും വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നടക്കാനുള്ള സൗകര്യങ്ങൾ, അല്ലെങ്കിൽ എക്സസൈസിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, ഓപ്പൺ ജിംനേഷ്യം സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രായമായവർക്ക് വീട്ടിൽ നിന്ന്, ഓരോ നൈബർഹുഡിലും പ്രായമായവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് സമയം മറ്റുള്ളവരെ കണ്ട് സംസാരിക്കുന്നതിനും എക്സസൈസ് ചെയ്യുന്നതിനും ഒന്ന് റിലാക്സ് ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ നമുക്കതിൽ ഏർപ്പാട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പാലിയേറ്റീവ് കെയർ നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്ന ഒരു ടേമാണ്. പിന്നെ അതുപോലെ തന്നെ ആക്സസ് ടു മാർക്കറ്റ്, ഫാർമേഴ്സ് മാർക്കറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് 3-4 വർഷമായിട്ട് ഇസാഫ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം സ്ട്രീറ്റുകളിൽ അല്ലെങ്കിൽ ഓരോരോ വാർഡുകളിലും ഗവൺമെന്റിന്റെ സ്ഥലത്ത്, ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാവുന്ന അൺയൂസ്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ നമുക്ക് ആ സ്ഥലങ്ങൾ
തദ്ദേശ സ്ഥാപനങ്ങൾ ലഭ്യമാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഫാർമേഴ്സിന്, ലോക്കലായിട്ട് കൃഷി ചെയ്യുന്ന ഫാർമേഴ്സിന് മാർക്കറ്റ് സ്ഥാപിച്ചു കൊടുക്കാനുള്ളൊരു സൗകര്യം നമുക്ക് അതിനകത്ത് ഒരു ക്ലോസ് ആയിട്ട് റീജിയണൽ പ്ലാനിൽ വെക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ്, കെമിക്കൽ ഫ്രീ വെജിറ്റബിൾസ് നമുക്ക് അവിടെ തന്നെ സെയിൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തന്നെ ഏർപ്പാട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് അത് വളരെയധികം സാധിക്കും. നമ്മൾ ടെക്നോളജി പല വശങ്ങളിലും ഇമ്പ്രൂവ് ആയി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമേഴ്ഷ്യൽ സൈറ്റുകളിലൂടെയാണ് നമ്മളെല്ലാ പർച്ചേസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുമാനം പോകുന്നത് പുറത്തേക്കാണ്. നമ്മൾ ലോക്കലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവും നമുക്ക് നമ്മളുടെ അല്ലെങ്കിൽ നമ്മളുടെ കർഷകർക്കോ അല്ലെങ്കിൽ വീടുകളിലുള്ള കുടുംബശ്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു സംഘങ്ങളിലെ സ്ത്രീകൾക്കായിക്കോട്ടെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വേണ്ടത്ര മാർക്കറ്റിംഗ് ലഭിക്കുന്നില്ല. അപ്പൊ ഇതുപോലെയുള്ള ഫാർമേഴ്സ് മാർക്കറ്റിന് ഓരോ വാർഡുകളിലും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോക്കൽ എക്കോണമി നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ വരുന്ന വേറൊരു കാര്യം കൂടിയാണ് ഈ ഫുഡ് സ്ട്രീറ്റുകൾ. ചിലപ്പോൾ പലരും കേട്ടിരിക്കാം, ഫുഡ് സ്ട്രീറ്റുകൾ സ്ട്രീറ്റിനെ വെഹിക്കിൾ ഫ്രീ ആക്കി വാഹനങ്ങളുടെ ഉപയോഗം അവിടെ കുറച്ച് വാഹനങ്ങളെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നമുക്കതിനെ ഫുഡ് സ്ട്രീറ്റ് കൊണ്ടുവരാനായിട്ട് സർക്കാരിന്റെ സഹായത്തോടു കൂടി നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നൈറ്റ് ലൈഫിനെ നമുക്കതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല പ്രസംഗങ്ങളിലും പറയുന്ന കാര്യമാണ് ജെൻഡർ ഈക്വാലിറ്റി. പ്രസംഗിച്ചു പോകുന്നതല്ലാതെ ജെൻഡർ ഈക്വാലിറ്റിയെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? പല പ്രസംഗങ്ങളിലും പറയും, പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത്? അതിന് എനിക്ക് പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ളത് സിറ്റിക്കകത്ത് തന്നെ അല്ലെങ്കിൽ ജില്ലയ്ക്കകത്ത് തന്നെ വിമൻ ഫ്രണ്ട്ലി സ്പേസസ്, അത് ചിലപ്പോൾ സ്ട്രീറ്റിനകത്തായിരിക്കാം. പാർക്ക്ലെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കും. ഹാവ് യു ഹെഡ് ഓഫ് പാർക്ക്ലെറ്റ് കോൺസെപ്റ്റ്? പാർക്ക്ലെറ്റ് സ്ട്രീറ്റിനകത്ത് തന്നെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, ഫുട്പാത്തിനോട് ചേർന്നുള്ള ഓരങ്ങളിൽ നമുക്ക് സ്ത്രീകൾക്ക് ഇരിക്കാനും അല്ലെങ്കിൽ കോഫി കഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ വളരെ ദൂരങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈവൻ നൈറ്റ് അവേഴ്സിലും ഇരുന്ന് കുറച്ച് സമയം റിലാക്സ് ചെയ്ത് അവരുടെ യാത്ര തുടരാനായിട്ട് അവർ സാധിക്കും. പാർക്ക്ലെറ്റ് എന്നാണ് അതിനെ പറയുക. നമ്മളിവിടെ പറയുന്നത് വിമൻ ഫ്രണ്ട്ലി സ്പേസസ്. നമുക്ക് സ്ട്രീറ്റിനകത്ത് തന്നെ വേണമെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പബ്ലിക് സ്പേസിനകത്ത് തന്നെ, ഗ്രീൻ സ്പേസ് പാർക്കുകൾക്കകത്ത് തന്നെ വിമൻ ഫ്രണ്ട്ലി സ്പേസ് എന്ന ഒരു പ്രൊവിഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീജിയണൽ പ്ലാനിൽ തന്നെ പറയുകയാണ്. അതായത് പാർക്കുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ DPRൽ വിമൻ ഫ്രണ്ട്ലി സ്പേസസ് വരണം എന്നൊരു നിർദ്ദേശം അതിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് നടപ്പിലാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വിമൻ ഫ്രണ്ട്ലി സ്പേസസ് ഒരു ഘടകമാണ്. രണ്ടാമത് ആക്സസിബിലിറ്റി സ്ട്രീറ്റ്. മൂന്നാമത്തെ കോൺസെപ്റ്റ് ആക്സസിബിൾ ബീച്ചസ്. നമുക്ക് തൃശ്ശൂരിനകത്ത് ബീച്ചസ് 8ഓളം ബീച്ചസ് നമുക്ക് തൃശ്ശൂർ ജില്ലയ്ക്കകത്തുണ്ട്. ചാവക്കാട് മുതൽ അഴീക്കോട് മുനമ്പം ബീച്ച് വരെ നമുക്ക് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെട്ട ബീച്ചുകളാണ്. ബീച്ചിനകത്ത് നമുക്ക് ഒരു തരത്തിലുള്ള ആക്സസിബിൾ മെഷേഴ്സോ അല്ലെങ്കിൽ അതിനകത്ത് ഈവൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സോ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബീച്ചിന്റെ കൂടി നമുക്ക് ബീച്ച് ഡെവലപ്മെന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ബീച്ചിന്റെ ഡെവലപ്മെന്റ് അത് ലോക്കൽ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് അതിനകത്ത് ക്ലോസസ് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഫലപ്രദമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബീച്ചിനകത്ത് കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്നവർക്ക് അത് ഉപകാരപ്രദമായിരിക്കും. അപ്പം ഇത്രയും പോയിന്റുകളാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഫസ്റ്റ് ഈസ് 15 minute city. ആൻഡ് ദെൻ ഒരു ചെറിയ കാര്യം കൂടി, നമുക്ക് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന പ്ലാനുകൾ SDG ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ക്ലൈമറ്റ് റെസിലിയൻസ് 13th SDG ഇൻഡിക്കേറ്റർ ആയിട്ടാണ് വരുന്നത്. പിന്നെ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. 10ാമത്തെ SDG ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് നമ്മൾ ചെറുതായി വിട്ടുപോയോ എന്ന് എനിക്കൊരു സംശയം, റെഡ്യൂസിങ് ഇൻഇക്വാലിറ്റീസ്. 10th SDG ഇൻഡിക്കേറ്റർ ആണ് റെഡ്യൂസിങ് ഇൻഇക്വാലിറ്റീസ്. അപ്പം അതിനകത്ത് നമുക്ക് എന്താണ്, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ അതിനുള്ള പ്രൊവിഷൻസ്, പിന്നെ സെൻസറി പാർക്കുകൾ, ഓട്ടിസം പാർക്കുകൾ, ഓരോരോ, കാരണം ഇത് ലോങ് ടൈം പ്ലാൻ ആയതുകൊണ്ട് തന്നെ സെൻസറി പാർക്കുകൾ, ഓട്ടിസം പാർക്കുകൾ നമുക്ക് എല്ലാ ഡിവിഷനുകളിലും കൊടുക്കാനായിട്ട് സാധിക്കണം. കാരണം 10-20 വർഷത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ ഭിന്നശേഷിക്കാരായുള്ള കുട്ടികൾക്ക് എവിടെ പോകാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ചുമരുകൾ മാത്രമല്ല അവർക്ക് പോയിരിക്കാനുള്ള സ്ഥലമുണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കണം.
എന്നാൽ മാത്രമാണ് തൃശ്ശൂരിനെ നമുക്കൊരു സാംസ്കാരിക നഗരമാണ്. പക്ഷെങ്കിലും സാംസ്കാരിക നഗരത്തിന് അപ്പുറം അതിനകത്ത് കൊടുക്കുന്ന സംവിധാനങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി. താങ്ക് യു ജോഷ്. ഇനി ശ്രീ പൗലോസിനെയാണ് ക്ഷണിക്കാനുള്ളത്. കാലത്തോട്ട് ഉണ്ടായിരുന്ന ഡിസ്കഷൻസ് കേട്ടു. ഇതിന്റെ മുഴുവനും പ്രോസസ്സിലും ഭാഗമായിരുന്നു. അപ്പോൾ ഒരു പ്രതികരണം, SPA ഭാഗത്തു നിന്നുള്ള പ്രതികരണവും ഇതിന് അടുത്ത സാധ്യതകൾ എന്താണെന്നും രണ്ടും പറഞ്ഞാൽ നന്ദി. താങ്ക് യു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ നമസ്കാരം. ഞങ്ങളിത് പഠിക്കാൻ ഈ ഒരു ജില്ല പഠനത്തിനായി എടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മറ്റൊരു സ്റ്റഡി ഏരിയ ആയിരുന്നു ഫൈനലൈസ് ചെയ്തിരുന്നത്. ഉത്തരാഖണ്ഡിലെ മറ്റൊരു ജില്ലയായിരുന്നു. പക്ഷേ അവിടെ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനാൽ നമ്മൾ മറ്റൊരു സ്ഥലം ആലോചിക്കുന്നതിനിടയിൽ ഫോർച്ചുനേറ്റ്ലി അജിത് സാറിൻ്റെ കോൾ വരികയും അങ്ങനെയാണ് ഞങ്ങൾ TMAയുടെ ഒരു ഇനിഷ്യേറ്റീവിനെ പറ്റിയും കീഴെ അതിലോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞത്. അന്നു മുതൽ അത് നടപ്പിൽ വരുത്താൻ ശ്രമിക്കുകയും പിന്നീട് ഇവിടെ വന്നതിന് ശേഷം വളരെ ഡീറ്റെയിൽഡായി തന്നെ കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ ഇതൊരു അക്കാഡമിക് എക്സസൈസ് ആകുമ്പോൾ 10-12 ദിവസത്തെ ഫീൽഡ് വിസിറ്റ് ആണ് നമുക്ക് കിട്ടുക. അതിനനുസരിച്ചുള്ള ഡേറ്റ കളക്ഷൻ, ലാംഗ്വേജ് ബാരിയർ, ഇതിനകത്തൊക്കെ നിന്നുകൊണ്ട് തന്നെയാണ് പഠനങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും എല്ലാ സെക്ടറുകളിലെയും പരമാവധി അവൈലബിൾ ഡേറ്റ വെച്ച് ഒരു അനാലിസിസ് നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് സബ്ജക്റ്റുകൾക്കിടയിലൂടെ ഒരു സ്റ്റുഡിയോ വർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു 60-65 വർക്കിംഗ് ഡേയ്സ് അകത്ത് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സെമിസ്റ്ററിൻ്റെ വർക്കിങ്ങിൽ. അപ്പോൾ അങ്ങനെയാണ് ശ്രമിച്ചിട്ടുള്ളത്. പല മേഖലകളെ പറ്റി നമ്മൾ ഇന്നിവിടെ സംസാരിച്ചു. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ടൂറിസം, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ്, ഇക്കണോമിക്കൽ ആസ്പെക്ട്സ്, ഈ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, പരമാവധി മേഖലകളിലെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളിൽ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഷീറ്റിലും പ്രസൻറ്റേഷനിലും അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ടുകളിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഇതിനിടയിൽ ഇതിൻ്റെ ഒരു ചർച്ചയിൽ നിന്ന് മനസ്സിലായത്, നമുക്ക് സൊല്യൂഷൻസിൻ്റെ ഒരു ഡെർത്തും ഇല്ല. വി ഹാവ് സൊല്യൂഷൻസ്. പല പ്രശ്നങ്ങൾക്കും നമുക്ക് മുന്നിൽ സൊല്യൂഷൻസ് ഉണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ലീഗൽ സ്കഫോൾഡിങ് നമുക്ക് മുന്നിലില്ല. ഇപ്പോൾ ഇവിടെ ജോർജ് സാർ പറഞ്ഞതുപോലെ നമുക്ക് ഫുട്പാത്തുകൾ IRC കോഡുകൾക്ക് ഒരു ക്ഷാമവും ഇല്ല. എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രത്യേകിച്ച് ഇവിടെ തൃശ്ശൂർ നഗരത്തിൽ നടക്കുകയോ അല്ലെങ്കിൽ കേരളത്തിൽ ഒട്ടാകെയുള്ള ഒരു പ്രശ്നമാണ്, നമുക്ക് ഫുട്പാത്തുകളില്ല. നമുക്ക് കാറുകൾക്ക് വേണ്ടി സ്ഥലമുണ്ട്. അതിലെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ലെഗും ലാസ്റ്റ് ലെഗും നടന്നാണ് പബ്ലിക് ട്രാൻസ്പോർട്ടോ കാറോ 2 വീലറോ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നമുക്കത് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്പേഷ്യൽ പ്ലാനിങ്ങിന്റെ സൈഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ലീഗൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ഡെവലപ്മെന്റ് കൺട്രോൾ റെഗുലേഷൻസ് എത്രമാത്രം സസ്റ്റൈനബിലിറ്റിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു എക്സാമ്പിൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, നമ്മൾ ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് എത്ര തവണ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ടിക്കറ്റ് ചാർജ് കൂട്ടി? നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഞാൻ പാർക്ക് ചെയ്യുന്ന കാർ പാർക്കിംഗ് സ്പേസിന് ഞാൻ എത്ര പൈസ കൊടുക്കുന്നുണ്ട് എന്ന്? പാർക്കിംഗ് ഈസ് അവർ ബർത്ത് റൈറ്റ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ പോകുന്നത്. പല മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ഡെവലപ്പ് രാജ്യങ്ങളിൽ 13% വരെ അവരുടെ ഓൺ സോഴ്സസ് ഓഫ് റവന്യൂ കംസ് ഫ്രം പാർക്കിംഗ് സോഴ്സസ്. ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ ലുലു മോൾ പാർക്കിംഗ് ചാർജ് ചെയ്തപ്പോൾ അതിനെതിരെ കൺസ്യൂമർ കോടതിയിൽ പോവുകയും അവിടുന്ന് പിന്നെ ഹൈക്കോടതിയിൽ എത്തുകയും അങ്ങനെ ഉണ്ടായ ചില സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി പാർക്കിംഗ് ചാർജ് കളക്ട് ചെയ്യാൻ സമ്മതിച്ചു. അതിനിപ്പോഴും ചോദ്യങ്ങളുണ്ട്, പാർക്കിംഗ് ചാർജ് കളക്ട് ചെയ്യാമോ? പക്ഷേ ഒരു ലാർജർ സസ്റ്റൈനബിൾ പ്രിൻസിപ്പിളിൽ നമ്മൾ ഒരു സ്ഥലത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് അതുപോലെയുള്ള സസ്റ്റൈനബിൾ മെഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പല സസ്റ്റൈനബിൾ എക്സാമ്പിളുകളിലും പാർക്കിംഗ് ചാർജ് ഒരു യൂസർ ഫീ ആയി തന്നെ ഇടുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. പല സെക്ടറുകളെ പറ്റി ഇവിടെ അനാലിസിസ് ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു സെക്ടറിനെ എനിക്ക് അതൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ 1-2 വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആക്സസിബിലിറ്റിയാണ്. സാർ ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് പലപ്പോഴും മാസ്റ്റർ പ്ലാൻ പ്രിപ്പറേഷൻ തന്നെ വളരെ ഡിലേഡ് ആയിട്ടാണ് നടക്കുക. ഞാൻ മനസ്സിലാക്കിയത് 1971 ശേഷം തിരുവനന്തപുരം പോലത്തെ ഒരു മഹാനഗരത്തിന് മാസ്റ്റർ പ്ലാൻ നോട്ടിഫൈഡ് ആയിട്ടില്ല. അതുപോലെ തന്നെയാണ് സിറ്റുവേഷൻ കൊച്ചിയിലും അതുപോലെയാണ് തൃശ്ശൂർ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കോംപ്രിഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടോ എന്നും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
നമുക്കൊരു കോംപ്രിഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ പ്രകാരം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു CTC സ്റ്റഡി ജനങ്ങൾക്ക് ആക്സസിബിൾ ആയ രീതിയിൽ ഒരു റിപ്പോർട്ട് നമുക്ക് അവൈലബിൾ അല്ല. ഞാൻ മനസ്സിലാക്കിയത് തൃശ്ശൂരിന്റെ കേസിലും മാസ്റ്റർ പ്ലാൻ പ്രിപ്പറേഷന് മുമ്പ് നാക്പാക്ക് ഒരു സ്റ്റഡി നടത്തിയിരുന്നു എന്നാണ്. പക്ഷേ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മേഖലയാണ് ആക്സസിബിലിറ്റി. അത് വനിതകളുടെ സേഫ്റ്റിയെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്, കുട്ടികളുടെ സേഫ്റ്റിയെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്, ഇവിടെ എൽഡർലി പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി, അതുപോലെ തന്നെ മറ്റ് സെക്ടറുകളിലേക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ടർ വൈസ് അനാലിസിസുകൾ ആവശ്യമുണ്ട് എന്നാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു റീജിയണൽ പ്ലാൻ പ്രിപ്പറേഷൻ ഒരു വിഷൻ ഡോക്യുമെന്റ് ആയി മാത്രമേ നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിനെ വളരെ ഡീറ്റെയിൽഡ് ആയ സെക്ടോറലായ ഡീറ്റെയിൽഡ് അനാലിസിസുകളിലേക്കും ആ വിഷൻ ഡോക്യുമെന്റിൽ നിന്നുള്ള ലോവർ ഹൈറാർക്കി പ്ലാനുകളിലേക്കും കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളെപ്പോഴും TP സ്കീമിനെ പറ്റി പറയാറുണ്ട്. ഗുജറാത്തിൽ ഇത് ലാൻഡ് പൂളിങ്ങിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ടൗൺ പ്ലാനിംഗ് ആക്ട് എത്രമാത്രം എക്യുപ്ഡ് ആണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം പല ഈ പറഞ്ഞ പാർക്ക് ഡെവലപ്മെന്റ്, സ്ട്രീറ്റ് ഡെവലപ്മെന്റ്, ഇതിനൊക്കെ സ്ഥലം കണ്ടെത്തണമെങ്കിൽ നമുക്ക് അതുപോലെയുള്ള മെക്കാനിസംസ് വേണം. അപ്പോൾ ഒരു ലീഗൽ സ്കഫോൾഡിങ് നമ്മൾ ഉണ്ടാക്കി കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്തെങ്കിൽ മാത്രമായിരിക്കാം നമുക്കത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതുപോലെ തന്നെയാണ് മറ്റ് സെക്ടറുകളുടെയും കാര്യങ്ങൾ. സോൾഡ് വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയും സിവറേജ് മാനേജ്മെന്റിനെ പറ്റിയും നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഓരോ സെക്ടറിനും അതിൻ്റെതായ പെക്യുലിയർ ഡീറ്റെയിൽ ഔട്ട് പ്ലാനുകളുടെ ആവശ്യങ്ങളുണ്ട്. അത് സ്പേഷ്യൽ ആസ്പെക്റ്റുകൾ നിയമപരമായ രീതിയിൽ തന്നെ നടപ്പിലാക്കുന്നതിന് നമ്മുടെ ലീഗൽ സംഹിതകളിൽ ചില മാറ്റങ്ങൾ വരണമെന്നാണ് നമ്മളുടെ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കാണുമ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ്, ഈ ഒരു വിഷൻ ഡോക്യുമെന്റ്, അങ്ങനെയുള്ള മറ്റു പല പ്ലാൻ പ്രിപ്പറേഷനുകൾക്കും ഒരു തുടക്കം കുറിക്കുന്ന രീതിയിലായി മാറും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കൂടിച്ചേർന്നിരുന്ന അല്ലെങ്കിൽ ഇതുപോലെ സഹായങ്ങൾ അന്ന് കൺസൾട്ടേഷൻ മീറ്റിംഗിന്റെ സമയത്തും പല കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു, ഫ്ലഡ് അതുപോലെയുള്ള ഇഷ്യൂസ്. അപ്പോൾ അതിലൊക്കെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ, സ്പഞ്ച് സിറ്റീസ് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ഡെവലപ്മെന്റ് കൺട്രോൾ റെഗുലേഷൻസ് അതൊക്കെ കുറെ കൂടെ ഇംപ്ലിമെന്റബിൾ ആയ രീതിയിൽ ജനങ്ങളെ അതിൽ അവെയർ ആക്കേണ്ടതും ആവശ്യങ്ങളുണ്ട്. ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഒരു വിഷൻ ഡോക്യുമെന്റ് അതുപോലുള്ള മറ്റ് ചർച്ചകളിലേക്ക് തുടക്കം കുറിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു പോലോസ്. നമുക്കൊരു 5 മിനിറ്റ് സമയം, എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ ആവാം, പ്രതികരണങ്ങളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാം. ഉണ്ടോ? മൈക്ക് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഈ അർബനൈസേഷൻ വരുമ്പോൾ 80+ ആയിട്ടുള്ള ആൾക്കാരുടെ മൊബിലിറ്റിയും ആക്സസും ഒക്കെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആകും. ഇതുകൂടാതെ നമുക്കൊരു പ്രപ്പോർഷൻ ഓഫ് ഡിസേബിൾഡ് യങ്ങർ പീപ്പിൾ ഉണ്ടാവും. അപ്പം ഇത് കണ്ടുകൊണ്ട് വേണം എല്ലാ വികസനവും ഉണ്ടാവാൻ. എനിക്കറിയില്ല, അത് എൻ്റെ ഫാദർ ഇവിടെ ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ ഒരു ദിവസം ഒറ്റയ്ക്ക് നടന്നപ്പോൾ വീണിട്ട് ജില്ലാ ആശുപത്രി കയറേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതുപോലത്തെ ഒരു നടപ്പാത ഉള്ള ഒരു നഗരം കൂടിയാണ് നമ്മുടെ എന്ന് ഓർക്കണം. അത് ഇപ്പോഴത്തെ നില മോശമാണ്, ഇത് മോശമാവാതെ നോക്കിയില്ലെങ്കിൽ വലിയൊരു വിപത്തിലേക്കായിരിക്കും പോവുക ഓൾഡർ പീപ്പിൾ. ഒരു പ്രധാനപ്പെട്ട സൊല്യൂഷൻ പ്രൊജക്റ്റിൽ കണ്ടത് നമുക്ക് കുറച്ച് പാർക്കുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഹാൻഡ്ലൂം അതുപോലെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ. നമുക്ക് ഒരുപാട് തുടക്കങ്ങൾ തോടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പാർക്കുകളുടെ സ്ഥാപനം എന്നുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിലുള്ള അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ പാർക്ക് പോലെയുള്ള സംരംഭങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തത്? അത് ഏത് രീതിയിലാണ് നിങ്ങളുടെ പ്രൊജക്റ്റ് അതിൽ വ്യത്യസ്തമാവുന്നതിനെ പറ്റിയിട്ടൊന്ന് കേട്ടാൽ കൊള്ളാം. ഇപ്പോഴത്തെ ഒരു അനാലിസിസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഒരു ബേസിക് മിനിമം ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ്.
പക്ഷേ അവർക്കൊരു ഹാൻഡ് ഹോൾഡിംഗ് ട്രെയിനിങ്, അതിനുശേഷമുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ട് കൂടെ ചേർന്നിട്ടുള്ള ഒരു സജഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പലപ്പോഴും അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ ഹാൻഡ് ഹോൾഡിംഗ് സൈഡ് നിൽക്കുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് മുന്നോട്ട് പോകാതെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ട്രെയിനിങ് കുറവായിരുന്നു എന്നാണ് അവരുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ മനസ്സിലാക്കിയത്. ആ ഒരു ട്രെയിനിങ് സംവിധാനങ്ങളെ പറ്റിയും മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ, ഈ 2 മേഖലകളാണ് സജഷൻസിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം പുത്തൂർക്ക് മാറുമ്പോൾ ആ സ്പേസിൽ ഇപ്പോഴും ഒരു എക്സിബിഷൻ സെന്റർ ആക്കുക എന്നുള്ള മാസ്റ്റർ പ്ലാനിലേക്കാണ് നീങ്ങുന്നത് തോന്നുന്നു. വാസ്തവത്തിൽ ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്ത് പോലെ ലാൽബാഗ് ഗാർഡൻസ് പോലെ ഒരു കാടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള, അതുപോലെ തന്നെ വയസ്സന്മാർക്കും കുട്ടികൾക്കൊക്കെ ഉല്ലസിക്കാനുള്ള സൗകര്യമാക്കി മാറ്റണം എന്നുള്ളതാണ് ഒരു സജഷൻ ഉള്ളത്. രണ്ടാമത്തൊരു കാര്യം, ഈ പ്ലാനിങ്ങിലൊക്കെ പറയാത്തൊരു സംഗതി, നമുക്കാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന സംഗതി ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സംഗതിയാണ്. വളരെ കുറച്ച് പേർക്ക് 1 ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ചുറ്റുപാടുമുള്ളവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സൗകര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. അതിനൊരു മാർഗം എന്ന് പറയുന്നത് ആ തേക്കുംകാട് മൈതാനത്തിൻ്റെ അറ്റത്ത് സ്റ്റെയർ കേസ് പോലെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പേസിൽ നമുക്ക് പെഡസ്ട്രിയൻസിന് നടക്കാനും സൗകര്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനും സാധിക്കും. മറ്റൊന്നുള്ളത്, നമ്മുടെ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേക കൾച്ചർ എന്ന് പറഞ്ഞാൽ അമ്പലത്തിനോട് കൂടുതൽ ബന്ധമുണ്ട്, പള്ളികളിലൊക്കെ തന്നെയുണ്ട്. എല്ലാ ബിൽഡിങ്സിനും തന്നെ നമ്മൾ പിങ്ക് സിറ്റി പോലെ തന്നെ നമുക്കറിയാം, ഫോറിൻ കൺട്രീസിലൊക്കെ തന്നെ ഒരേപോലുള്ള ബിൽഡിങ്സ്, ഒരേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൃശ്ശൂരിൻ്റെ കൾച്ചറിനോടനുബന്ധിച്ചുള്ള ബിൽഡിങ്സ് ആക്കി മാറ്റാനായിട്ട് സാധ്യതയുണ്ട്. ശരിക്കും ആ സാധ്യത മാത്രമല്ല, ബിസിനസ് സംബന്ധിച്ചോളം ആ ഒരു ഭാഗത്ത് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ തന്നെ ആൾക്കാർക്ക് നടക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇന്നത്തെ റൗണ്ടിനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് പക്ഷെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ ഒരു മെയിൻ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ മാത്രമുള്ള ചെറിയ ട്രാൻസ്പോർട്ടേഷൻ മാത്രമാക്കി മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും ഞാനത് പറയുന്നില്ല. ഈ ഒരു ഇമ്പോർട്ടൻസ് അങ്ങനെ ആ റൗണ്ട് വാസ്തവങ്ങളിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു നഗരമാക്കി മാറ്റാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. വളരെ ചെറിയ 2 കാര്യങ്ങളാണ്, കാരണം വലിയ കാര്യങ്ങളും പ്രായോഗികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഈ വാട്ടർ പ്രിസർവേഷനെ കുറിച്ച് പറഞ്ഞെങ്കിലും ഇപ്പോ സൗത്ത് ആഫ്രിക്ക അവര് വെള്ളമില്ല എന്ന് പറയുന്നു, നമുക്കും വെള്ളം അധികം നാളുണ്ടാകില്ല. ഇത്രയധികം മഴ പെയ്യുന്ന നാട്ടില് ഓരോ വീടുകളും, അത് പട്ടണത്തിലുള്ള 5 സെന്റും 10 സെന്റും ഉള്ള സ്ഥലങ്ങളും നമ്മുടെ ഭൂമിയിൽ വീഴുന്ന വെള്ളം പുറമേക്ക് പോവാതെ തടഞ്ഞു നിർത്താൻ ഓരോ വീട്ടുകാരും ശ്രമിച്ചാൽ 3 വർഷം കൊണ്ട് നമ്മുടെ കിണറ്റിലും ചുറ്റുപാടുള്ള കിണറ്റിലും വെള്ളം ഉയരും എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. വീട്ടിലുണ്ടാകുന്ന അടുക്കള വേസ്റ്റ് മറ്റുള്ളവർ കാണാതിരിക്കുമ്പോൾ മറ്റു പറമ്പിലേക്ക് വലിച്ചെറിയുന്നേക്കാൾ 2ഓ 4ഓ ചെറിയ കുറ്റികൾ വെച്ചാൽ അത് വളമായും അതൊരു പൂന്തോട്ടമായും ഒരുപാട്, അതാണല്ലോ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. യു ആർ ലുക്കിംഗ് ടു ദ ഫ്യൂച്ചർ, മാനേജിങ് യുവർ പ്രസന്റ്. അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി അഡ്രസ് ചെയ്യുക മാത്രമല്ല, ബേബി ക്ലാസ് അഥവാ LKG മുതലുള്ള പിള്ളേരിൽ അത് എത്തിച്ചാൽ 2030ഉം 2047ഉം ആവുമ്പോൾ കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. താങ്ക് യു. നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്ലാനിനും ഓരോ മാൻഡേറ്റുകളുണ്ട്. അപ്പോൾ ഓരോ പ്ലാനിന് കീഴിൽ വരുന്ന പ്ലാനുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളാണ്. അതിൽ പറഞ്ഞു മറ്റൊന്നാണ്, 2 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഡെവലപ്മെന്റ് കൺട്രോൾ റെഗുലേഷൻ ഉണ്ട്. ഇപ്പം ബാംഗ്ലൂർ ആണെങ്കിൽ നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മസ്റ്റ് ആണ്, ഇവിടെയും അത് ഇംപ്ലിമെന്റഡ് ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞ ഈ ഫസാഡിന്റെ കാര്യം, അവിടുത്തെ ക്യാരക്ടർ നിലനിർത്തുന്ന രീതിയിൽ ആ നിലയിലേക്ക് ഡെവലപ്മെന്റ് കൺട്രോളിന്റെ മറ്റൊരു ഒരു സ്റ്റെപ്പ് മുന്നേ കൂടെ പോയി ഫോം ബേസ്ഡ് കോഡുകളിലേക്ക് മാറേണ്ടതുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ചർച്ചകളിൽ നിന്ന് അതെല്ലാം ഉരുത്തിരിഞ്ഞ് കുറെ കൂടെ ലോക്കൽ ഏരിയ പ്ലാനിലേക്കും ഫോം ബേസ്ഡ് കോഡ്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഡെവലപ്മെന്റ് കൺട്രോൾ റെഗുലേഷൻ സ്പെസിഫിസിറ്റിയിലേക്കും, അതുപോലെ സോളാർ റൂഫ് ടോപ്പ് മസ്റ്റ് ആക്കുന്നതിനെ പറ്റിയൊക്കെ ഓപ്ഷനുകളിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗുജറാത്ത്
ഉള്ളൊരു ലാൻഡ് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഒരു മോഡലിനെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് വിശദീകരിക്കാമെങ്കിൽ. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിപ്പോൾ ഒരു മാസ്റ്റർ ഒരു റീജിയണൽ പ്ലാൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന് സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് ഉണ്ട്. നമുക്കിപ്പോൾ ഓരോ പഞ്ചായത്തും, ഒരു ബ്ലോക്ക് പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന് ഒരു ലോങ് ടേം പ്ലാൻ ഇതിൽ നിന്ന് ബേസ് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ വെദർ യു വിൽ ബി ഏബിൾ ടു സപ്പോർട്ട് ദാറ്റ് എന്നുള്ളതും കൂടെ ഒന്ന് അറിഞ്ഞാൽ നല്ലതായിരുന്നു. ഓക്കെ, രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ആദ്യം പറഞ്ഞത്, ഗുജറാത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു സോണൽ പ്ലാൻ ഉണ്ടാവും. ആ സോണൽ പ്ലാനിനെ ഡിഫറെൻറ്റ് TP സ്കീമുകളായി ഡീലിനേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഒരു TP സ്കീം ചിലപ്പോൾ 200-300 ഹെക്ടർ ഏരിയ ആണ് ഉണ്ടാവുക. അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്, ആസ് പെർ 1976 ഗുജറാത്ത് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ആക്ട് 60% വരെ ലാൻഡ് നമുക്ക് പൂള് ചെയ്യാൻ സാധിക്കും. ഈ 60% ലാൻഡ് പൂള് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന 40% റീ ഇവാലുവേറ്റ് ചെയ്ത് ആളുകൾക്ക് ജന്ത്രി അപ്ഡേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ ഖസ്രയിലെ ഒരു വാല്യുവേഷൻ ഉണ്ടല്ലോ, അതിനെ അപ്ഡേറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുകയോ പൂർണ്ണമായി അക്വയർ ചെയ്യപ്പെട്ട ലാൻഡിന് കോമ്പൻസേഷൻ കൊടുക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയതായി ഡെവലപ്പ് ചെയ്ത വെസ്റ്റ് അഹമ്മദാബാദിലെ ഭാഗങ്ങൾ നോക്കിക്കറിഞ്ഞാൽ ഇത് പറഞ്ഞതുപോലെ പബ്ലിക് യൂട്ടിലിറ്റിക്ക് വേണ്ടിയുള്ള ലാൻഡ്, സ്കൂൾ, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, അതുപോലെയുള്ള ഓൾ ദ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, പാർക്സ്, വ്യക്തമായ രീതിയിൽ റോഡ് ഡെവലപ്മെന്റ്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റോഡ് ഡെവലപ്മെന്റ്, ഇതെല്ലാം സാധ്യമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്, ഇതുപോലെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നമ്മൾക്ക് ഇനിയും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. എങ്കിലും ഞാൻ HOD-യും മാം ഇവിടെ ഓൾറെഡി ഉണ്ട്, എൻ്റെ HOD-യുമായിട്ട് സംസാരിക്കേണ്ടത്. പക്ഷേ SPA will be open to do such kind of collaborative work. All right. Okay, so that concludes this session. Sir, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നമസ്കാരം. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സർ, എയിമില് ക്ലൈമറ്റ് റെസിലിയൻറ്റ് സസ്റ്റൈനബിൾ സിംബോളിക് എക്കണോമി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ സിംബോളിക് എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സർ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ? ഹലോ, സിംബോളിക് എക്കോണമി 2 കാര്യങ്ങളിലാണ് മേജർ 2 പില്ലേഴ്സ് ആയിട്ടുള്ളത്. അതിൽ നോളജ് ബേസ്ഡ് എക്കണോമിക് ആക്ടിവിറ്റീസും ക്രിയേറ്റീവ് സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് അതിനെ ഊന്നൽ നൽകുന്നത്. അതിൽ നിന്ന് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ IT എനേബിൾഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ന്യൂ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ്, അതിനെതിരെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡിനെ ഓൾറെഡി നമ്മുടെ ജില്ലയിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ അതിനെ മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലേക്കും കൊണ്ടുവരിക എന്നുള്ളതിനെ ഉദ്ദേശിച്ചാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത് ഒരു സർ ചോദിച്ചിരുന്നു, എൽഡർലി ഫീമെയിൽ പോപ്പുലേഷൻ കൂടുന്നാലും നോൺ വർക്കിംഗ് എന്നുള്ള പറയുന്നുണ്ടല്ലോ. ഫീമെയിൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നോൺ വർക്കിംഗ് ഫീമെയിൽ പോപ്പുലേഷൻ കൂടുതലായിരിക്കും എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും പ്രൊപ്പോസൽസ് അത് മാറ്റാനായിട്ട് അത്. പിന്നെ പ്രൊപ്പോസൽസിൽ സാറ് എക്സിബിഷൻ ഗാലറി അങ്ങനെ കുറച്ച് ഇത് പറയുന്നുണ്ട്. അപ്പൊ സാർ, എനിക്ക് തോന്നുന്നു ഇത് മാപ്പിൽ നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റികൾ പ്രൊപ്പോസ് മാപ്പിലോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്പേഷ്യലായിട്ട് ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഈ ഷീറ്റ് പ്രസന്റേഷന്റെ ഏറ്റവും അവസാനത്തെ ഷീറ്റിൽ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളുടെയും ലൊക്കേഷനും അതിന് ഒരു പരിധിവരെ അവൈലബിൾ ലാൻഡ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഗ്രോത്ത് സെന്റർ, അത് സർ പറയുന്നുണ്ട് വടക്കാഞ്ചേരി എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഗ്രോത്ത് സെന്റർ എങ്ങനെയാ കണ്ടുപിടിച്ച? അതും എക്സിസ്റ്റിംഗ് മാസ്റ്റർ പ്ലാനുമായിട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ അത് രണ്ടും ടാലി ആവുന്നുണ്ടോ? ഞങ്ങൾ അത് അനാലിസിസ് ചെയ്തത് സ്കെയിലോഗ്രാം മെത്തേഡും അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കൂടെ നോക്കിയിട്ടാണ്. അത് ടാലി ആവുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ഒരു ഫൈനൽ റൗണ്ട് ഓഫ് കമന്റ്സ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. അവിടെ നിന്ന് തുടങ്ങാം. സർ നേരത്തെ ചോദിച്ച പോലെ തൃശ്ശൂർ സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ നമ്മൾ ലേണിംഗ് സിറ്റിയിലൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. അതിൽ ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള ഒരു ആശയം ഇതുപോലെ ലേണിംഗ്, ഷെയറിംഗ് ഓഫ് നോളജ്, അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതേ പോളിസി തന്നെയാണ് സ്കൂളിലും. തീർച്ചയായിട്ടും കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും
പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടെ നിൽക്കും എന്ന് HOD എന്ന നിലയിൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഒരു കാര്യം വിട്ടുപോയി, ഞാനത് ഊന്നി പറഞ്ഞില്ല. സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ SPA ഭോപ്പാൽ ടീമിന് ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുന്നത്. ഡോക്ടർ രാജൻ സാറ് ചോദിച്ചൊരു കാര്യം ഒരു മറുപടി പറയുകയായിരുന്നേ. സാറ് ചോദിച്ചില്ല, ഒരു ഫെസൈറ്റിനെ കുറിച്ചും തൃശ്ശൂരിന്റെ ഒരു ഹെറിറ്റേജിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. സാർ ചോദിച്ചിരുന്ന ചോദ്യം തൃശ്ശൂരിന്റെ ഒരു മുഖച്ഛായ, ടൗണിന്റെ മുഖച്ഛായ എന്ന് പറയുന്നത് ഓൾറെഡി ടൗൺ പ്ലാനിങ് സ്കീമിൽ തൃശ്ശൂർ മാസ്റ്റർ പ്ലാനിൽ തൃശ്ശൂർ റൗണ്ടിന് ചുറ്റും ഒറ്റ സ്റ്റൈലേ പാടുള്ളൂ, ഒരു ഫെസൈഡ് വേണം, മാംഗ്ലൂർ പാറ്റേൺ റൂഫിംഗ് ടൈൽസ് വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു റെക്കമെൻഡേഷനും സജഷനും ഉണ്ട്. അത് എല്ലാവരും അല്ല അതിൻ്റെ മുകളിൽ കുറെ നമുക്ക് നടക്കാനുള്ള പെഡസ്ട്രിയൻസിന് നടക്കാനുള്ള സംവിധാനം കൂടി ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊന്നുള്ളത്, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം റൗണ്ടിൽ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന കാലത്തെല്ലാം തന്നെ ഈ ഓടിച്ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന മെത്തേഡല്ല. ഓരോ ഷോപ്പിലും അത് സാമ്പിൾ അക്സെപ്റ്റ് ചെയ്യുകയും ഹോം ഡെലിവറി ചെയ്യുന്ന ഒരു മെത്തേഡിലേക്ക് മാറാനാണ് പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ബിസിനസ് അനുഭവമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇൻസൈഡ് ഇപ്പം നമ്മൾ റൗണ്ട് മാത്രമല്ല, ഇൻസൈഡ് ബിൽഡിങ്സ് പോലും അതിൻ്റെ മാറ്റി റോഡുകൾ കൂട്ടി കഴിഞ്ഞിട്ട് ഓഫീസ് സംവിധാനത്തിലേക്ക് മാത്രം മാറാൻ പറ്റും. വെയർ ഹൗസസ് കോമൺ ആയിട്ട് സ്ഥലത്ത് വയ്ക്കാൻ പറ്റും. മറ്റൊരു സംഗതി ഉള്ളത് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോഴത്തെ KSRTCക്ക് സെക്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുനിസിപ്പാലിറ്റിക്ക് കോർപ്പറേഷന് ലാഭം ഉണ്ടായിരിക്കും. ഒരുപാട് കോംപ്ലക്സ് അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് സജഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ശരിക്കും ഞാൻ ഡീറ്റെയിൽസ് മുഴുവൻ കടക്കുന്നില്ല എന്ന് പറയുന്നത്. എന്തായാലും ഡോക്ടർ പറഞ്ഞത് വളരെ നല്ല ആശയമാണ്. ഈ പ്രാവശ്യത്തെ മാസ്റ്റർ പ്ലാനിൽ അത് ഓൾറെഡി ലോജിസ്റ്റിക് ഹബ്ബും മൊബിലിറ്റി ഹബ്ബും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എല്ലാ വണ്ടികളും ട്രക്കുകളൊന്നും തൃശ്ശൂർ ടൗണിലേക്ക് വരണ്ട എന്നുള്ള ഒരു തീരുമാനമുണ്ട്. മണ്ണുത്തി ഭാഗത്ത് ലോജിസ്റ്റിക് ഹബ്ബ് വരുന്നുണ്ട്, മൊബിലിറ്റി ഹബ്ബ് മണ്ണുത്തിയിലും വരുന്നുണ്ട്, പുഴയ്ക്കലിലും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ തീർച്ചയായും ഡോക്ടറോട് ചിന്തിച്ച അതേ ആശയം നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഇന്നത്തെ ഈ വേദിയിൽ, ഈ അവസരത്തിൽ വളരെ മനോഹരമായിട്ട് എല്ലാവരും സംസാരിച്ചു. തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ പേരിൽ പ്രത്യേകം എല്ലാവരോടും നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ ഈ അവസരത്തിൽ ഇന്നിവിടെ വന്നിട്ടുള്ള മറ്റുള്ള സംഘടനകൾ കൂടെ നേരത്തെ ലഞ്ച് ബ്രേക്ക് സമയത്ത് അവർ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് TMAയുടെ ഈ പ്രോജക്റ്റിനോടെന്ന് പറഞ്ഞു. ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി വന്നിട്ടുണ്ട്. ബിൽഡേഴ്സ് അസോസിയേഷന്റെ മെമ്പർ രാവിലെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റീരിയർ ഡിസൈനേഴ്സിന്റെ മെമ്പേഴ്സ് ഉണ്ട്. IAEയുടെ സുജിത്ത് ഉണ്ട്. ഇങ്ങനെ പലരും ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും TMOട് കൂടെ ഈ ഡെവലപ്മെന്റ് പ്ലാനിൽ, റീജിയണൽ പ്ലാനിൽ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി വർക്ക് ചെയ്യാമെന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു നോട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. അത് നമുക്ക് നമ്മുടെ ഈ ഒരു ആശയത്തിനോടൊപ്പം തൃശ്ശൂർ ജില്ലയുടെ വികസനത്തിനെ കൂടുതൽ ഭംഗിയാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. താങ്ക് യു സോ മച്ച്. തൃശ്ശൂർ ജില്ല 25 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഒരുപക്ഷെ വിവിധ തലങ്ങളിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്തമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു കൂട്ടായ ചർച്ച ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടത് ഏറ്റവും സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹം തന്നെയാണ്. അതിൻ്റെ നേട്ടം വരും നാളുകളിൽ ഈ ജില്ലയെ പച്ചപിടിപ്പിക്കുന്നതിൽ, മുൻപോട്ട് നയിക്കുന്നതിൽ നമുക്ക് പ്രത്യക്ഷമായി പ്രകടമാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ സംസാരിച്ചവര് എല്ലാവരും തൃശ്ശൂരിൻ്റെ എല്ലാ സാധ്യതകളും തൊട്ട് സ്പർശിച്ച് സംസാരിച്ച് പോവുകയല്ല ചെയ്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഇതിങ്ങനെ വികസനം സംഘടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, തൃശ്ശൂരിനെ പുതുക്കിപ്പണിയാൻ ശ്രമിക്കുമ്പോൾ, നേരത്തെ ബഹുമാനപ്പെട്ട ഇസാഫിന്റെ ചെയർമാൻ പറഞ്ഞതുപോലെ ഇത് കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് താഴേക്ക് കൊണ്ടുവന്ന ബ്ലോക്ക് അടിസ്ഥാനത്തിലോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ
ഈ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ വേറെയും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒരു ജില്ലയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള എത്ര അറിവുൽപാദന കേന്ദ്രങ്ങളാണ് നമ്മുടെ ജില്ലക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. KFRI എത്രത്തോളം സാധ്യത ഉള്ള ഒരു സ്ഥാപനമാണ്. നമ്മളാരും വേണ്ടത്ര ഗൗരവത്തോടു കൂടി തിരിഞ്ഞു പോലും നോക്കാൻ തയ്യാറാകുന്നില്ല. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ അതിനോടനുബന്ധിച്ച് ആ മണ്ണുത്തിയിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ അഗ്രികൾച്ചറൽ നഴ്സറികൾ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാവുന്ന ഒരുപാട് സാധ്യതകൾ അടക്കമുണ്ട്. അപ്പൊ ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധന നടത്തി കഴിഞ്ഞാൽ തൃശ്ശൂരിനെ 25 വർഷത്തിന് ശേഷം വളരെ വളരെ ഉന്നതിയിലേക്ക് നയിക്കാൻ കഴിയാവുന്ന തരത്തിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ എത്രത്തോളം വികസനം നാട് കൈവരിക്കുന്നുണ്ടോ അത്രത്തോളം വികസനത്തോടൊപ്പം തന്നെ വൃത്തിയുള്ളതും ആക്കി മാറ്റാൻ ആവശ്യമായ പ്രവർത്തനം നമുക്ക് ഇതിനോടൊപ്പം ഇതിനേക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റെടുക്കേണ്ടതാണ് എന്നതുകൂടി ഓർക്കാതെ പോകാൻ കഴിയില്ല. കാരണം മാലിന്യ സംസ്കരണം ഒട്ടനവധി പ്രവർത്തനങ്ങൾ നാം സംഘടിപ്പിച്ച് വരുന്നുണ്ടെങ്കിലും ഇന്ന് അത് തൃശ്ശൂർ ജില്ലയിലും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അഥവാ മാലിന്യത്തിൽ ഒരു ഭാഗം മാത്രം സംസ്കരിച്ചാൽ മതി എന്ന ഒരു കാഴ്ചപ്പാടും നമ്മളിൽ കടന്നുകൂടിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് മാലിന്യമുക്തമായിട്ടുള്ള ഒരു പട്ടണം സംസ്ഥാനം ലക്ഷ്യം വെക്കുന്നത് അത് തന്നെയാണ്. അതിനോടൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ സഞ്ചരിച്ചുകൊണ്ട് മാലിന്യരഹിതമായിട്ടുള്ള ഒരു തൃശ്ശൂരിനെ എല്ലാ നിലയിലും 25 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ നിലയിലും പിന്നെ പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കാൻ കഴിയാവുന്ന തരത്തിൽ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും. സോ നമ്മൾ പല സൊല്യൂഷൻസിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. സോ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാനുള്ളത് കൊണ്ട് ഈ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്തതായി അനൗൺസ് ചെയ്യുന്നു. അതെ അതെ അതെ. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർ ഇവിടെയുണ്ട്. ഈ കോൺഫറൻസിന്റെ അവസാനത്തെ സെഷനായ വാലിഡിറ്റി സെഷനിൽ സംസാരിക്കുന്നതിനാണ് മന്ത്രി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ വിവേക് TMAയുടെ വൈസ് പ്രസിഡന്റിനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. Sir. Yeah. ഞാൻ വിളിക്കാം. ബഹുമാനപ്പെട്ട മന്ത്രി വരുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പൊ കഴിഞ്ഞ പാനലിലെ സ്പീക്കേഴ്സിനുള്ള മൊമെന്റോ TMA സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ ജിയോ ജോബ്.
ഹാൻഡ് ഓവർ ചെയ്യുന്നു. ശ്രീ KR രവി, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, സോറി. പ്രൊഫസർ ബിന്ദു CA, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. ശ്രീ പൗലോസ് എവിടെയാണുള്ളത്? മിസ്റ്റർ ജോർജ് നിസാഫ്. പൗലോസ് അവിടെ മിനിസ്റ്ററുടെ അടുത്താണുള്ളത്. ശ്രീ NA വർഗീസ്. Thank you.
ഇങ്ങനെ വിളിച്ചാൽ മതി. ജിയോ 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 അവരൊക്കെ വന്നു. സ്പോൺസർ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രിയോടും പോൾ സാറിനോടും സ്റ്റേജിലേക്ക് വരുവാനായി അപേക്ഷിക്കുന്നു. പോൾ സർ, ഡോക്ടർ ജോയ് സർ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. Paulo sir, please come to the stage, representing SPA Bhopal. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മൾ ഇന്നിവിടെ ഒരു ബൃഹത്തായ ഒരു പ്രോഗ്രാം കണ്ടുവരികയാണ് രാവിലെ മുതൽ. തൃശ്ശൂർ ഭാരതം 100 കൊല്ലം പിന്നിടുമ്പോൾ 2047 തൃശ്ശൂർ എങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു വിഷൻ ഡോക്യുമെന്റ് തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ, കില, SPA ഭോപ്പാൽ, ഇസ ഫൗണ്ടേഷൻ എന്നീ 4 പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ചേർന്ന് ഒരു സ്റ്റഡി നടത്തുകയും അതിൻ്റെ ബേസിസിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുകയും ഒരു പോളിസി ഡോക്യുമെന്റ് ഉണ്ടാക്കുകയും അത് ഇവിടെ വിശദീകരിക്കുകയും അതിൽ ചർച്ചകൾ നടക്കുകയും അത് ബന്ധപ്പെട്ടവർക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരു വിപുലമായ ഒരു പരിപാടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന സെഷനിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ സെഷനിൽ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് കെ രാജൻ, മിനിസ്റ്റർ ഫോർ റവന്യൂ ആൻഡ് ഹൗസിംഗ്, ഗവൺമെന്റ് ഓഫ് കേരള, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള TMAയുടെ പ്രസിഡന്റ് മിസ്റ്റർ പോൾ തോമസ്, ഡയറക്ടർ ജനറൽ കില ഡോക്ടർ ജോയ് എളമൻ എന്നിവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. TMAയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജിയോ ജോബ് അദ്ദേഹത്തെയും SPA ഭോപ്പാൽ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ള പൗലോ സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കി എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. For summarizing to today's deliberation, I request Mr. CA Geo Job, Senior Vice President, TMA. ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ, നമ്മുടെ തൃശ്ശൂരിൻ്റെ മിനിസ്റ്ററായിട്ടുള്ള ശ്രീ രാജൻ അവർകൾ, TMA പ്രസിഡന്റ് ശ്രീ പോൾ തോമസ്, then Shri Ajit Kaliyat, Dr. Joy Eleman, and Mr. Assistant Professor of SPA, Shri Paulos Vedi സദസ്സിലിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, കിലയും തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ, ഇസ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ SPA ഭോപ്പാൽ ഇവരെ സംയോജിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു തൃശ്ശൂരിൻ്റെ സമഗ്ര വികസന പദ്ധതിയെ സംബന്ധിച്ചുള്ള ചർച്ചകളും അതിൻ്റെ അവതരണവും നിർദ്ദേശങ്ങളും എല്ലാമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ അവസാന സെഷനിലാണ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ ഏകദേശം നടന്നിട്ടുള്ള നമ്മുടെ ചർച്ചകളുടെയും നിർദ്ദേശങ്ങളുടെയും അതുപോലെ തന്നെ അവതരണത്തിൻ്റെയും ഒക്കെ ഒരു സംക്ഷിപ്തത്തിനാണ്, ഒരു ചുരുക്ക വിവരണത്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. തൃശ്ശൂരിൻ്റെ ഒരു സമഗ്ര വികസനത്തിനെ പറ്റിയിട്ടുള്ള ഒരു സംക്ഷിപ്തം എന്ന് പറയുന്നത്, സമഗ്ര വികസനം മനസ്സിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ മിനിസ്റ്ററുടെ മുമ്പിൽ പറയേണ്ട കാര്യമില്ല. അത് കുറച്ച് ഓക്വേർഡായിരിക്കും എന്ന് എനിക്കറിയാം. എങ്കിലും ഇതെൻ്റെ കർത്തവ്യമായതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു. എല്ലാ പ്രാസംഗികരും ഇവിടെ പ്രസന്റ് ചെയ്ത വ്യക്തികളും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, തൃശ്ശൂരിൻ്റെ സമഗ്ര വികസനത്തിനെ പറ്റിയും അതിലേക്കുള്ള വഴികളെ പറ്റിയും ക്രിയാത്മകമായിട്ടുള്ള എന്തെല്ലാം ക്രിയാത്മകമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും, എന്തെല്ലാമാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്, നമുക്കുള്ള പരിമിതികൾ എന്തെല്ലാമാണ്, വിവിധ തലത്തിൽ എങ്ങനെ നമുക്ക് വിവിധ രംഗങ്ങളിൽ നമുക്ക് എങ്ങനെ ഡെവലപ്മെന്റ് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചുരുക്കത്തിൽ എല്ലാവരും സംസാരിച്ച് എല്ലാവരും ഒരു കാര്യത്തിൽ ഒരേ മനസ്സാണ്.
തൃശ്ശൂർ ഫ്യൂച്ചർ പ്രൂഫിംഗ് തൃശ്ശൂർ 2047 എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും TMA അടക്കമുള്ള എല്ലാവരുടെയും സ്വപ്നത്തിലേക്ക് നമ്മൾ ഏക മനസ്സോടെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ആമുഖ പ്രസംഗത്തിലെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള TMA പ്രസിഡന്റ് പോൾ തോമസ്, ശ്രീ പോൾ തോമസ് തൃശ്ശൂരിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് പറഞ്ഞത്. എന്തുകൊണ്ട് തൃശ്ശൂർ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു നഗരമാണ്, എന്തുകൊണ്ട് തൃശ്ശൂരിനെ ഒരു സമഗ്ര വികസനം ആവശ്യമാകണമെന്നതിനെ പറ്റിയിട്ടുള്ള തൃശ്ശൂരിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. തൃശ്ശൂർ ഒരു വൈജ്ഞാനിക നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരെ ഒരു കേരളത്തിലെ പ്രൈവറ്റ് സെക്ടറിലുള്ള 4 ലീഡിംഗ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഒരു അക്കാദമിക് ഹബ്ബായിട്ട് തൃശ്ശൂർ ഡെവലപ്പ് ചെയ്തു വരുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ടൂറിസം മാപ്പിലെ വളരെയൊന്നും അറിയപ്പെടാത്ത തൃശ്ശൂരിൻ്റെ ടൂറിസത്തിലുള്ള അനന്ത സാധ്യതകൾ, അതിനെപ്പറ്റിയും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. തുടർന്ന് നമ്മുടെ അവിടെ സംസാരിച്ച ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ മിനിസ്റ്റർ പറഞ്ഞ അല്പം ചില കാര്യങ്ങളൊന്ന് ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഏത് വികസന പ്രവർത്തനങ്ങളാണെങ്കിലും കേരളത്തിൽ വളരെ സുചിരമായിട്ട് വളരെ ശക്തമായിട്ട് നിലകൊള്ളുന്ന ഒരു ത്രിതല ഭരണ സംവിധാനത്തിലൂടെ മാത്രം അത് നടപ്പിലാക്കിയാൽ അത് ഏറ്റവും ഭംഗിയായും കാര്യക്ഷമമായും കാലതാമസമില്ലാതെയും നടപ്പിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത്. പിന്നെ ചില പ്രത്യേക ഇൻഡസ്ട്രികളെ പറ്റിയിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്യുകയുണ്ടായി. അതിൽ ഏതാനും ചില കാര്യങ്ങളാണ്. ഒന്ന്, കളിമൺ പാത്ര നിർമ്മാണത്തിനെ പറ്റിയിട്ടുള്ള കാര്യം അദ്ദേഹം മെൻഷൻ ചെയ്തു. അതിനുള്ള അനന്തമായ സാധ്യതകൾ. ദെൻ നമ്മുടെ ഈറ്റ, മുള, വാഴ, കൈതോല എന്നിവയിൽ നിന്നുള്ള മൂല്യവർദ്ധിത വസ്തുക്കൾ നമ്മൾ എങ്ങനെ നമുക്കതിനെ എങ്ങനെ നമുക്ക് വിപണനം ചെയ്യാനും അത് തൃശ്ശൂരിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാനും സാധിച്ചു എന്നുള്ള കാര്യത്തിനെ പറ്റി അദ്ദേഹം വളരെ വളരെ ആവേശത്തോടുകൂടി സംസാരിക്കുകയുണ്ടായി. പിന്നെ ഒന്ന് പറഞ്ഞത് പിൽഗ്രിം ടൂറിസം. കേരളം, തൃശ്ശൂർ ഒരു സിറ്റി ഓഫ് ടെമ്പിൾസ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഏറ്റവും പഴയ പള്ളി, ഏറ്റവും പഴയ മോസ്കൊക്കെ ഉള്ള തൃശ്ശൂര്, ഇവിടെ പിൽഗ്രിം ടൂറിസത്തിന്റെ സാധ്യതകളെ പറ്റിയിട്ട് രാധാകൃഷ്ണൻ മിനിസ്റ്റർ പറയുകയുണ്ടായി. പിന്നെ ഗവൺമെന്റ് സപ്പോർട്ട്, നമുക്ക് ഗവൺമെന്റ് സപ്പോർട്ടാണ് എപ്പോഴും കൂടുതൽ വേണ്ടത്. അതിനുള്ള സപ്പോർട്ട് ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹം ഓഫർ ചെയ്യുകയുണ്ടായി. പിന്നെ മറ്റൊന്ന് പറഞ്ഞത്, ഏറ്റവും ആദ്യം വളരെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം, നമ്മൾ വികസനത്തിന്റെ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം, ഏറ്റവും കൂടുതൽ ഒരു വികസന മനോഭാവം, നമ്മുടെ മനുഷ്യ മനസ്സുകളിൽ ഒരു വികസന മനോഭാവം ഉണ്ടാകണം എന്നുള്ളതാണ്. അവിടെ നിന്നാണ് നമ്മുടെ അവിടെയാണ് വികസനത്തിന്റെ വിത്ത് പാകേണ്ടത്, അവിടെ നിന്നാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മിനിസ്റ്റർ അത് കൺക്ലൂഡ് ചെയ്തത്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ് മാസ്റ്റർ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പ്രസംഗിച്ചതിന്റെ ഒരു ചെറിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വികസനത്തിൽ തന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു സംഗതി, പട്ടികജാതി പട്ടികവർഗ ആദിവാസി ഉന്നമനത്തിനും കൂടി നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ, പ്രവാസികളെ അവരുടെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെ ഇവിടെ ഉപയോഗിക്കാം എന്നുള്ളതും, പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ ഈ വികസന പ്രവർത്തനങ്ങളിൽ അവരെ എങ്ങനെ പങ്കാളികളാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടും ഡേവിസ് മാസ്റ്റർ സംസാരിക്കുകയുണ്ടായി. പിന്നെ നമ്മുടെ തന്നെ ഈ മണ്ഡലത്തിന്റെ ഇതടങ്ങുന്ന മണ്ഡലത്തിന്റെ വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ MLA ആയിട്ടുള്ള സേവൂർ ചിറ്റലപ്പള്ളി വളരെ വിശദമായിട്ട് ഈ പ്രൊജക്ട് വളരെ നേരത്തെ നമ്മുടെ ഒരു പ്രാസംഗികൻ പറഞ്ഞതുപോലെ വളരെ വിശദമായിട്ട് ഇതിന്റെ പഠനം നടത്തിയിട്ടുള്ള ഒരാള് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതിൽ പറഞ്ഞൊരു കാര്യം, ഒന്ന് നമ്മുടെ TMAയുടെ ഒരു പ്രൊജക്റ്റ് ആയിട്ടുള്ള വിലങ്ങൻ കുന്നിന്റെ ഒരു പുരോഗതിയെ പറ്റി അദ്ദേഹം സംസാരിച്ചു. അത് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്ന കാര്യം സംസാരിച്ചു. പിന്നെ ടൂറിസം, കോൾനിലത്തിനോട് ബന്ധപ്പെട്ട ടൂറിസം സാധ്യതകൾ എന്തെല്ലാമാണ് ടൂറിസം സാധ്യതകൾ എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം മെൻഷൻ ചെയ്ത ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തൃശ്ശൂര് ഒരു ആഭരണ വ്യവസായത്തിനെ പറ്റിയിട്ട് വളരെ പ്രത്യേകതയുള്ള ഒരു സിറ്റി ആണ് എന്നതിനോടൊപ്പം തന്നെ വൈരക്കല്ല് നിർമ്മാണം വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ അത് വലിയൊരു സാധ്യതയാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ കൊച്ചി മെട്രോ, അതൊരു വിദൂര സ്വപ്നമാണെങ്കിലും
കൊച്ചി മെട്രോ നമുക്ക് എങ്ങനെ തൃശ്ശൂരിലേക്ക് നീട്ടിക്കൊണ്ട് നമുക്ക് തൃശ്ശൂരിൽ എത്തിക്കാം എന്നുള്ളൊരു കാര്യം അദ്ദേഹം സംസാരിച്ചു. പിന്നെ ജനറലായിട്ട് ഭരണ സംവിധാനങ്ങളോട് ഏകോപിപ്പിച്ചുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. അത് ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ദെൻ നമ്മുടെ GUPLX മെമ്പർ, പ്ലാനിംഗ് ബോർഡ് മെമ്പർ, ഈ SPA ഭോപ്പാൽ അവരെടുത്തിട്ടുള്ള എഫർട്ടിനെ പറ്റിയിട്ട് വളരെ വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. രാജമാണിക്യം പ്രിൻസിപ്പൽ സെക്രട്ടറി LSGD സംസാരിച്ച ഒരു വിഷയം, മുഖ്യമായിട്ടുള്ളൊരു വിഷയം മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളതായിരുന്നു. ഇവിടെ നമ്മുടെ ലിക്വിഡ് വേസ്റ്റ് ജനറേഷനും അദ്ദേഹം സംസാരിച്ച ഒരു മെയിൻ പോയിന്റ് ലിക്വിഡ് വേസ്റ്റ് ജനറേഷനും അതിൻ്റെ the quantity of generating liquid waste and the quantity of which it is processed, അത് തമ്മിലുള്ള വ്യതിയാനം ഭയങ്കരമാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്കൊരു മാസ്റ്റർ പ്ലാനിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് ആവശ്യമാണ്. ദെൻ റെസിലിയൻസ് ടു ലോക്കൽ ബോഡീസിന്റെ ഒരു റെസിലിയൻസിന്റെ നീഡിനെ പറ്റിയിട്ടാണ് അദ്ദേഹം സംസാരിച്ച ഒരു വിഷയം. ഡോക്ടർ ജോയ് എളമൺ, ഡയറക്ടർ ജനറൽ ഓഫ് കില, വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം ഇതിനെ പറ്റിയിട്ട്, ഈ പ്രൊജക്റ്റിനെ പറ്റി സംസാരിച്ചു. ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് തൃശ്ശൂരിൽ മറ്റ് പല പ്രൊജക്റ്റുകൾ, മാസ്റ്റർ പ്ലാനുകളുണ്ട്, റീജിയണൽ, അതിൻ്റെ സബ് ലെവലിലായിട്ട് ഒത്തിരി പ്ലാനുകൾ വരുന്നുണ്ട്. ആ പ്ലാനുകളായിട്ട് ഏകോപിപ്പിക്കാനായിട്ട് ഉള്ള ഒരു ചൂണ്ടുപലക, ഒരു മാർഗനിർദ്ദേശകമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ പ്ലാനിൽ നിന്നുള്ള ഇൻപുട്ടുകൾ എടുത്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പ്ലാനുകൾ, അതായത് ഒരു ഏകോപനത്തിന്റെ ആവശ്യകതയാണ് ഡോക്ടർ ജോയ് എളമൻ സംസാരിച്ചത്. മറ്റൊരു കാര്യം പറഞ്ഞത്, ഇത് 2047 നമ്മുടെ പ്രൊജക്ട് എങ്ങനെ ആയിരിക്കണം, തൃശ്ശൂർ എങ്ങനെ ആയിരിക്കണം, അവിടെ നിന്നുള്ളൊരു ബാക്ക്വേർഡ് വർക്കിങ്ങും കൂടിയും ഈ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആണ് അദ്ദേഹം സംസാരിച്ചത്. പിന്നെ നമുക്കൊരു പാനൽ ഡിസ്കഷനാണ്. വളരെ സജീവമായിട്ട് TMAയുടെ പാസ്റ്റ് പ്രസിഡന്റായിട്ടുള്ള എഞ്ചിനീയർ NI വർഗീസ്, പ്രൊഫസർ ബിന്ദു CA, HOD ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീ പൗലോസ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഭോപ്പാൽ SPA, ശ്രീ ജോർജ്, മാനേജർ ISA ഫൗണ്ടേഷൻ, ഇവരെല്ലാവരും വളരെ 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 വാല്യുബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് പാനൽ ഡിസ്കഷനിൽ നടത്തിയത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ രവി അവർകൾ, അദ്ദേഹവും വളരെ 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 പ്രസക്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തി. അതിൽ ഏകദാനം കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് പോയിന്റുകൾ, ആരൊക്കെയാണ് എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞതെന്ന് പറയുന്നില്ല. ഒരു നോൺ മോട്ടറൈസ്ഡ് ട്രാഫിക്, ഒരു റോഡ് ഫെസിലിറ്റി, ദെൻ ഒരു 5-minute സിറ്റി, ഐ തിങ്ക് എനിക്ക് തോന്നുന്നു മിസ്റ്റർ ജോർജ് ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ദെൻ നിലവിലുള്ള കാഴ്ച ബംഗ്ലാവ് ഒരു സുവോളജിക്കൽ പാർക്കായിട്ടോ അല്ലെങ്കിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ട് അതിൽ ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി, ഒരു ഓക്സിജൻ ഫാക്ടറിയാണ്, അതൊരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ആവശ്യം ഉണ്ടാവുകയുണ്ടായി. പിന്നെ നമ്മുടെ രാജൻ മിനിസ്റ്ററുടെ ഒരു എന്താ പറയാ, ഒരു സ്വപ്ന പദ്ധതിയായിട്ടുള്ള പുത്തൂർ പാർക്ക്, അതിനെ പറ്റിയിട്ടുള്ള ഒരു മെൻഷൻ SPAയിൽ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, അതിനെ പറ്റിയിട്ടൊരു മെൻഷൻ ഉണ്ടായി. ദെൻ ഒരു ഫുഡ് സ്ട്രീറ്റ്, ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള പോലെ ഒരു ഫുഡ് സ്ട്രീറ്റിന്റെ ഒരു ഡെവലപ്മെന്റ്. ദെൻ ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഫോർ ഓൾ ദീസ് ഡെവലപ്മെന്റ്. നമ്മൾ ഫുട്പാത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിമൻ, അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ഒരു സ്പേസ്, ഇതിനൊക്കെ ഒരു ലീഗൽ ഫ്രെയിം വർക്ക്, അതാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചിട്ടുള്ളത്. ലീഗൽ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു ലീഗൽ സപ്പോർട്ട് ലീഗൽ ഫ്രെയിം വർക്ക് ഷുഡ് ബി ഈസ് റിക്വയർഡ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു സമ്മിങ് അപ്പ് അല്ലെങ്കിൽ ഒരു സംക്ഷിപ്തം എന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം അത് വാലിഡേറ്ററി സെക്ഷനാണ്, അവസാന സെഷനാണ്. ഞാൻ വളരെ ക്വിക്കായിട്ട് എനിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ, ഏറ്റവും സമഗ്രമായിട്ടുള്ള ഈ പരിപാടിയിലേക്ക് നമുക്ക് ഒത്തൊരുമിച്ച് ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. Thank you, Gio. Now I request President K. Paul Thomas, TMA President K. Paul Thomas, and Director General of KILA, Mr. Joy Element, to hand over the report to Minister K. Rajan.
Thank you. അടുത്തതായി Advocate K. Rajan, Honorable Minister for Revenue and Housing, Government of Kerala. Request him to address the gathering. തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെയും കിലയുടെയും ഇസാഫിന്റെയും അതോടൊപ്പം ഇവിടെ ഈ പദ്ധതിക്ക് രൂപം നൽകിയ SPA ഭോപ്പാലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൃശ്ശൂരിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ബൃഹത് പദ്ധതിയോടനുബന്ധിച്ച് നടന്ന ഈ ശില്പശാലയുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വേദിയിലെ തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ പോൾ തോമസ്, ഇവിടെ പ്രാഥമികമായി ഇന്നത്തെ ദിവസത്തെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച ജിയോ ജോബ്, കിലയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ, നമുക്ക് സ്വാഗതം ആശംസിച്ച വിവേക്, ഡോക്ടർ വിവേക്, നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ SPA ഭോപ്പാലിന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ പൗലോസ്, മറ്റു വേദിയിൽ സദസ്യമുള്ള പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. ഇനിയൊരു പ്രസംഗം ഈ ഒരു മൂടിനകത്ത് അത്ര നന്നാകും എന്ന് ഞാൻ കരുതുന്നില്ല. തൃശ്ശൂർ സമഗ്രമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ശ്രീ പോൾ തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ പരിശ്രമം ഈ ജില്ലയുടെ ചുമതലക്കാരനായ മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി ഞാൻ പ്രത്യേകമായി നന്ദിയും അഭിനന്ദനവും ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്. തൃശ്ശൂരിന്റെ സമഗ്രമായ സാധ്യതകളെ സംബന്ധിച്ചതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ശക്തൻ തമ്പുരാൻ മുതൽ തൃശ്ശൂരിന്റെ ഡിസൈനിൽ പങ്കുവഹിച്ച മുഴുവൻ ആളുകളെയും പ്രണമിച്ചുകൊണ്ട് തൃശ്ശൂരിന്റെ സമഗ്ര സാധ്യതകൾ അന്വേഷിച്ചു പോവുകയും ചരിത്രവും സാഹചര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തൃശ്ശൂരിന്റെ വേറിട്ട കാഴ്ചകൾ എങ്ങനെയാകണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള രൂപരേഖയാണ് പ്രിയപ്പെട്ട പോൾ തോമസും നമ്മുടെ സെക്രട്ടറി ജനറൽ ജോയ് ഇടമണ്ണും ചേർന്ന് ഇവിടെ നൽകിയിട്ടുള്ളത്. സാധാരണ നിലയിൽ ഒരു ഡോക്യുമെന്റ് എന്ന നിലയിൽ അവതരിപ്പിക്കുക മാത്രമല്ല, അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ നല്ലതുപോലെ സഹായിക്കാൻ കഴിയുന്ന ഒരു ടീം പോൾ തോമസിന്റെയും അതിന്റെ ഭാഗമായിട്ടുള്ള തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെയും കേരളത്തിലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അജണ്ട ഉണ്ടാക്കി കൊടുക്കുക എന്ന ചരിത്രപരമായ കടമ നിറവേറ്റുന്ന കിലയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണ നിലയിൽ നാം തൃശ്ശൂരിന്റെ പ്രത്യേകതകളെ സമഗ്രമായി അന്വേഷിച്ച് പോക്ക് നടത്തി എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ ഇന്നത്തെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുകയും അത് ക്രോഡീകരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ജിയോ ജോബ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് കാണേണ്ടതായ ചില പദ്ധതികൾ ഇനിയും അതിനകത്ത് ഉൾപ്പെടുത്താൻ കൂടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ധാരണ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ജില്ലാ കളക്ടർ നമ്മുടെ ജില്ലയിലുള്ള ഘട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് തൃശ്ശൂരിൽ വരുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മൊമെന്റം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു. ഞാൻ ഈ വിപുലമായിട്ടുള്ള ചർച്ചയെക്കുറിച്ചല്ല നിങ്ങളോട് ആദ്യം സൂചിപ്പിക്കുന്നത് എന്നതിൽ എന്നോട് ക്ഷമിക്കണം. തൃശ്ശൂരിൽ വരുന്ന ആളുകൾക്ക് ഒരു മൊമെന്റം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയുണ്ടായി. ഞാനും ശ്രീ പോൾ തോമസും ഇപ്പോൾ വരുന്നത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പഠിച്ച് വലിയ ഉന്നതമായ മാർക്ക് മേടിച്ച് എല്ലാ കുട്ടികൾക്കും മൊമെന്റോ കൊടുക്കുന്ന ഒരു അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞിട്ടാണ്. ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ ഒരു സാധാരണ മൊമെന്റോ അല്ല. തൃശ്ശൂരിൽ എത്തിച്ചേരുന്ന അതിഥികളുടെ മുമ്പിൽ തൃശ്ശൂരിന് ഹൃദയം തുറന്നു വെക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു മൊമെന്റോ സമ്മാനിച്ചു. മൊമെന്റോയ്ക്ക് ഒരു പ്രത്യേകതയില്ല. മൊമെന്റോ നിങ്ങൾ എല്ലാവരും കാണുന്നത് പോലെ ഒരു ആന, അതിൻ്റെ പുറത്തൊരു കോലം, കോലത്തിനോട് ചേർന്നൊരു കൊട, ആനയുടെ കഴുത്തിൽ സാധാരണ ഉണ്ടാകുന്നത് പോലെ ഒരു മണി, ആനയുടെ രൂപത്തിന്റെ പുറത്തിരുന്ന് വെഞ്ചാമലവും ആലവട്ടവും വീശുന്നവനും കോലം പിടിക്കുന്നവനും ഇരിക്കുന്ന നേരത്ത് വിരിക്കാനുള്ള ഒരു തുണി. ഇത്രയേ ഉള്ളൂ തൃശ്ശൂരിൽ കൊടുക്കാൻ പോകുന്ന ഒരു മൊമെന്റോയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ. പക്ഷെ അതിന് ചില പ്രത്യേകതകൾ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അത് ഈ കരിവീരനെ
ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചേർപ്പിലെ ഊരകത്ത് ആനയുണ്ടാക്കുന്നത് ഒരു കരകൗശല തൊഴിലാക്കി മാറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം ആളുകളാണ് ഈ രൂപത്തിലെ ആനയെ ഉണ്ടാക്കിയത്. ആനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓർണമെന്റേഷൻ നടത്തിയത് എളവള്ളിയിലുള്ള ഒരു സഹകരണ സംഘത്തിന്റെ പ്രവർത്തകരാണ്. ആനയുടെ കഴുത്തിൽ കെട്ടുന്ന ഒരു മണി ഉണ്ടാക്കിയത് നടവരമ്പിൽ പരമ്പരാഗതമായി ഇത്തരം ഉപകരണങ്ങളും വിളക്കുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നടവരമ്പിലെ പരമ്പരാഗതമായിട്ടുള്ള പ്രവർത്തകരുടെ കയ്യിൽ നിന്നാണ് ആനയുടെ കഴുത്തിൽ കെട്ടാനുള്ള മണി ഉണ്ടാക്കിയിട്ടുള്ളത്. ആനയുടെ പുറത്ത് ആലവട്ടവും വെഞ്ചാമരവും വീശുന്നവനും കോലം പിടിക്കുന്നവനും ഇരിക്കുന്ന പുറത്ത് വിരിക്കുന്ന തുണി ഉണ്ടാക്കിയിട്ടുള്ളത് നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന് ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ മിനിസ്റ്ററുടെ മണ്ഡലമായിട്ടുള്ള ചേലക്കരയിലെ കൂത്താമ്പള്ളിയിൽ ഉണ്ടാക്കുന്ന കൈത്തറിയാണ്. ആ ആനയും കോലവും കഴുത്തിലെ മണിയും കൂത്താമ്പള്ളിയിലെ കൈത്തറിയും അടക്കമുള്ള മനോഹരമായിട്ടുള്ള ഈ ആനയെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള കവർ ഉണ്ടാക്കിയിട്ടുള്ളത് കൊടുങ്ങല്ലൂർ ജില്ലയിലെ പരമ്പരാഗതമായ തൊഴിൽ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തളപ്പായ തൊഴിലാളികൾ ഉണ്ടാക്കുന്ന തളപ്പായ കൊണ്ടുള്ള ഒരു അല്ലെങ്കിൽ പനമ്പ് കൊണ്ടുള്ള ഒരു കവറാണ്. ഇത്രയും സാധനങ്ങൾ ഒരു ഘട്ടത്തിൽ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ഇന്റലക്ച്വലി ഡിഫറൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ സാധനങ്ങൾ മുഴുവൻ പാക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിത് TMA സമർപ്പിച്ച ഒരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ മുമ്പിൽ അതിന്റെ സമാപനത്തിൽ ഇത് പറയുന്നത് ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടോ എന്തെങ്കിലും നിങ്ങളെ കണ്ടപ്പോൾ ഒരു കഥ പറയണമോ എന്നുള്ളത് കൊണ്ടല്ല. തൃശ്ശൂരിൽ എത്തിച്ചേരുന്ന ഒരാൾക്ക് തൃശ്ശൂർ അതിന്റെ ഹൃദയത്തിൽ നിന്ന് നൽകാൻ പോകുന്ന ഒരു മൊമെന്റോ, ഞങ്ങൾ അതിന് പേര് തന്നെ ഇട്ടത് സോൾ ഓഫ് തൃശ്ശൂർ എന്നാണ്. തൃശ്ശൂരിന്റെ ആത്മാവ്, ഒരാത്മാവ് ഒരു മൊമെന്റോ പോൾ തോമസ് വാങ്ങി തൻ്റെ സ്ഥാപനത്തിലേക്ക് വരുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് തൻ്റെ ഉപഹാരമായി സമ്മാനിക്കുമ്പോൾ 6 മേഖലയിലെ പരമ്പരാഗതമായ തൊഴിലാളികളുടെ കീശയിലേക്ക് ഒരു നാണയത്തൊട്ടിട്ട് കൊടുക്കുകയാണ്. ഇതാണ് തൃശ്ശൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. തൃശ്ശൂർ യഥാർത്ഥത്തിൽ പരമ്പരാഗത വ്യവസായങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ തൃശ്ശൂർ പരമ്പരാഗത വ്യവസായങ്ങളുടെ ശവപ്പറമ്പുമായി മാറിയിട്ടുണ്ട്. അത് തൃശ്ശൂരിന്റെ മാത്രം പ്രശ്നം കൊണ്ടല്ല. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ഊട് വ്യവസായം തഴച്ചു വളർന്നിരുന്നതാണ് ഒല്ലൂർ, ആമ്പല്ലൂർ മേഖലകൾ ഉൾപ്പെടുന്ന തൃശ്ശൂരിന്റെ ഒരു പ്രദേശം. കളിമണ്ണ് കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായതോടുകൂടി ആ പരമ്പരാഗത മേഖല അടച്ചുപൂട്ടിയതുപോലെ തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിലുള്ള സംരംഭങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ധാരാളമായി വിഭവങ്ങൾ തൃശ്ശൂരിന്റെ സംബന്ധമായിട്ടുള്ള അതിന്റെ മടിത്തട്ടിലുണ്ട്. പക്ഷേ സമ്പന്നമായ വിഭവങ്ങളെ കണ്ടെത്തി സമ്പന്നമായ വിഭവങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള ചുമതല ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂരിന്റെ അന്തരാളങ്ങളിലുള്ള ഇത്തരം വൈവിധ്യങ്ങളെ പൊതുസമൂഹത്തിനകത്ത് കൊണ്ടുപോകാൻ നമുക്കാകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കോൾ നിലങ്ങളെ കുറിച്ചിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ കോൾ തൃശ്ശൂരിനും മലപ്പുറത്തിനും മാത്രമുള്ള ഒരു സമ്പത്താണ്. എന്താണ് ഇതിനെ കോൾ എന്ന് വിളിക്കുന്നത് എന്ന് കുറെ കാലം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. പാടശേഖരങ്ങൾക്ക് കോൾ എന്നൊരു പേരെങ്ങനെ വന്നു? അതൊരു ചോദ്യമാണ്. ഞാനിപ്പോ പൊന്നാനി തൃശ്ശൂർ കോളിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഏതാണ്ട് 380 കോടി രൂപ മുടക്കി ഈ രംഗത്ത് അത്യാധുനികമായിട്ടുള്ള പമ്പും പറയും ഉൾപ്പെടെയുള്ളവ മാറ്റി ഏറ്റവും ആധുനിക തരത്തിലുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മൺതിട്ട കെട്ടിയും ഇലക്ട്രിസിറ്റി കൊടുത്തും നമ്മുടെ ഉൽപ്പന്നത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ RKയുടെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നൊരു കമ്മിറ്റിയും അതിന്റെ പ്രവർത്തനവുമാണ് പൊന്നാനി തൃശ്ശൂർ കോൾ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. തൃശ്ശൂരിന്റെ യഥാർത്ഥത്തിലുള്ള കോൾ വളരെ സമ്പന്നമാണ്. ഇവിടെ പണിയെടുത്താൽ ഒരു കോളടിക്കും എന്ന വർത്തമാനം കൊളോക്കിയലായി പറഞ്ഞാണ് തൃശ്ശൂരിന്റെ ഈ മേഖലയെ കോളെന്ന് വിളിക്കുന്നത് എന്നാണ് പരമ്പരാഗതമായ തൃശ്ശൂരിന്റെ ഒരു സങ്കല്പം. യഥാർത്ഥത്തിൽ ഈ കോൾ മേഖലയെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? മലപ്പുറവും തൃശ്ശൂർ ജില്ലയും ചേർന്ന് കിടക്കുന്ന പൊന്നാനി കോൾപ്പടം ഏതാണ്ട് 20,000 ഹെക്ടർ ഭൂമിയിൽ സമ്പന്നമാണ്. പലയിടത്തും അതിൻ്റെ ഭൂമി ഉപയോഗിക്കുക എന്ന കർത്തവ്യം പലപ്പോഴും നിർവഹിക്കാനാകുന്നില്ല.
ഉപയോഗിച്ചാൽ തന്നെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും ഉപയോഗിക്കപ്പെടുന്ന ഘട്ടത്തിൽ അതിനനുബന്ധമായി ഉയർന്നു വരേണ്ട സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നും ഒരു ധാരണയും നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ വെക്കുന്ന ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിലോ തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ ഭരണകൂടം നടത്തേണ്ട കൃഷിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കിലയുടെ ഡയറക്ടർ നല്ല ധാരണയുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, കേരളത്തിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്നുകൊണ്ട് തൃശ്ശൂരിനൊരു കൃഷി കലണ്ടർ ഉണ്ടാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കലണ്ടറിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പൊന്നാനിയിലും തൃശ്ശൂരും 2 കലണ്ടർ. ആ കലണ്ടറിൽ ഉപയോഗിക്കപ്പെടേണ്ടത് എന്തൊക്കെ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. ഈ കാട്ടകാപാലിന്റെ തൊട്ടപ്പുറത്ത് കടവല്ലൂരിൽ ഏതാണ്ട് 200-ലേറെ ഏക്കർ ഭൂമി കൃഷിയിൽ ഞങ്ങൾ തരിശുരഹിതമാക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തി ഒരു സംഘം ആളുകൾ, മണ്ണിനോട് നല്ലതുപോലെ താല്പര്യമുള്ളവർ വളരെ സിൻസിയറായി ആ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വന്നു. സ്ഥലം MLA-യും മന്ത്രിയും ചേർന്ന് വിത്ത് വിതച്ചു മനോഹരമായി ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഈ പുതിയതായ പ്രവർത്തനം തയ്യാറാക്കിയവർ മുഴുവൻ വന്ന് കളക്ടറേറ്റിൽ കുത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടാത്തത് കൊണ്ട് കൃഷി നശിച്ചാൽ നശിച്ചതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സർക്കാരിനാണ്, ഞങ്ങൾ ഈ പാടത്ത് കുത്തിയിരിക്കാൻ പോവുകയാണ്. കർഷകർ അവരുടെ ഒരു വികാരം പ്രകടിപ്പിച്ചാണ്. ഞാൻ ആ വികാരത്തിന്റെ ആത്മാർത്ഥതയെ കുറിച്ചല്ല പറഞ്ഞത്, പൂർണ്ണമായും ആത്മാർത്ഥമാണ് ആ വിഷയം. ഞാൻ അവരോട് ചോദിച്ചു, ഒരു ഘട്ടത്തിൽ സംസാരിക്കാൻ ഇട വന്നപ്പോ, നിങ്ങൾ പുതിയതായി ഒരു കൃഷിക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ച ഘട്ടത്തിൽ ഇവിടെ ആവശ്യമായ വെള്ളം എത്ര ദിവസം ഏത് വിധത്തിൽ കൊടുക്കാൻ കഴിയും എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഒരു പരിശോധനയും അവർ നടത്തിയിട്ടില്ല. ഞാനും പ്രിയപ്പെട്ട പോൾ തോമസും ഉൾപ്പെടുന്ന മണ്ഡലത്തിന്റെ കൃഷിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് പീച്ചി ഡാമാണ്. പീച്ചി ഡാം പാണഞ്ചേരിയിൽ നിന്ന് ഉത്ഭവിച്ചാൽ പാണഞ്ചേരിയിലൂടെ അതിന്റെ കനാലുകളിലൂടെ കൊടുക്കുന്ന വെള്ളമാണ് ജലസേചനത്തിനും കുടിവെള്ളത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ്. ഒരു ഭാഗം പാണഞ്ചേരിയിലേക്ക് പോയി അത് പിന്നീട് നടത്തറയ്ക്ക് വെള്ളം കൊടുത്ത്, OBC എന്ന ഒല്ലൂക്കര ബ്രാഞ്ച് കനാലിലൂടെ വെള്ളം കൊടുത്ത്, മാടക്കത്തറയിലൂടെ വെള്ളം കൊടുത്ത്, കോലഴിയിലൂടെ വെള്ളം കൊടുത്ത്, മുളങ്ങുന്നത്തുകാവിലെ മെഡിക്കൽ കോളേജിലേക്ക് വെള്ളം കൊടുത്തു. എടതുകര കനാൽ അങ്ങനെ പോയാൽ ഏതാണ്ട് 16 വില്ലേജുകളെ കടന്ന് വരന്തരപ്പള്ളിയിൽ അതിന്റെ പ്രവർത്തനം അവസാനിക്കും. പലപ്പോഴും ഉള്ള പ്രശ്നം, പീച്ചി ഡാം തുറക്കുന്ന നേരത്ത് ഒരു ചെറിയ തല്ലും പിടിയെങ്കിലും ഇല്ലാതെ അത് തുറക്കാനും അടയ്ക്കാനും പറ്റില്ല. പാണഞ്ചേരിയിൽ വിത്ത് വിതയ്ക്കുന്ന നേരത്തായിരിക്കും മുളങ്ങുന്നത്തുകാവ് കൊയ്ത്ത് നടക്കുക. കോലഴിയില് കൊയ്ത്ത് നടക്കുന്ന നേരത്തായിരിക്കും നടത്തറക്കാര് പുതിയ വിത്ത് വിതയ്ക്കാൻ വേണ്ടി തീരുമാനിക്കുക. ഒരു കലണ്ടറും ഇല്ല. സ്വാഭാവികമായിട്ടും കാലാവസ്ഥാ വ്യതിയാനം ഇനിയൊരു പുതിയ കഥയായിട്ട്, ഒരു പുതിയ പ്രശ്നമായിട്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഇവിടെ മാത്രമല്ല, കേരളം ആകെ അത് പടർന്നു പന്തലിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഗവൺമെന്റിനെ 2018 പ്രളയത്തിന്റെ ഭാഗമായിട്ട് മെൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്ന് വരെ പറഞ്ഞ് അപമാനിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഈ IMD മാത്രം നടത്തുന്ന, കേന്ദ്ര കാലാവസ്ഥാ പ്രവചന വിഭാഗം മാത്രം നടത്തുന്ന റിപ്പോർട്ട് എടുത്തുകൊണ്ട് കേരളത്തിനോട് പറയുന്നത്? എത്രയോ വലിയ സാധ്യതകൾ നമ്മുടെ നാട്ടിലില്ലേ, നിങ്ങൾ അതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് ഇതുണ്ടായത്. നമ്മൾ പിന്നീട് എത്ര പഠനം നടത്തി, IBM വെതറും GFS-ഉം സ്കൈമറ്റും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പോലും പ്രവചനം നടത്തുന്ന സകല ഏജൻസികളുടെയും വിവരങ്ങൾ STMA-യിൽ പോയാൽ 24 മണിക്കൂറും അതിന്റെ മുഴുവൻ സമയ വിവരങ്ങൾ 12 ഏജൻസികളിൽ നിന്ന് ലഭ്യമായിട്ടും കേരളം പ്രവചനാതീതമായിട്ടുള്ള കാലാവസ്ഥയുടെ ഭാഗമായി മാറുന്നു. ഈ സംസ്ഥാനത്ത് വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന അപകടകരമായ വിധത്തിലുള്ള പല പ്രവണതകളും നമ്മുടെ ജില്ലയിലും പ്രളയത്തിന്റെ ഭാഗമായിട്ടും അനന്തര ബലമായിട്ടും ഉണ്ടാകപ്പെട്ട അനുഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ഡാം തുറന്ന് വിട്ട് കൃഷി ചെയ്യാൻ നമുക്കൊരു കലണ്ടർ ഉണ്ടാകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ഞാൻ വന്നത് കടവല്ലൂരിൽ നിന്നാണ്, ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. കടവല്ലൂരിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ BM കനാലിൽ നിന്ന്, ചമ്രവട്ടത്തിൽ നിന്ന് വെള്ളം ചാടിച്ച് BM കനാലിൽ കടത്തി അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന വെള്ളമാണ് ഈ കടവല്ലൂരിന്റെ സോഴ്സ്. യഥാർത്ഥത്തിൽ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ തവണ പുതിയതായിട്ട് പടുന്നതാണല്ലോ, നിങ്ങൾ ഉപയോഗിച്ച വിത്ത് ഏതാണ്? ഒരു കോംപ്രമൈസും ഇല്ല. ഉമയാണ് ഞങ്ങൾ ഉപയോഗിച്ച വിത്ത്. ഉമയ്ക്ക് എത്ര ദിവസം വേണം? 127 ദിവസം വേണ്ട. ഏറ്റവും ചുരുങ്ങിയത് ഉമ വിതച്ച് അതിനെ കൊയ്തെടുക്കാൻ 127 ദിവസം മുതൽ 131 ദിവസം വരെ നിൽക്കുകയാണ്. എന്നാൽ ഞങ്ങൾ കൃഷി ആരംഭിക്കുമ്പോൾ വെള്ളത്തിന്റെ ദൗർബല്യം ഉള്ളത് കൊണ്ട് ആദ്യത്തെ തവണ ഇത് പരീക്ഷിക്കുമ്പോൾ
കാർഷിക സർവകലാശാല തന്നെ തയ്യാറാക്കി നല്ലതുപോലെ വിളവ് ലഭ്യമാകുന്ന 94 ദിവസം ഞാറടക്കം ചെലവഴിക്കുന്ന മനുരത്ന പരീക്ഷിക്കാം എന്നവർ തീരുമാനിച്ചില്ല. ഹ്രസ്വ 89 ദിവസം മതി മൂപ്പിന്, ഹ്രസ്വ ആരംഭിക്കാം എന്നവർ തീരുമാനിച്ചില്ല. ഇത് രണ്ടും കൃഷി ഓഫീസർ ഉപയോഗിക്കാത്തതുകൊണ്ടല്ല. അപ്പൊ എന്നിട്ട് അയാൾ എന്നോട് വികാരപരമായിട്ട് പറയുകയാണ്, ഉമ്മ ഉപയോഗിച്ചില്ലെങ്കിൽ ഞങ്ങൾ പൊന്മണി ഉപയോഗിക്കണമെന്നാണ് ആലോചിച്ചത്. ഞാൻ തൊഴുതു. കാരണം പൊന്മണിയാണെങ്കിൽ 141 ദിവസം വേണം മൂപ്പിന്. അപ്പോ ഒരു ഇറിഗേഷനും കൃഷിയും തമ്മിൽ പരസ്പരം ബന്ധിതമായിട്ടുള്ള എപ്പോൾ വെള്ളം കൊടുക്കാൻ പറ്റും, എത്ര വെള്ളം കൊടുക്കാൻ പറ്റും, ആ വെള്ളം ഉപയോഗിക്കാനും ആ കാലാവസ്ഥ ഫലപ്രദമായി പ്രയോഗിക്കാനും കഴിയുന്ന വിധത്തിൽ ഏത് വിത്തിന് ഉപയോഗിക്കണം, ഇത് ധാരണയില്ലാതെ നമ്മൾ കാർഷിക മേഖലയിൽ 15,000 ഏക്കർ കൊയ്യും എന്ന് 50,000 ഹെക്ടറിൽ നെൽകൃഷി നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ട് എന്തെങ്കിലും ഒരു ബലം ഉണ്ടാകുന്നു? നമുക്ക് അതിനൊരു മാസ്റ്റർ പ്ലാൻ ഇല്ല. അടിസ്ഥാനപരമായി ടൂറിസ്റ്റ് മേഖല യഥാർത്ഥത്തിൽ തൃശ്ശൂരിന്റെ വലിയ സമ്പത്താണ്. നമ്മളത് മനസ്സിലാക്കാത്ത വിധത്തിൽ പിൽഗ്രീം ടൂറിസം ഉൾപ്പെടെ കേരളത്തിന്റെ ടൂറിസം വളരെ അഭിമാനകരമായിട്ടുള്ള അനുഭവങ്ങളുള്ളതാണ്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മുസ്ലിസും ഇവിടെ നമുക്ക് ചാവക്കാടിനോട് ചേർന്നുള്ള തോമസ് ലീഹയുടെ പാരമ്പര്യമുള്ള പള്ളിയും ഏറ്റവും ശ്രദ്ധേയമായ വടക്കുന്നാഥൻ അമ്പലവും ഗുരുവായൂർ അമ്പലവും തൃശ്ശൂരിന്റെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സുവോളജിക്കൽ പാർക്കിനോട് ചേർന്ന് കേരള പഴനി എന്നറിയപ്പെടാവുന്ന വിധത്തിൽ ധാരാളമായ ആളുകൾ വരുന്ന ചോച്ചേരിക്കുന്ന അമ്പലവും, ഇങ്ങനെ നോക്കിയാൽ തൃശ്ശൂരിന്റെ പിൽഗ്രീം ടൂറിസം സമ്പന്നമാണെന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ അക്കാദമികളുടെയും ആസ്ഥാനമാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ. ഞാൻ ഉള്ളൂരിലെ MLA ആകാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന 7 വർഷക്കാലം മുമ്പുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ ഒന്ന്, എൻ്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നണിയുടെ പ്രകടന പത്രിക പ്രാദേശിക വാഗ്ദാനങ്ങളിൽ ഒന്ന്, കൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ഒരു ടൂറിസ്റ്റ് കോറിഡോർ ഉണ്ടാക്കും എന്നായിരുന്നു. ഘട്ടം ഘട്ടമായ പരിശ്രമത്തിലേക്ക് പോയി ഏതാണ്ട് 1 വർഷക്കാലം പൂർത്തീകരിച്ചാൽ ആ ടൂറിസ്റ്റ് കോറിഡോർ ഏതാണ്ട് 8ഓളം സ്ഥാപനങ്ങളിലെ ഇടപെടലുകളുമായി രംഗപ്രവേശിക്കുകയാണ്. ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട ജോയി ഇടമണ്ണനോട് സൂചിപ്പിച്ചു തുടങ്ങി. നമ്മുടെ ചിയാരത്തെ വാക്കിംഗ് സ്ട്രീറ്റ് 3.5 കോടി രൂപ ചെലവഴിച്ച് 4.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഒരു ടൂറിസം പദ്ധതിയായി ഏറ്റെടുത്തിട്ടുള്ള പ്രദേശമാണ്. അവിടെ ഇപ്പൊ തന്നെ വൈകുന്നേരങ്ങളിൽ എത്തിച്ചേരുന്ന സമ്പന്നമായിട്ടുള്ള ഒരു ജനക്കൂട്ടം. ഇതിനകം 10 കോടി രൂപ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള ടൂറിസ്റ്റ് രംഗത്ത് വലിയ അനുഭവമായി മാറാൻ പോകുന്ന പുത്തൂരിലെ കായൽ ടൂറിസം, പുത്തൂരിലെ ഇപ്പോൾ വരാൻ പോകുന്ന സുവോളജിക്കൽ പാർക്ക്, ഏതാണ്ട് 30 ലക്ഷം പേർ ഒരു വർഷക്കാലം വന്നു പോകുവാൻ ഇടവരുന്ന തൃശ്ശൂരിലെ ലോകത്തിലെ തന്നെ അത്ഭുതങ്ങളിൽ ഒന്നായി മാറാൻ വേണ്ടി പോകുന്ന തൃശ്ശൂരിലെ സുവോളജിക്കൽ പാർക്ക്, തൊട്ടപ്പുറത്ത് പീച്ചി എന്നറിയപ്പെടുന്ന മനോഹരമായ അണക്കെട്ട്, ഇപ്പുറത്ത് 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുള്ള ഒരപ്പംകെട്ട് വെള്ളച്ചാട്ടം, തൊട്ടപ്പുറത്ത് കച്ചിത്തോട് ഡാം, ഇതിനിടയിൽ കാർഷിക വെറ്റിനറി സർവകലാശാലയുടെ സമ്പന്നമായ ഫാം ടൂറിസം. ഇതൊരു കോറിഡോറാക്കി മാറ്റിയാൽ അതിന്റെ ഗുണഫലം എങ്ങനെയാണ് ഉണ്ടാവുക? സുവോളജിക്കൽ പാർക്ക് ഉദാഹരണത്തിന്, ഞാനതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്നെ അലട്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പൊ നാളെ ദുർഗ എന്ന് പറയുന്ന ഒരു കടുവ അവിടെ വരാൻ പോവാണ്. കടുവയോ പുലിയോ സിംഹമോ എന്ത് വേണമെങ്കിൽ വന്നോട്ടെ, പക്ഷെ ആര് വന്നാലും MLAക്ക് കടപ്പുറപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നാളെ ദുർഗ വരും എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 250 പേര് ഇന്ന് കാണാൻ വരും എന്ന് ഉറപ്പാണ്. ദുർഗയെ കാണാനല്ല, അവിടെ ഒരു സീപ്പറായിട്ടെങ്കിലും പുല്ലു പറിക്കാനെങ്കിലും ഈ കത്തുമായി വരുന്ന ശോശാമയ്ക്ക് ഒരു പണി കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പണി തരികയാണ് നാട്ടിലിരിക്കുന്ന എല്ലാവരും. പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് വന്നാൽ പഞ്ചായത്ത് മെമ്പർ, ബ്രാഞ്ച് സെക്രട്ടറിയുടെ അടുത്ത് വന്നാൽ ബ്രാഞ്ച് സെക്രട്ടറി, ഈ കാണുന്ന കുട്ടപ്പന് അവിടെ ഒരു വടിയെങ്കിലും പിടിച്ചു നിർത്താവുന്ന ഒരു കാവൽക്കാരന്റെ പണി കൊടുക്കണേ. ഈ സുവോളജിക്കൽ പാർക്കിനെ കുറിച്ച് നമ്മുടെ ആളുകൾക്ക് അറിയാവുന്ന ഏക പണി കാവൽക്കാരനും പിന്നെ കൂട് വൃത്തിയാക്കുന്നവനും പുല്ലു പറിക്കുന്നവനുമായ പണിക്ക് ആളെ വിടുകയാണ്. ശോശാമയും കുട്ടപ്പനും ഒക്കെ റെഡിയായിട്ട് അപ്പൊ വണ്ടി കയറുകയാണ്, നാളെ ദുർഗ വരികയാണ്, മറ്റന്നാൾ മുതൽ ജോലി കിട്ടും എന്ന് പറയാണ്. പിന്നെ ഇവൻ പണങ്ങിയിട്ടാണ് പോകുന്നത്. KR രവിക്ക് അറിയാം, പിന്നെ ഇവൻ പണങ്ങിയിട്ടാണ് പോകുന്നത്. MLA വിചാരിച്ചാൽ ഒരു പുല്ലു പറിക്കാനുള്ള പണി ഇത്ര വലിയ സ്ഥലത്ത് കൊടുക്കാൻ പറ്റും, നമ്മളോടുള്ള എന്തെങ്കിലും വൈരാഗ്യം കൊണ്ടാകും എന്ന് പറഞ്ഞങ്ങ് പോവാണ്. പിന്നെ പോകുന്ന പോക്കിൽ പറയും അപ്പുറത്തെ വീട്ടിലെ പോളിന് ഇയാൾ തന്നെ പണി കൊടുത്തിട്ടുണ്ടാവും, പോള് തറഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ ഒരു ജോലിയെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം. അതാണ് 30 ലക്ഷം പേര് ഒരു പാർക്കിലേക്ക് വരാൻ പോവുകയാണ്. അവിടെ നമ്മുടെ കുടുംബശ്രീ, നമ്മുടെ അനുബന്ധമായിട്ടുള്ള പൊതു സംരംഭങ്ങൾ എത്ര ലക്ഷം പേർക്ക് പണി കൊടുക്കാൻ പറ്റും?
ചൈനയിലെ വൻമതിൽ ഞാൻ 3 തവണ കയറിയിട്ടുണ്ട്. 3 തവണ കയറിയിട്ടും കയറി എത്താവുന്ന അറ്റം അറിയാം, 14ാമത്തെ ഗേറ്റോ 15ാമത്തെ ഗേറ്റോ ഏറ്റവും കൂടിയാൽ നേരം ഉണ്ടെങ്കിൽ. എല്ലാ തവണയും പോയി വരുമ്പോ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് പോലും അറിയില്ലെങ്കിലും പിച്ചളയിൽ കാശ് കൊടുത്താൽ അവർ എഴുതി തരുന്ന കേരാജൻ എന്ന് ഇംഗ്ലീഷിലായതുകൊണ്ട് എനിക്ക് മനസ്സിലാകും. ബാക്കി ഒന്നും എനിക്ക് മനസ്സിലാവില്ല. വീട്ടിൽ വന്നാൽ അമ്മയോട് പറയും ഈ ചൈന മൊത്തം പിന്നെ കയറി ഇറങ്ങിയതിന് സർക്കാർ തന്ന സമ്മാനമാണ്, ഒരെണ്ണം ഇരിക്കട്ടെ, ഇത്ര സാധനം കൊടുത്തപ്പോൾ സാർ എല്ലാ ദിവസവും യാത്രയിലാണ്, ഇത്ര സാധനം കൊടുത്താൽ ആ സാധനം അവിടെ നിന്ന് എഴുതി കിട്ടും. നമുക്കൊരു മൊമെന്റോ ആണ്. ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ ഒരു മോതിരം പേടിക്കാതെ പോരുന്ന ഒരാളെയും ഞാൻ എൻ്റെ ബാല്യത്തിൽ കണ്ടിട്ടില്ല. മോതിരം എത്ര ദിവസം നിൽക്കുന്നു എന്നല്ല, പോയി വരുമ്പോൾ കൂട്ടുകാരെ കാണിക്കാൻ ഒരു മോതിരം. 30 ലക്ഷം പേർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ എത്രയും ആളുകൾക്ക് ഒരു മൊമെന്റോ പേടിച്ചു പോകാൻ തീരുമാനിക്കണമെങ്കിൽ എത്ര ലക്ഷം പേർക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള ജോലിയിൽ ഏർപ്പെടാൻ കഴിയും എന്നതിൻ്റെ ഒരു കണക്കുമില്ലാതെ കുട്ടപ്പനും ശോശാമയും രാവിലെ പുല്ലു പറിക്കാനും കാവൽ നിൽക്കാനും വേണ്ടി കത്തുമായിട്ട് പുറപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ. അതാണ് നമ്മുടെ പ്രശ്നം. അതിനെ മാറ്റിയെടുക്കാൻ TMAക്ക് വൈവിധ്യപൂർണമായിട്ടുള്ള ടൂറിസം പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താമോ? ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ നിങ്ങളുടെ ഒരു പ്രാഥമികമായിട്ടുള്ള നോട്ടീസിൽ കാണാനിടയായി. 1200 ബസ്സുകളാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത്. 1000 ജനങ്ങൾക്ക് 0.33 എന്ന കണക്കിൽ ബസ്സുകൾ ലഭ്യമാണെങ്കിലും 1000 ജനങ്ങൾക്ക് ഒരു ബസ് എന്ന ദേശീയ നിലവാരത്തെക്കാൾ ഇത് വളരെ കുറവാണ്. ഇതാണ് നമ്മുടെ ധാരണയായിട്ടുള്ള ഒരു കണക്ക്. നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങളെ കുറിച്ച് ചില പുതിയ ധാരണകൾ നമുക്കുണ്ടായേ മതിയാകും. അതിൻ്റെ സൗകര്യങ്ങളെ കുറിച്ച് ചില ധാരണകൾ നമുക്കുണ്ടായേ മതിയാകും. കഴിഞ്ഞ തവണ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു നടക്കുന്നത് എന്നാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിലും തൃക്കാക്കരയിലേക്ക് മെട്രോ സ്റ്റേഷൻ നീട്ടാൻ പോകുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എറണാകുളത്ത് ആരംഭിച്ചിട്ടുള്ള മെട്രോ വയബിളായി ലഭ്യമാകണമെങ്കിൽ അതിൻ്റെ ഒരു അറ്റം അവസാനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം തൃശ്ശൂർ ജില്ലയും അതിൽ തന്നെ ഏറ്റവും നല്ല വിധത്തിലുള്ള സ്ഥലം മണ്ണുത്തിയുമാണ് എന്നാണ് വ്യക്തിപരമായ എൻ്റെ ധാരണ. മണ്ണുത്തി എൻ്റെ മണ്ഡലത്തിന്റെ ഭാഗമായതുകൊണ്ടല്ല, തൃശ്ശൂർ മണ്ഡലത്തിന്റെ കൂടി ഭാഗമാണ്. എത്തിച്ചേരാൻ പറ്റുന്ന യഥാർത്ഥത്തിൽ മെട്രോ സംവിധാനം ഏറ്റവും ഫലപ്രദവും ലാഭകരവുമായി പോകണമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും നമ്മുടെ തൃശ്ശൂരിലൂടെ കടന്നു പോകാൻ പോകുന്ന മലയോര ഹൈവേയും തൃശ്ശൂരിലൂടെ തന്നെ കടന്നു പോകാൻ പോകുന്ന തീരദേശ ഹൈവേയും അതിനേക്കാൾ പ്രധാനമായി കേരളം പഠിക്കുമ്പോൾ നമുക്ക് കൂടി പങ്കുപറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള ജലപാതയും കേരളത്തിന്റെ സമ്പന്നമായ അനുഭവങ്ങളിൽ നമുക്ക് വല്ലാതെ പഠിക്കാനും ഇടപെടാനുമുണ്ട്. ഞാനൊരു ദീർഘമായ വർത്തമാനത്തിലേക്ക് പോകുകയല്ല. ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ വ്യത്യസ്തങ്ങളായ വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെ സംബന്ധിച്ചൊരു പൊതു ധാരണയുണ്ടായത്. തീർച്ചയായും അത് നല്ലതുപോലെ പഠിച്ച് തൃശ്ശൂരിന് ഇന്ന് കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വികസന സാധ്യത നമുക്ക് രൂപീകരിച്ചേ മതിയാകും. ആളുകളെല്ലാം വികസനത്തെക്കുറിച്ചുള്ള പുതിയ പരിപ്രേക്ഷ്യമായി പലപ്പോഴും വന്നെത്തിപ്പെടുന്നത് യഥാർത്ഥത്തിൽ നിർമ്മിക്കപ്പെടുന്ന വലിയ പാലങ്ങളുടെയും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ റോഡുകളുടെയും അതിൻ്റെ മാസ്മരികമായിട്ടുള്ള ആകർഷണ വലയത്തിൽ പെട്ടുകൊണ്ടാണ് വികസനത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ധാരണകൾ എല്ലാം ചെന്ന് നിൽക്കുന്നത്. എന്നാൽ ഒരു വാട്ടർ ഷെഡിനെ കുറിച്ചോ സമ്പന്നമായ വിധത്തിൽ ആരംഭിക്കേണ്ട ഒരു കൃഷി സംസ്കാരത്തെക്കുറിച്ചോ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ചോ നല്ലതുപോലെ ഈ സാഫ് കാര്യത്തിൽ ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിൽ ചെറിയ കൃഷിക്കൂട്ടങ്ങളെ സംഘടിപ്പിക്കാനുള്ള ഒരു ആലോചന ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ നിയോജക മണ്ഡലം, എൻ്റെയും KRVയുടെയും പോൾ സാറിൻ്റെയും ഒക്കെ നിയോജക മണ്ഡലമാണ് ഉല്ലൂര്. പ്രധാനപ്പെട്ട ഒരു മലയോര കാർഷിക മേഖലയാണ്. പീച്ചി, കണ്ണാറ, പാണഞ്ചേരി, ചേരുംകുഴി, ആശാരിക്കാട്, മാന്നാമംഗലം, മരോട്ടിച്ചാൽ, വല്ലൂർ, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ എല്ലാം കൃഷി മേഖലയാണ്. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ ഹൈറോട്ടിലെ സ്വർണ്ണക്കട പോലെയാണ്. ഒരു സ്ഥലത്ത് സ്വർണ്ണക്കട തുടങ്ങിയാൽ മറ്റേ അറ്റം വരെ സ്വർണ്ണക്കടയാണെന്ന് പറഞ്ഞതുപോലെ കൈപ്പക്ക കൃഷിയുടെ പ്രായമായാൽ കൈപ്പക്കയും വാഴ കൃഷിയുടെ സമയമായാൽ വാഴയുമല്ലാതെ തമ്പുരാൻ സഹായിച്ചിട്ട് ഇന്നേ വരെ വേറൊരു പണിക്ക് ഞങ്ങൾ പോകില്ല. ഞങ്ങൾ വാശിക്കാരാണ്. അതിലേതെങ്കിലും ഒന്നിനൊരു കീടമുണ്ടായാൽ, ഏതെങ്കിലും ഒരു കാലാവസ്ഥ തെറ്റിയാൽ പിന്നെ ജപ്തിക്ക് വേണ്ടി ചെണ്ടകൊട്ടി വരുന്നവന്റെ മുമ്പിൽ പൊട്ടിക്കരയിലല്ലാതെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാക്കാൻ വഴിയുണ്ടാകുന്നില്ല. ടണ്ണ് കണക്കിന് കൈപ്പയ്ക്ക വിളവിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം 2 രൂപ വിലയ്ക്ക് ശക്തൻ തമ്പുരാനിൽ നിന്ന് വരുന്ന സ്വകാര്യക്കാരനായിട്ടുള്ള കച്ചവടക്കാരൻ തൂക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ മക്കൾ നഷ്ടപ്പെടുന്നത് പോലെ കണ്ണീരോടെ നിൽക്കാനല്ലാതെ മറ്റൊന്നിനും അറിയാത്ത ഒരു പാവപ്പെട്ട മനുഷ്യർ
അവരുടെ വികാരങ്ങൾ, അവരുടെ വിചാരങ്ങൾ കാണുകയാണ്. ഞങ്ങൾ ഒല്ലൂരിന്റെ കൃഷി സമൃദ്ധിയുടെ ഭാഗമായിട്ടൊരു ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഉണ്ടാക്കി. ഞങ്ങൾ രണ്ടുപേരും അതിന്റെ ഡയറക്ടർമാരാണ്. ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഉണ്ടാക്കി കഴിഞ്ഞ തവണ ഒരു പ്രാഥമിക പരിപാടി എന്ന നിലയിൽ 1000 വീട്ടിലേക്ക് ഓരോ മുരിങ്ങത്തൈ കൊടുക്കാൻ തീരുമാനിച്ചു. 1000 ആണോ 10,000 ആണോ 10,000 വീട്ടിലേക്ക് ഓരോ മുരിങ്ങത്തൈ കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ധാരണ, ഈ മുരിങ്ങ വലുതായി വന്നാൽ അതിൻ്റെ ഇല ഊരിയെടുത്ത് നമുക്ക് തരുന്ന പാവപ്പെട്ട വീട്ടമ്മയ്ക്ക് മണി ബാക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അത് തൂക്കിയെടുത്ത് അതിന് വില കൊടുത്ത് അതിൻ്റെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അത് കൊണ്ടുപോയി കൊടുക്കും. ഇതാണ് നമ്മുടെ ധാരണ. ഞാൻ ഈ പരിപാടിയൊക്കെ വിശദീകരിച്ചപ്പോൾ എൻ്റെ തന്നെ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവിനോട് ചോദിച്ചു, ഒല്ലൂക്കാർക്ക് ഒരു ടേമേ ഉള്ളൂ, 10,000 മുരിങ്ങ കൊടുക്കണോ, 1000 കൊടുത്താൽ പോരെ? അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ 2ാമത് തവണ നീ ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല. 50 കൊല്ലത്തിനിടയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ 10,000 മുരിങ്ങ കൊടുക്കുന്നതിന് നല്ലത് വേറെന്തെങ്കിലും പരിപാടിക്ക് പോവല്ലേ. ഞങ്ങളിപ്പോ 8 പ്രൊഡക്റ്റുകൾ വിദേശത്ത് വിൽക്കുന്നുണ്ട്. ഒല്ലൂർ കൃഷി സമൃദ്ധിയുടെ ഭാഗമായിട്ട് ഈ 10,000 മുരിങ്ങ തയ്യായി വന്ന് അത് ചെടിയായി മാറി അതിൽ നിന്നുള്ള ഇല ഉരിഞ്ഞെടുത്ത് ഉണക്കി പൊടിച്ച് പുട്ടുപൊടിയും സൂപ്പും അടക്കം 8ഓളം മുരിങ്ങ ഇലയുടെ ഉൽപ്പന്നങ്ങൾ ഒല്ലൂർ കൃഷി സമൃദ്ധിയുടെ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി പല കമ്പനികളുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദേശത്ത് കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ ജീവിക്കുന്നുണ്ട്. ഈ നിലവാരത്തിൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളുടെ വലിയ ഇടപെടൽ നടത്തിയാൽ നമ്മുടെ മലയോര മേഖലയിലും തൃശ്ശൂരിന് സമ്പന്നമായിട്ടുള്ള കൃഷി സാധ്യതകളുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകണം. അക്കാര്യത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിയാണ് തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. തൃശ്ശൂരിന് ഒരു മാസ്റ്റർ പ്ലാൻ വേണം. അത് വികസനത്തിന്റെ കാര്യത്തിൽ ആ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും TMA തയ്യാറാക്കി തന്ന ഈ സങ്കല്പങ്ങളെ നടപ്പിലാക്കാൻ ആവശ്യമായ വിധത്തിലുള്ള പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ മന്ത്രിമാരാലോചിച്ച് ജില്ലാ ഭരണകൂടം കൂടി കിലയുൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹായത്തോടെ ഏത് വിധേന ഈ ഡിസൈനെ നമുക്ക് മാറ്റാൻ കഴിയാം എന്നാലോചിക്കാം. ഇതിനുവേണ്ടി ശക്തമായ ഇടപെടൽ നടത്തിയ പ്രിയപ്പെട്ട ഈ തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷനും കിലയ്ക്കും ഇസാഫിനും SPA ഭോപ്പാലിനും ഒക്കെ സംസ്ഥാന സർക്കാരിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Thank you, sir. Now I request Dr. Joy Element, Director General Kila, for his closing remarks. പ്രിയപ്പെട്ടവരെ, ഞാൻ സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നു. മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മൾ രാവിലെ മുതൽ കേൾക്കുന്ന കാര്യം പിന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യം, നേരിട്ട് കേട്ട് കഴിഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ആലോചിക്കേണ്ടി വരിക. അപ്പോൾ അത് ഇന്നിവിടെ വന്ന നിർദ്ദേശങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ ഇതൊന്നുകൂടെ ഒന്ന് ഫൈനലാക്കി സബ്മിറ്റ് ചെയ്യാം. പിന്നീട് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ടെടുത്ത് പരിശോധിച്ച് ഇത് ആര് വഴിയാണ് ഇത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടി വരും. അതിൽ ചിലതൊക്കെ തന്നെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളായിരിക്കും, ചിലത് യൂണിവേഴ്സിറ്റി ആയിരിക്കാം, ചിലത് കോർപ്പറേഷൻ ആയിരിക്കാം, ചിലത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരിക്കാം. ആരൊക്കെയാണ് ഇതിൻ്റെ, പിന്നെ MLA മാരായിരിക്കാം, ആർക്കൊക്കെയാണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കാൻ കഴിയുക, ഇതിനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും, ഓരോരോ ഭാഗങ്ങളായിട്ട്. പക്ഷെ എന്നാൽ പരസ്പര ബന്ധം ഉണ്ടാകുന്ന രീതിയിൽ അതിലൊരു പക്ഷേ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയും ഒക്കെ തന്നെയും പിന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെയും അതുമായിട്ട് ബന്ധിപ്പിക്കേണ്ടി വരും. അതിനൊക്കെ സഹായം ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമായിട്ടാണ് നമ്മളെപ്പോലുള്ളവർ ഉണ്ടാകുക എന്ന് പറയുക. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് ഇതിനെ ഒന്ന് ഫൈനൽ റിപ്പോർട്ട് വന്നതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇതിലേതൊക്കെ നമുക്ക് ഉടനെ തന്നെ എടുക്കാൻ കഴിയുന്നതുകൊണ്ട് ചിലതൊക്കെ ഒരുപാട് ഇപ്പം ഞാൻ ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും പണമല്ല കാര്യമായിട്ടിരിക്കുന്നത്, ഇതിനൊക്കെ ഒന്നിച്ച് കൊണ്ടുവരുന്നതിൻ്റെ കാര്യത്തിലാണ്. പിന്നെയുള്ള വിവിധ സോഴ്സസ് ഓഫ് ഫണ്ട്സും അതും പരിശോധിക്കേണ്ടി വരും ഓരോ കാര്യത്തിനും. അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കി ഇത് വരുന്ന ഒരു വർഷത്തിനിടയിൽ കുറേ അധികം കാര്യങ്ങളെങ്കിലും ഇതിലോട്ട് മുമ്പോട്ട് നീക്കാൻ കഴിയണമെന്നുള്ളത്. അതല്ലെങ്കിൽ എന്ത് പറ്റുകയെന്ന് വെച്ചാൽ ഇത് വെറും ഒരു എക്സസൈസായിട്ട് മാത്രം അവസാനിക്കും. നമ്മൾ ഈ തുടങ്ങി വെച്ചത് ഇതുവരെ നീണ്ടു വന്നതൊക്കെ തന്നെയും ഇത് പ്രവൃത്തി പദത്തിൽ എത്തുന്നിടം വരെയാണ് ഈ റിപ്പോർട്ട് ഫൈനലാകുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത്. അതിൽ കില എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, that's basically for my friends from Bhopal. You have done a wonderful, marvelous work. You really require appreciation beyond all these things. I mean,
I mean, it's not just because because you are all there and this is my obligation to say that. It is not like that. See, if I go through in the morning also, I told you that the kind of methodology which you have developed, how it is going to actually influence us in our future endeavor, all these things are facts of life. But I would also say that you have also got a great opportunity here. And I'm quite sure that you will never get such an opportunity in your lifetime, because as students, you had the overall opportunity without any prejudices, hindrances, anything. You were just students and you were studying and you could come up with a lot of ideas. But once you are into some profession or some consultancy or whatever it you call, there will be always pressure on various aspects. But this time, what you did is an open book kind of thing where you could do anything. You could work out anything, which you are not going to get in life. But this is an opportunity which you can actually take it for your future endeavor in your career. Because that is more important, I think. Because this is an experience for you as part of your curriculum and course. But I think the experience you've got here will be a treasure forever for you, I think. This is how, I don't think every student in this country gets such an opportunity. So you are lucky in that way also. Anyway, congratulations for all these things. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ചും SPA ഭോപ്പാൽ തൃശ്ശൂർ തിരഞ്ഞെടുത്തതിന് അതിനുള്ളൊരു സന്തോഷം അറിയിക്കണം. നിങ്ങളിത് പെർസീവർ ചെയ്ത് പിന്നെയും പുറകോട്ട് നടന്ന പുറകിൽ കൂടെ നിന്ന് ഇവിടം വരെ എത്തിച്ചതിൽ ഞാൻ പല റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ ഇട്ടിട്ട് പോവാം. ഒരു ഇമെയിലിൽ ഒരെണ്ണം അയച്ചു തന്നാൽ മതി. നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ, അവിടുത്തെ കരിക്കുലം പ്രമാണിച്ചുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ഗൗരവമായിട്ട് ഇതിനെ കാണുന്നതുകൊണ്ടാണ് ഫോളോ അപ്പ് ആയിട്ട് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളൊരു സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ, ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് വളരെ അടുപ്പം ഉണ്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പ്. നിങ്ങൾ ഈ തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആണോ മറ്റു ചില അസോസിയേഷൻ ആണോ എന്ന് എനിക്ക് വ്യത്യാസം അറിയില്ല. എല്ലായിടത്തും നിങ്ങളെയൊക്കെ തന്നെ കാണുന്നത്. അതാണ് എനിക്കൊരു പ്രശ്നമുള്ളത്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഏതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. അതിൽ ഈ എസ്ആഫിനെ എനിക്ക് പണ്ട് എസ്ആഫ് നമ്മുടെ NGO പോലെ പ്രവർത്തിച്ച കാലത്ത് എനിക്കറിയാം കേട്ടോ. ഞാൻ സാറിന് അറിയില്ലെന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പണ്ട്. മറ്റേ നമ്മുടെ ടോംസ് ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ബാങ്കായി, ബാങ്കിൻ്റെ ഒക്കെ ആയി. പക്ഷെ ഇവിടെ വന്നിട്ടും എനിക്ക് ഇത് ബാങ്കാണെന്ന് മനസ്സിലായിട്ടില്ല. കാരണം നിങ്ങളൊരു സാമൂഹിക പ്രവർത്തനത്തിന്റെ ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. ബാങ്ക് എന്നൊരു വാക്കിവിടെ ഉപയോഗിച്ചിട്ടില്ല. എസ്ആഫ് എന്നേ പറയുന്നുള്ളൂ. അതുമാത്രമല്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും തൃശ്ശൂരിന്റെ വികസനത്തെക്കുറിച്ചാണ്. ഇപ്പോഴത്തെ മാത്രമല്ല, നമ്മൾ വിലങ്ങിന്റെ കാര്യത്തിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ, ലേണിംഗ് സിറ്റിയുടെ കാര്യം വരുമ്പോൾ ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലും എസ്ആഫിന്റെ ഒരു വലിയ സപ്പോർട്ട്, വലിയൊരു കോൺഫിഡൻസ് ആണ്. തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ കാര്യത്തിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നത് കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളായി ഒന്നിച്ച് നിൽക്കുന്നു. ഒരു പലതും വികസനത്തിന്, അതിനകത്ത് എങ്ങും തന്നെ എന്തെങ്കിലും ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റിന്റെ ഒരു സ്വഭാവം കണ്ടിട്ടേ ഇല്ല. അതാണ് എനിക്ക് പിന്നെ ഏറ്റവും ഇത്. മറ്റേ സാധനത്തിൽ അങ്ങനെയല്ല. എപ്പോഴും ഈ മാനേജ്മെന്റ്, കോർപ്പറേറ്റ് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും എന്തോ ഉണ്ട് ഇതിന്റെ പിന്നിൽ. അങ്ങനെയാണ് നമ്മൾ ആലോചിക്കുക. പക്ഷേ പിന്നെ അങ്ങനൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും തൃശ്ശൂരിന്റെ വികസനത്തെക്കുറിച്ചാണ് ആലോചിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരിക്കൽ പോലും നിങ്ങളൊക്കെ വന്നിട്ടുള്ള വേരിയസ് പിന്നെ ഏജൻസീസിന്റെ താല്പര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരാത്ത രീതിയിലാണ്. അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വേണമെങ്കിൽ വേറെ രീതിയിലാകാമായിരുന്നു. ഈ റിപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങളൊക്കെയാണത് നേതൃത്വം നൽകുന്നുണ്ടോ, നിങ്ങൾക്കൊക്കെ എന്താ പറയുക, നിങ്ങളുടെയൊക്കെ ഇൻഡസ്ട്രിയും പ്രവർത്തനങ്ങൾക്കും സാധ്യമായ രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാമെന്ന്. പക്ഷേ അതിൻ്റെ ഒരു ലാഞ്ചന പോലും ഇതിനകത്ത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് തൃശ്ശൂരിനൊരു ഭാഗ്യമാണ്. മറ്റ് പല ഭാഗ്യങ്ങളുടെ കൂടെ തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശ്ശൂരിന് ഒരു ഭാഗ്യമാണെന്നാണ് ഞാൻ കണക്കാക്കുക. നമ്മോടൊപ്പം പിന്നെ അനൗദ്യോഗികമായിട്ട് അനൗപചാരികമായിട്ട് നമ്മളുടെ എഞ്ചിനീയറിംഗ് കോളേജും അതുപോലെയുള്ള മറ്റ് വിദഗ്ധരും കൂടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്ന നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. Now for saying a few words, I request Paul Thomas, President TMA, to say a few words. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട മന്ത്രി മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോടുള്ള പ്രത്യേകമായിട്ടുള്ള
സംഘാടക സമിതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. തൃശ്ശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ഈ പ്രോജക്റ്റ് ഗവൺമെൻറ്റുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഞാനും ഇനി ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് വാണ്ടഡ് ടു താങ്ക് ഫ്യൂ പീപ്പിൾ. Especially, first of all, I wanted to congratulate and thank Dr. Ajit Kaliyat, because he was the convener. He joined TMA last year, and we were struggling how to conclude this project. Actually, this project was started 1 year before. In 2021-22 year, we started Vision, Thrissur Vision project, but we were stuck how to conclude it. But during that time, Ajit joined TMA, and we have understood this project as its convener, and he did a great job. I wanted to, on behalf of TMA, on behalf of ISAF, and I wanted to congratulate you and thank you for this. And there is a separate vote of thanks session, but I am not. And also, I wanted to specially thank the SPA Bhopal team. And as Joy sir said, you did a great job, commendable job. Congratulations, faculty members, students. Please convey our appreciation to all the students who participated in the study. And next year you will be completing your course. And I think there will be most of our block panchayats and panchayats will come forward to have a detailed plan. And you can, I hope, Thrissur School of Architecture and Planning, in association with SPA Bhopal, will continue this project. This will not end here. We want this to continue with a smaller micro level long-term plan for the Thrissur. I hope some of you will continue to associate with this project and take pride in doing that. And also I want to appreciate ISAF Foundation team. George has said 2009 onwards we have been working. ISAF Foundation has been working in the livability area. Livable cities. We have been doing a project started from Bangalore. Now we have almost 10 cities we are working. In Kerala, Thrissur, Malappuram, Tirur, Trivandrum, Kochi, Calicut, then Nagpur, and Guwahati. These are the cities we are working, and make cities livable, make an inclusive cities. That is the whole idea. ISAF Foundation is involved. So thank you, George and John, George, and all the team members from ISAF Foundation also. അപ്പോൾ ഇതൊരു നല്ല ഡോക്യുമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ രവി അവർ നമ്മളോടൊപ്പം ഉണ്ട്. ഇത് തീർച്ചയായിട്ടും മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളുമായിട്ട് ഇതൊരു ബ്ലോക്ക് ലെവൽ പ്ലാനെങ്കിലും അറ്റ്ലീസ്റ്റ് ദീർഘകാല അടിസ്ഥാനത്തിൽ ഭരണസമിതി ഏത് മാറി മാറി വന്നാലും ഈ പ്ലാനിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആനുവൽ പ്ലാനുകൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ലക്ഷ്യം കൈവരിക്കുവാനായിട്ട് സാധിക്കും. കാരണം ഇത്രയും റിസോഴ്സസ് നമുക്കുണ്ട്. TMA നമ്മളെ പഞ്ചായത്തുകളെ സഹായിക്കാനായിട്ട് TMA വില്ലിംഗ് ആണ്. വലിയ ഒരു ലോക്കൽ ബോഡീസിന്റെ റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കിലയുണ്ട്, സ്റ്റേറ്റ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതിന് എല്ലാത്തിനെയും കൂടെ സഹകരിച്ചുകൊണ്ട് നമ്മളുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്, ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ്, ഇതിൻ്റെ എല്ലാത്തിനെയും കൂടെ സഹകരണത്തോടുകൂടി അറ്റ്ലീസ്റ്റ് നമ്മുടെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ലെവലിലെങ്കിലും ഒരു 25 ഇയേഴ്സിന്റെ വിഷൻ 2047 നമുക്ക് ഒല്ലൂക്കരയിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ ദാറ്റ് ഈ പ്ലാൻ നടന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദിയും അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ കിലയോട് പ്രത്യേകമായിട്ടുള്ള, പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ജോയ് സാറിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി. കാരണം ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ആൻഡ് ഹോൾ ഹാർട്ടഡ്ലി Joy sir has agreed to collaborate and support and made all the physical arrangements. നമുക്കൊന്നും അറിയേണ്ട വന്നിട്ടില്ല. ഹോളും ഫുഡും എല്ലാം ഇവിടെ റെഡിയായിരുന്നു. താങ്ക് യു വെരി മച്ച് ജോയ് സാർ ആൻഡ് എൻ്റെ കില ടീമിനോടുള്ള പ്രത്യേകമായിട്ടുള്ള കിലയുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും ബാക്കി എല്ലാവരോടുള്ള നന്ദിയും കൂടെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. For the formal vote of thanks, I request Mr. N.K. Paulos on behalf of SPA Bhopal. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വൺ ഡേ കോൺഫറൻസിൻ്റെ സമാപനം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിൽ ഞാൻ പിന്നോട്ട് നോക്കുമ്പോൾ
3 സ്ഥാപനങ്ങൾ ഈ ഒരു സ്റ്റഡി നടപ്പിലാക്കുന്നതിന് മുമ്പിൽ നിന്ന് ഞങ്ങളെ സഹായിച്ചിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഈസാഫ് ഫൗണ്ടേഷൻ. അത് ഡേറ്റ കളക്ഷന്റെ സമയത്ത് ഈ പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾക്ക് സഹായം തന്നതെങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസികൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു തന്നിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസി ആയിരുന്നു തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്. ബിന്ദു മാം ഇവിടെയുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ഞങ്ങളുടെ സ്റ്റുഡൻസ് വിസിറ്റ് ചെയ്തപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് സഹായകമായി. അപ്പോൾ അവരെയും ഞാൻ ഈ സമയത്ത് സ്മരിക്കുന്നു. അവർക്കുള്ള ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഓരോ സ്ഥാപനത്തിൽ നിന്നും ഓരോരുത്തരെയും പേര് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എങ്കിലും 2-3 പേരുകൾ പറയാതിരിക്കാൻ വയ്യ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ കാര്യത്തിൽ ശ്രീ പോൾ തോമസ് സാർ ഈ ഒരു ഇനിഷ്യേറ്റീവിന് വേണ്ടി മുൻപന്തിയിൽ നിന്നിരുന്നു. അത് മനോജ് കുമാർ സാർ സെക്രട്ടറി TMA ഞങ്ങളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തു. പാരലലി കിലയിൽ നിന്ന് അജിത് കുമാർ സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കിലയുടെ ഡയറക്ടർ സാറും അതിനുവേണ്ടിയുള്ള ഫെസിലിറ്റേഷൻസ് ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഈസ ഫൗണ്ടേഷനിൽ നിന്നുള്ള ഇവിടെ ഗ്രൗണ്ട് വർക്കുകൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. George was also helping me with all the ground transport, all these facilitations. സോ ഇന്ന് നമ്മൾ ഈ ദിവസത്തെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റുഡൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ നോക്കുമ്പോൾ നേരത്തെ സാർ പറഞ്ഞതുപോലെ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് SPA ഭോപ്പാലിലെ സ്റ്റുഡൻസിന് കിട്ടിയത്. ഞാൻ ഇതിനു മുമ്പും ഇവിടെ ഇതിന് മുന്നത്തെ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞതുപോലെ പലതവണ ഇതുപോലെയുള്ള സ്റ്റഡികൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു അവസരം ഒരു ജനപ്രതിനിധികൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനും അതുപോലെയുള്ള ഡിസ്ട്രിക്റ്റിന്റെ വികസന കാര്യങ്ങളിൽ താല്പര്യരായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ ചുരുക്ക സാധ്യതകളെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു സ്റ്റേജാണിത്. തൃശ്ശൂർ 2047 സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം ആഘോഷിക്കുന്ന സമയത്തിൽ ഈ ഒരു ദിവസത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഈ ഒരു തുടക്കം അതിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ഇനാഗ്രേഷൻ സെഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇനാഗ്രേറ്റ് ചെയ്ത ശ്രീ കേദാരാഷ്ണൻ ഓണറബിൾ മിനിസ്റ്റർ, അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അതിന്റെ ഓപ്പണിംഗ് റിമാർക്സിലും വെൽക്കം അഡ്രസ്സിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരായിട്ടുള്ള ശ്രീ മനോജ് കുമാർ സെക്രട്ടറി തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ, ഓപ്പണിംഗ് റിമാർക്സ് പറഞ്ഞ പോൾ തോമസ് പ്രസിഡന്റ് തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തു സംസാരിച്ച ഡയറക്ടർ ജനറൽ കില ജോയ് ഇളമൻ സർ, അതുപോലെ തന്നെ വളരെ വിശദമായ രീതിയിൽ ഇതിന്റെ ഒരു ഘടകങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി സംസാരിച്ച MLA സേവിയർ ചിറ്റിലപ്പള്ളി സർ, ഇദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിൽ സ്മരിക്കുകയാണ്. അതിനുശേഷം കീനോട്ട് അഡ്രസ്സിനായി നമുക്ക് പ്രൊഫസർ ഡോക്ടർ ജിജു പി അലക്സ് നമുക്ക് ഇതിന്റെ സ്റ്റഡിയുടെ മെത്തഡോളജിയെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും സംസാരിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രസന്റേഷൻ നടത്തി. പ്രസന്റേഷൻസ് കൈകാര്യം ചെയ്ത സ്റ്റുഡൻസിനെ ഞാൻ ഈ വേദിയിൽ സ്മരിക്കുകയാണ്. അവർക്കുള്ള സ്പെഷ്യൽ താങ്ക്സ് ഞാൻ അറിയിക്കുന്നു. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോയത് പാനൽ ഡിസ്കഷനിലേക്കായിരുന്നു. പാനൽ ഡിസ്കഷൻ ചെയർ ചെയ്ത KR രവി സാറിന്, അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വർഗീസ് പാസ്റ്റ് പ്രസിഡന്റ് TMA, ബിന്ദു മാം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ GEC തൃശ്ശൂർ, അതുപോലെ തന്നെ ജോർജ് മാനേജർ ഈസ ഫൗണ്ടേഷൻ, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. വാലണ്ടറി സെക്ഷന് നമുക്ക് ഉണ്ടായിരുന്നത് ശ്രീ വിവേക്, വൈസ് പ്രസിഡന്റ് തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ. ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം സമറൈസ് ചെയ്ത് സംസാരിച്ച മിസ്റ്റർ ജിയോ ജോബ്, സീനിയർ വൈസ് പ്രസിഡന്റ് തൃശ്ശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ. അതുപോലെ തന്നെ ചുരുങ്ങിയ വളരെ ബിസി ഒരു ഷെഡ്യൂളിൽ നിന്ന് സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന മിനിസ്റ്റർ അഡ്വക്കേറ്റ് K രാജൻ അവர்களെയും ഞാൻ ഈ വേദിയിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അതിനുശേഷം കൺക്ലൂഡിംഗ് റിഫ്ലക്ഷൻസിനും അതിനുവേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സംസാരിച്ച ജോയ് സാറേയും പോൾ തോമസ് സാറേയും വീണ്ടും സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. Thank you. That ends the one-day conference. We request all the TMA members and the SPA Bhopal team to stay back for a photograph. Step in. Thank you so much.